84 hours and 15 minutes with RJ Sindhu. അതെങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്? എനിക്ക് 2 വള ഊരി തന്നാണ് എൻ്റെ ചേച്ചി എന്നെ കയറ്റി ഇങ്ങോട്ട് വിട്ടത്. ആ വള ഇതുവരെ ഞാൻ തിരിച്ചെടുക്കാൻ ഞാനെല്ലാം തുറന്നു പറയുന്ന ഒരാള് ചേട്ടൻ തന്നെ എൻ്റെ അമ്മയാണ്. എനിക്ക് വേറെ എനിക്കറിയാം അമ്മയമ്മ ഭർത്താവും പറഞ്ഞ് കേട്ട് നടക്കാൻ പോവാണോ കുട്ടി? അവരെന്നെ കാണുമ്പോ ഇപ്പോഴും പുച്ഛമാണോ ചേട്ടാ അങ്ങനെ പറയാൻ പാടില്ല. വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് സൈത്തൂൻ സൊറവറ. ഇന്നത്തെ അതിഥിയെ കുറിച്ച് പറയുകയാണെങ്കിൽ പറഞ്ഞാൽ തീരൂല, അത്രക്കും പറയാനുണ്ട്. എന്ന് വെച്ചാൽ ഞങ്ങൾ രാവിലെ എണീറ്റ് പത്രെടുത്ത ഇദ്ദേഹം ഉണ്ടാവും. ഞങ്ങൾ അതിനുശേഷം കുളിച്ചൊരുങ്ങി വണ്ടി കയറി ജോലിക്ക് പോകുമ്പോൾ റേഡിയോ ഓണാക്കിയ അദ്ദേഹം ഉണ്ടാവും, ബിൽ ബോർഡ്സ് അദ്ദേഹം ഉണ്ടാവും, ഒരു പരിപാടിക്ക് പോയാൽ അദ്ദേഹം ഉണ്ടാവും, ഇതൊക്കെ വിട്ട് വേറെ രാജ്യത്ത് പോയിട്ട് ഒരു പരിപാടിക്ക് പങ്കെടുത്ത അതിലും അദ്ദേഹം ഉണ്ടാവും, അഭിനയിക്കുന്നുണ്ടാവും. എല്ലാം കഴിഞ്ഞ് ഇപ്പൊ ഇൻസ്റ്റാഗ്രാം റീൽ നോക്കുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യയും ഒരു രക്ഷയില്ല. അപ്പൊ ഞാൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിഞ്ഞു കാണും. None other than RJ മിഥുൻ and ലക്ഷ്മി. താങ്ക് യു. മറ്റേ സുരാട്ട മറ്റേ അന്ന് പറഞ്ഞതിന് ശേഷം ഇപ്പൊ എല്ലാരും ഇത് ചെയ്യുന്നുണ്ട്. എനിക്കിത് പക്ഷെ വളരെ നല്ല കാര്യമല്ലേ? സത്യം പറഞ്ഞ കറക്റ്റ് അല്ലേ സുരാജേട്ടൻ പറഞ്ഞത്? അല്ലേ, യാതൊരു സംശയമില്ല. അയ്യോ, അത് സത്യം പറഞ്ഞത് ഭയങ്കര. ഞാൻ പറഞ്ഞത് വെച്ചാൽ അപ്പോഴാണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത്, ശരിയാണല്ലോ, ഉണ്ടല്ലോ. പിന്നെ സൊറബറയിൽ കൂടി വന്നില്ലെങ്കിൽ പിന്നെ എന്താ കാര്യം? പിന്നെ ഉറപ്പായും. ഞാൻ മാത്രമല്ല, ഇത് കാണുമ്പോഴൊക്കെ നമ്മൾ തന്നെ പറയാറുണ്ട്, നമ്മൾ ഇതിന്റെ പല എക്സെപ്റ്റ്സ് ആണല്ലോ മിക്കവാറും നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും. അതെ അതെ, ഭയങ്കര രസമായിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. താങ്ക് യു സോ മച്ച്. അത് വലിയൊരു ഓണർ തന്നെയാണ്. സ്റ്റാർട്ടിങ് തന്നെ നമുക്ക് നിങ്ങൾ തന്നിരിക്കുന്നത് ഒരു ഭയങ്കര കോൺഫിഡൻസ് ആണ്. എന്തൊക്കെയുണ്ട് മിഥുൻ ചേട്ടാ വിശേഷം? സുഖമായിട്ട് പോകണു. എല്ലാം ഈ പറഞ്ഞ പോലെ ഈ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, ചെയ്തു തന്നെ പോകുന്നുണ്ട്. അല്ല, പക്ഷേ ഞാൻ ചിലപ്പോ ഇങ്ങനെ വീഡിയോസ് കാണുമ്പോൾ ഞാൻ ലക്ഷ്മി ചേച്ചിന്റെ ഒരു കോണ്ടന്റ്സ് എനിക്കും എന്റെ വൈഫിനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ വിചാരിക്കുന്ന ഇപ്പൊ മിഥുൻ ചേട്ടൻ കുറച്ചും കൂടി ഫേമസ് ആയത് സത്യം പറഞ്ഞാല് എനിക്ക് തോന്നുന്നു ഈ കുട്ടികളൊക്കെ വന്നിട്ടേ മിക്കവാറും വന്ന് പറയും, ചേട്ടനെ ഞാൻ യൂട്യൂബ് ഷോർട്സിൽ കാണാറുണ്ട്, ടിക്ടോക്കിൽ കാണാറുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ കാണാറുണ്ടെന്നുള്ളൂ. ഞാൻ പറഞ്ഞ 10-20 വർഷം സിനിമ ചെയ്തിട്ട് ഒന്നുമില്ലാണ്ട് ഇതിലാണ് ആൾക്കാര്. ഇപ്പൊ അഭിനയിക്കൊന്നും വേണ്ട, ഇനിയിപ്പോ ഇത് മതി. അല്ല ലക്ഷ്മി ചേച്ചി, നിങ്ങൾ എങ്ങനെയാണ് ഈ സ്ക്രിപ്റ്റ് കണ്ടുപിടിക്കുന്നത്? സ്ക്രിപ്റ്റ് കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ ഒരു വലിയ കാര്യമൊന്നുമില്ല. ഞാനും ചേട്ടനും കൂടി ഒന്ന് ആലോചിച്ച് എന്തെങ്കിലും ഒരു ത്രെഡ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് വലുതാക്കി അതങ്ങ് ചെയ്യും. പക്ഷെ എന്നാലും ഇങ്ങനെ ആപ്റ്റ് ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ചിലതൊക്കെ ഇൻസ്പയർഡ് ആണ്, മനസ്സിലായില്ലേ? ഈ ഇൻസ്പയർഡ് സാധനം നമുക്ക് നമ്മൾ കാണുന്നില്ല, ഒന്നും വേറെ അല്ല. അതിന്റെ ഏറ്റവും വലിയ കാര്യം അത് മലയാളീകരിക്കുന്നതിലാണ്. ഇപ്പൊ നമുക്ക് ഈ പറഞ്ഞ പല കാര്യങ്ങളും നമുക്ക് ചിലപ്പോൾ പലയിടത്തും കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഇത് നമ്മുടെ കേരളത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഹൗസ് ഹോൾഡിന്റെ രീതിയിലോട്ട് മാറ്റുമ്പോഴാണ് അതിന്റെ സംഭവം. ഏതാണ് നമുക്ക് എല്ലാം റിലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഏതാണ്ട് യൂണിവേഴ്സൽ ആണല്ലോ, ഈ ഭാര്യ ഭർത്താവിന്റെ ഇടയിലുള്ള പ്രശ്നങ്ങളെല്ലാം. ഞാൻ ഈ 2 ദിവസം മുന്നേ സാഫ് ബോയും ഞാൻ ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വണ്ടിയിലിരുന്ന് നിങ്ങളുടെ കാണുമായിരുന്നു, ഇങ്ങനെ ചിരിച്ച് ഒരു രക്ഷയില്ല. എങ്ങനെയെങ്കിലും അത് അതിന്റെ ഒരു നല്ല രസകരമായിട്ട് തന്നെ ചെയ്യുന്നു. വെരി ഗുഡ്. നിങ്ങളായാലും മകളെയും എല്ലാരെയും വെച്ച് ആ ഒരു ഫാമിലിക്ക് ഇരുന്ന് കാണാൻ പറ്റിയൊരു സാധനം തന്നെയാണ്. അപ്പൊ നമുക്ക് ശരിക്കുള്ള കഥയിലേക്ക് കിടക്കാം. നമുക്ക് അറിയേണ്ടത് മിഥുൻ ചേട്ടൻ വീട്ടിൽ ഈ ക്യാമറ ഓഫ് ആവുമ്പോൾ ഇങ്ങനെ തന്നെയാണോ? ഇതിന്റെ അപ്പുറാണ്. ഇത് കുറച്ച് കുറവാണെങ്കിൽ ഡോസ് കുറവാണ് റീൽസിൽ. വീട്ടിൽ ഇങ്ങനെയൊന്നുമല്ല, വീട്ടില് ഇതിന്റെ അപ്പുറാണ്. എന്തൊക്കെയാണ് അതാണ് നമുക്കറിയാം. സത്യം പറഞ്ഞ ഫുൾ ടൈം ഓളിട്ട് ബഹളം ഉണ്ടാക്കി നടന്ന് അത് ചെയ്ത് തട്ടിയിട്ട് പൊട്ടിച്ച സാധനങ്ങൾ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. ഭയങ്കര കെയർഫ്രീ ആണ്, ഒരു രക്ഷയില്ല. നല്ല ഉറക്ക സംസാരിച്ച് ഉറക്ക പാട്ട് പാടി തോന്നുന്ന പാട്ടൊക്കെ പാടി അങ്ങനെയൊക്കെ. അല്ല, വീട്ടിൽ ചെയ്യാൻ പറ്റുള്ളൂ, അത് സത്യമാണ്, വീട്ടിൽ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലും ഒരു ചില സമയത്ത് ആൾക്കാർ വരുമ്പോൾ ഞാൻ പറയാം, ഒന്നും അതൊക്കെ ആൾക്കാർ വന്നു. മോളെ ട്യൂഷൻ പഠിപ്പിക്കാനൊക്കെ ആൾക്കാർ വരികയാണല്ലേ, എന്നെ ഫ്രണ്ട് ഇരുത്തൂല. പിന്നെ ഞാൻ പറയാം അകത്തിരുന്നത് ബെഡ്റൂമിൽ ഇരുന്നാൽ മതി, അവിടെ നിന്ന് ഇറങ്ങരുതെന്ന് പറഞ്ഞു. ടോയ്ലറ്റ് ഉപയോഗിക്കാൻ സംഭവിക്കല്ലോ. ടോയ്ലറ്റിലത്തെ കഥകൾ ഞാൻ പറയണോ? വേണ്ട, 2-3 പറഞ്ഞു. അതുകൊണ്ട് അവിടെ പോലും എല്ലാ അകത്ത് ചെയ്താൽ മതി എന്ന് പറയും. എന്തി പക്ഷെ മിഥുൻ ചേട്ടൻ ഇങ്ങനെ തന്നെ ആയിരുന്നു പണ്ട് ചെറുപ്പം തൊട്ടേ. എന്നുവെച്ചാല് ബേസിക്കലി നമുക്ക് സ്വന്തം അനിയന്റെ തല്ല് ടി വി കൊണ്ടിട്ട ആളാണ്. വളരെ ചെറുപ്പത്തിലിട്ട വളരെ ചെറുപ്പത്തിലുള്ള ഈ വളരെ ചെറുപ്പം എന്ന് വെച്ചാ എനിക്കോണ്ട് എൻ്റെ ഒരു 4-ാമത്തെ വയസ്സിലെങ്ങാണ്ട്, 4-ാമത്തെ വയസ്സ് 2.5-3 വയസ്സ് എങ്ങനെ ആയിരിക്കും. ആ സമയത്ത് നമുക്ക് പണ്ട് ഈ ടെലിവിഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇതുണ്ടാവുമല്ലോ പണ്ട് നമുക്കിങ്ങനെ പൂട്ടിയിടുന്ന ടെലിവിഷനാ, ക്യാബിനറ്റ് ക്യാബിനറ്റാണ്. അപ്പൊ ഈ ക്യാബിനറ്റിന്റെ ഈ ഡോർ ഇങ്ങനെ സൈഡിലോട്ടിരിക്കും. അപ്പൊ നമ്മൾ പിടിച്ച് തൂങ്ങുമല്ലോ, കൊച്ചുകുട്ടിയല്ലേ. ഒരാവശ്യമില്ല, എന്നാലും ഞങ്ങൾ തൂങ്ങും. അപ്പം അനിയനിങ്ങനെ എഴുന്നൊക്കെ നടന്ന് ഇത് ചെയ്ത് വരുന്ന സമയമാണ്. അപ്പൊ ഇതിങ്ങനെ പറഞ്ഞ് നേരെ അനിയന്റെ പുറത്തോട്ട് TV വന്ന് പറഞ്ഞങ്ങ് വീണു. ഞാൻ ഓടിക്കളഞ്ഞു. അനിയനെന്ത് പറ്റിയെന്ന് നോക്കിയില്ല, ഇവര് ഓടിക്കളഞ്ഞ്. ഞാൻ ഓടിക്കളഞ്ഞു. സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള വേണ്ടത്. അപ്പൊ നിങ്ങള് ചെറുപ്പം തൊട്ടേ അങ്ങനത്തെ ഒരു കുസൃതിയും ഒരു ഹൈപ്പർ. ഞാൻ ഇച്ചിരി എന്നുവെച്ചാല് ഇത് ഞാൻ പറഞ്ഞില്ലേ, നമ്മള് സ്റ്റേജ് ചെയ്യുന്ന സമയത്ത് തുടക്കത്തിൽ വരുമ്പോൾ നമ്മൾ വളരെ ലൗഡാണ് എന്നുള്ളത് പലരും പറഞ്ഞിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ കുറച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ അടുത്ത് പറയും, നിങ്ങൾക്ക് എന്തിനാണ് മൈക്ക്, നിങ്ങൾ എന്തിനാ അത്രയും ബഹളത്തിൽ സംസാരിക്കണേ, കുറയ്ക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ തുടക്കത്തിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് തന്നെ തോന്നി, ഞാൻ ഭയങ്കര ലൗഡാണ്, കുറച്ചില്ലേ പണിയാണ്. കാരണം ആൾക്കാർക്ക് അത് അരോചകമായിട്ട് തോന്നുന്നുള്ളത്. കോമഡി ഉത്സവം വേണ്ടി വന്നു, ആ ലൗഡ്നെസ് ആണ് നല്ലത് എന്നുള്ളത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന അവിടെയാണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവില്ല. നമ്മളെല്ലാം വിചാരിക്കുന്നത് നമ്മുടെ മോശം എന്ന് പറയുന്ന പല ഭാഗങ്ങളായിരിക്കും ജനത്തിന് ഇഷ്ടാവുക എന്ന് പറയുന്നത്. അത് നമുക്ക് മനസ്സിലായത് കോമഡി ഉത്സവത്തിലൂടെയാണ്. അല്ല, അതും എനിക്ക് തോന്നി. ബിക്കോസ് നിങ്ങളുടെ ആ സൗണ്ടാണ്, നിങ്ങളുടെ ആ ലൗഡ്നെസ് ആണ് ഞാൻ തോന്നുന്നു പ്രേക്ഷകരുടെ ശ്രദ്ധ നേടിയതും അതേപോലെ അവർ ഇഷ്ടപ്പെടുന്നതും. നിങ്ങൾ അങ്ങനെ ആയില്ലെങ്കിൽ അതിപ്പോ ആൾക്കാർക്ക് ഇഷ്ടമല്ല. ഇപ്പൊ അതാ പറയുക, ഇപ്പൊ ബഹളം വെച്ചാൽ കുഴപ്പമില്ല, പണ്ട് ബഹളം വെച്ചാൽ ആൾക്കാർ ചീത്ത വിളിക്കായിരുന്നു. അല്ല, അതൊരു ആൾക്കാരുടെ ഒരു മൈൻഡ് ശരിക്കും ഒന്ന് കോൺഫിഡൻസ് കൂട്ടുന്ന ഒരു അപ്പ് ചെയ്യുന്ന ഒരു സാധനം തന്നെയാണ്, ഒരു പോസിറ്റീവ് എനർജി കൊടുക്കുക എന്നുള്ളത്. അപ്പം മിഥുൻ ചേട്ടൻ ഇപ്പൊ ഏത് പരിപാടികൾ കണ്ടാലും എനിക്കറിയാം, ഞാൻ കാണാറുണ്ടല്ലോ, ആ ഒരു എനർജി നിങ്ങൾ കൊടുക്കുന്നത് ഹാറ്റ്സ് ഓഫ്. അത് എപ്പോഴും അങ്ങനെ കൺസിസ്റ്റന്റ് ആയി കൊടുക്കുക എന്ന് പറയുന്നത് വലിയൊരു അതിശയം തന്നെയാണ്. അപ്പൊ അത് തന്നെ നിങ്ങൾക്ക് തരുന്നുണ്ടോ, അതൊരു ശല്യമായി മാറുന്നുണ്ടല്ലോ? എനർജി ഇടയ്ക്കിടയ്ക്ക് തരുമ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ മതി എനിക്ക് ഇത്ര എനർജി മതി, എനിക്ക് എനർജി ഒന്നും വേണ്ട. ഈ നമ്മൾ പറയില്ലേ, അതായത് നമ്മള് ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ അടുത്ത് ഇപ്പം ടിൻചേട്ടനൊക്കെ ഇടയ്ക്ക് നമ്മുടെ കൂടെയുള്ള ടിൻചേട്ടനൊക്കെ ഇപ്പം മറ്റേ ആൾക്കാർക്ക് നെഗറ്റീവ് പറയുമ്പോൾ ടിൻചേട്ടൻ തിരിച്ചു പറയും. അപ്പം ഞാൻ ടിൻചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ടിൻചേട്ടാ ഇത് ശരിയല്ല. കാരണം നിങ്ങൾക്ക് ഒരുപാട് പേര് മറ്റേ ഹാർട്ട് ഇട്ടിട്ടുണ്ട്, ലൈക്ക് ഇട്ടിട്ടുണ്ട്, അടിയിൽ ഒരുപാട് നല്ല കമൻസ് ഉണ്ട്. അവർക്കാർക്കും നിങ്ങൾ മറുപടി കൊടുക്കാതെ നിങ്ങൾ ഈ നെഗറ്റീവ് പറഞ്ഞ രണ്ടുപേരടുത്ത് മാത്രം ചീത്ത വിളിച്ചാൽ അപ്പോൾ ബാക്കി ചെയ്തവരൊക്കെ വെറുതെ മണ്ടന്മാരായില്ലേ എന്ന് പറഞ്ഞ് ടിൻചേട്ടൻ പറഞ്ഞു, ശരിയാണ്, ഇതിനെ കറക്റ്റാണ്, ഞാൻ ഇനി അവർക്കേ കൊടുക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇത് ചെയ്തു. ഞാൻ പറഞ്ഞ അതാണ് പോസിറ്റീവിനെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പോസിറ്റിവിറ്റി ഫെയർ എന്ന് ഞാൻ പറയപ്പെടും. ഏതൊരു കാര്യം എടുത്ത് ഇപ്പൊ ഇന്ന് തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇത് ഫുഡ് പോയ്സൺ അടിച്ചിട്ട് പനിയായിട്ട് വന്നേക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്റർവ്യൂ മാറ്റി വെക്കാൻ പറയാം, നമുക്കിന്ന് പോകണ്ട, അവരോട് പറയാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ലില്ല, അവിടെ ക്യാമറ ഓണാക്കി ഞാൻ റെഡി ആക്കിക്കോളും, പ്രശ്നമില്ല. അങ്ങനെയല്ല, അതെന്ന് വെച്ചാല് വേറെ എന്ത് മിസ്സായാലും സൊറവറ മിസ്സാവരുത് എന്നുള്ള. നിങ്ങൾ ഇതിനകത്തൊരു പ്ലാനിങ് ഉണ്ടാവും. പലപ്പോഴും ഇതിനകത്തുള്ള ഏറ്റവും വലിയൊരു കാര്യം നമുക്ക് പറഞ്ഞു മാറ്റാൻ ഭയങ്കര എളുപ്പമാണല്ലോ. പക്ഷേ ഒരു പ്ലാനിങ് ഉണ്ടാവും ഇതിനു വേണ്ടി. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ക്യാമറമാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഡയറക്ടർ ചിലപ്പോൾ അബുദാബിയിൽ നിന്ന് വന്നിട്ടുണ്ടാവും. അപ്പൊ എല്ലാം മാറ്റി വെച്ചായിരിക്കും നിങ്ങൾ നിൽക്കുന്നത്. അപ്പൊ ആ സമയത്ത് നമുക്കൊരു വയ്യായിക എന്ന് പറഞ്ഞിട്ട് നമ്മളിത് ഫുള്ളായിട്ട് മാറ്റി കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് അത് ബുദ്ധിമുട്ട് വരും എന്നുള്ളത് അറിയാം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു വന്ന കാര്യം എന്ന് വെച്ചാൽ, ഈ പോസിറ്റിവിറ്റിയൊക്കെ ഇവിടെ കൊണ്ട് കൊടുക്കുമ്പോൾ ആൾക്കാർ ചീത്ത വിളിക്കാനുള്ള വിളിക്കും, ആൾക്കാർ ഇതിയാവുള്ളത് പറയും. അപ്പൊ അതുകൊണ്ട് ഞാൻ ബാക്കിയുള്ളവരത്തൊക്കെ പോസിറ്റിവിറ്റി ഇൻസ്റ്റിൽ ചെയ്തെങ്കിലും ഇവിടേക്ക് അത് വലുതായിട്ട് വരാറില്ല. മിഥുൻ ചേട്ടാ, നിങ്ങൾ പേടിക്കണ്ട, ഇതെല്ലാം പ്രശ്നം ഒരു വീട്ടിൽ തന്നെ. എല്ലായിടത്തും ഞാൻ പറഞ്ഞത് ഏതാണ്ട് ഈ ഇഷ്യൂസ് എല്ലാം യൂണിവേഴ്സൽ ആണെന്ന് പറഞ്ഞതിന്റെ കാര്യം അതാണ്. അതിൽ യാതൊരു സംശയവും ഇല്ല. ഞങ്ങളും ഈ പോസിറ്റീവ് എനർജി ഒക്കെ പുറത്ത് മാത്രമാണ്. നാട്ടുകാരുടെ അടുത്തൊക്കെ നടക്കും, സ്വന്തം വീട്ടിൽ നടക്കൂല. വീട്ടില് മറ്റേ പറഞ്ഞ ഞാൻ തിരിച്ചു പറഞ്ഞിട്ടേ ഉള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത്. പറയരുത്, എല്ലാം പറയും എന്നുള്ളത്. അങ്ങനെ വിട്ടാൻ പറ്റില്ല, അവരനുഭവിക്കണം. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ പലർക്കും സംസാരിച്ചപ്പോൾ ആ ആറ്റിറ്റ്യൂഡ് ആൾക്കാർക്ക് ഇഷ്ടമാണ്. ബാക്കി നമ്മളൊക്കെ ഒന്ന് റിഫ്രെയിൻ ചെയ്യുമല്ലോ, നമ്മളൊരു പബ്ലിക് സ്പേസിൽ നിൽക്കുമ്പോൾ നമ്മളതിൽ തിരിച്ചു പറയാനായിട്ട്. അങ്ങനെ ഒരു പ്രശ്നമില്ല ലക്ഷ്മിക്ക്, പറയാനുള്ള പറയും. പിടിച്ചേക്കണ്ടല്ലേ ചിക്കനല്ല, എനിക്കത് പറഞ്ഞാൽ മനസ്സമാധാനില്ല. എനിക്കത് പറയണം, അത് തുറന്ന് പറയണം. ഞാൻ ഭയങ്കര ബ്ലണ്ടാണ്, എല്ലാം തുറന്ന് പറയും. മിഥുൻ ചേട്ടൻ ഇപ്പൊ ഇന്ന് ചെറുതായിട്ട് അസ്വസ്ഥതയാണ് വയറിലൊക്കെ. അതുകൊണ്ട് ഹാർഡ് കോർ ഫുഡിയാണ്. നമ്മുടെ ഓപ്പണിംഗ്, നമ്മുടെ പരിപാടിയുടെ ഒരു ചോദ്യം തന്നെ ഇന്ന് എന്താ കഴിച്ചത് എന്നാണ്. ഇന്ന് സത്യം പറഞ്ഞാൽ പക്ഷെ ഇന്നത്തെ ഉച്ചക്കത്തെ ഭക്ഷണം ഗംഭീര. കാരണം എന്ന് വെച്ചാൽ ഇന്ന് വീട്ടിൽ ചിഞ്ചു കഞ്ഞി ഉണ്ടാക്കി. കാരണം എനിക്ക് വയറ് വയ്യാതിരിക്കുന്നതുകൊണ്ട് നല്ല കഞ്ഞി, നല്ല പയറ്, ചമ്മന്തി, ക്യാബേജ് തോരൻ, നെത്തോലി അറിയില്ല, കൊഴുവ നെത്തോലി ഡീപ് ഫ്രൈ ചെയ്തത്, ഇത് ഇത്രയും കപ്പ. സാധാരണഗതിയിൽ വീട്ടിലുള്ളതിനേക്കാൾ നല്ല ഭക്ഷണമായിരുന്നു ഇന്നെന്നുള്ള പറയാൻ. കാരണം ഒന്നാമത് എനിക്ക് വയ്യാതിരിക്കുന്നു എന്നുള്ളതുകൊണ്ട്
പുള്ളിക്കാർ തന്നെ സ്വന്തമായിട്ട് ഫുള്ളായിട്ട് എല്ലാം സെറ്റ് ചെയ്ത് നമുക്ക് വേറൊരാൾ വരുന്നുണ്ട് അവിടെ. പക്ഷേ ഒന്നും ആരെയും അടുപ്പിച്ചിട്ടില്ല. കാരണം ഒന്നും സാധാരണ ദിവസങ്ങളിൽ ഒരു ഹെൽപ്പ് സ്ത്രീ വരും. അപ്പോൾ 36 ഉണ്ടാക്കുന്നതൊക്കെ. അപ്പോൾ ഞാൻ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാറുള്ളൂ. ഇന്നിപ്പോൾ ഞാൻ തന്നെ എല്ലാം ഉണ്ടാക്കി. ഫുള്ളുണ്ടാക്കി. അപ്പോൾ അതുകൊണ്ട് അസലായിട്ട് അച്ചാർ വെച്ചിട്ട് തന്നില്ല, അത്രേ ഉള്ളൂ. കാരണം മറ്റേ വയ്യാത്തതുകൊണ്ട് കഴിക്കേണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ബാക്കിയെല്ലാം വച്ചിട്ട് അസാധ്യ ഭക്ഷണം. പൊടിയരി കഞ്ഞി അതായിരുന്നു. എനിക്കുണ്ട് വയറ്റിളക്കം. ഞാൻ കുറച്ച് പൊതിഞ്ഞു കൊണ്ടുവരായിരുന്നു. ഞാൻ ഇത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാം. അപ്പൊ ഇനി നമുക്ക് ശരിക്കും അറിയേണ്ടത് ചേട്ടാ, നിങ്ങൾ എപ്പോഴാണ് ഈ ഒരു ഡിജിറ്റൽ മീഡിയ, ഇപ്പൊ RJ, VJ എന്നിവയിൽ നിങ്ങൾക്ക് എപ്പോഴാണ് തോന്നിയത് നിങ്ങൾ അതിലേക്ക് വരാനായി എന്നുള്ളത്? നമുക്ക് എല്ലാവർക്കും ഈ കുട്ടിക്കാലത്ത് ഇപ്പം ഞാൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഫെയിം അല്ലെങ്കിൽ നമുക്ക് മീഡിയ എന്ന് പറയണതിൽ നമ്മുടെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഇങ്ങനെയൊന്നും ഉള്ളൊരു ഓപ്ഷനൊന്നും ഇല്ലല്ലോ. നമ്മളെല്ലാവരും സിനിമ എന്നുള്ളതല്ലേ നമ്മൾ പറയുന്നത്. സിനിമ, ടെലിവിഷൻ ഇതാണല്ലോ മാക്സിമം. അന്നും ടെലിവിഷൻ ചാനലുകളുടെ ഒരു അതിപ്രസരം ഇന്നുള്ളതുപോലെ ഇല്ലാതാനും. നമുക്കൊരു ഏഷ്യനെറ്റും ഒരു സൂര്യയും ഒരു കൈരളിയും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്. പിന്നീടാണല്ലോ ഇത്രയധികം ചാനലുകൾ വന്നത്. അപ്പം ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൽ നമുക്ക് തോന്നുക എന്ന് പറഞ്ഞാൽ എങ്ങനെ സിനിമയിൽ കയറാം എന്നുള്ള രീതിയിൽ മാത്രമാണ് ചിന്തിക്കുന്നത്. നമ്മുടെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ മീഡിയ എന്ന് പറയാനായിട്ടേ നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ളതില്ല. സിനിമ എന്ന് മാത്രമല്ലേ ഉള്ളൂ നമുക്ക്, അല്ലെങ്കിൽ മാക്സിമം ആയ ടെലിവിഷൻ. ഇതിനപ്പുറം ഒരു കാര്യത്തിലൂടെ നമുക്ക് ആർക്കും തന്നെ ഒന്നും ഒരു ഐഡിയ ഇല്ല. അപ്പം സിനിമയിൽ കയറണം എന്നൊക്കെയുള്ള ആഗ്രഹം, അതിന് വേണ്ടിയിട്ടുള്ള നടപ്പായിരിക്കുമല്ലോ മിക്കവാറും. പിന്നെയാണല്ലോ മീഡിയയുടെ ഇത്രയും മേഖലകൾ, നമ്മുടെ ചാനലുകളുടെ ഒരു എണ്ണത്തിൽ കൂടുതലൊക്കെ വന്നതിൻ്റെ അത് പിന്നീടാണല്ലോ. അപ്പോൾ അത് കഴിഞ്ഞാണ് നമ്മളൊരു പാത്ത് ഉണ്ടാക്കി പോകുന്നത്. അപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ അഭിനയമായിരുന്നു ആദ്യം. ലൈഫ് ഇസ് ബ്യൂട്ടിഫുള്ളാണ് തുടങ്ങുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ടെലിവിഷൻ വന്ന്, ടെലിവിഷനിൽ ചാനൽ ഷോസ് ചെയ്യാൻ പറ്റി. അന്ന് ലിറ്റിൽ മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ കുട്ടികളുടെ ഷോ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ എല്ലാം കൂടി ചേർന്ന് വരുന്നതാണ്. അപ്പോൾ അതിനിടയ്ക്ക് RJ ആവാനായിട്ട് ഇവിടെ അവസരം കിട്ടി. അപ്പോൾ ഇതെല്ലാം ഉണ്ട്. ആ സമയത്ത് ഡബ്ബിംഗ് ആയിരുന്നു ഏക മാർഗ്ഗം. കാരണം നമുക്ക് വേറെ സിനിമ ഇൻഡസ്ട്രിയിൽ അഡ്രസ്സ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഡബ്ബിംഗ് വെച്ചിട്ടാണ് ആൾക്കാരെ പരിചയപ്പെടുക. അപ്പോൾ അങ്ങനെ ഒരുപാട് ഈ പറയുന്ന പോലെ അതുകൊണ്ടാണ് ഇത്രയും മേഖല വന്നതിൻ്റെയും. ഏത് തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതല്ല, ഉള്ളതെല്ലാം എടുക്കുക എന്നുള്ളതായിരുന്നു ആ സമയത്ത്. പക്ഷേ നിങ്ങൾ തിരഞ്ഞെടുത്ത് ഇപ്പൊ എല്ലാം തിരഞ്ഞെടുത്തല്ലോ. അതാണ് പറഞ്ഞത്. അതും ഈ ഇൻസ്റ്റഗ്രാമിന്റെ സാധനം പറയുകയാണെങ്കിൽ ശരിക്കും കൊറോണ വരെ ചിഞ്ചു എത്രയോ നാൾ മുമ്പ്, ചിഞ്ചു എന്നാണ് ലക്ഷ്മിയെ വീട്ടിൽ വിളിക്കുന്നുണ്ട്, ചിഞ്ചു എത്രയോ നാൾ മുമ്പ് യൂട്യൂബ് ആ സമയത്ത് വ്ളോഗറായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് നമ്മളിത് പറയുമ്പോഴും ഞാൻ വിചാരിച്ചു ഇതെന്താണ്, ഇതൊന്നും ഭയങ്കര സംഭവമില്ല. പക്ഷേ ഇവിടെ ചെയ്യണതിനകത്ത് ഭയങ്കര റീച്ചും ഇതൊക്കെ വന്നു തുടങ്ങി. പക്ഷേ അത് കഴിഞ്ഞാണ് ആ യൂട്യൂബ് ബൂം വന്നത്. ആ സമയമായപ്പം കൊച്ചിൻ്റെ പഠിത്തം കാര്യങ്ങളെന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി അത് നിർത്തുകയും ചെയ്തു. പിന്നീട് ടിക്ടോക്ക് വന്നപ്പോഴാണ് എനിക്ക് തോന്നുന്നു തിരിച്ചു വീണ്ടും കൊറോണ ടൈമിലാണ് നമ്മൾ തിരിച്ച് കൊറോണ ടൈമിൽ നമുക്കും വേറെ ഒന്നും ചെയ്യില്ല. അപ്പം അങ്ങനെയാണ് നമ്മൾ അഭിനയിച്ചു തുടങ്ങി അതിനകത്ത്. ലക്ഷ്മി ചേച്ചി, ഇവിടെ യൂട്യൂബ് ഒരു ഞാൻ തോന്നുന്നു US-ഉം അതേപോലുള്ള ഒരു സമയത്ത് അവിടെ ഭയങ്കര വൈറലായിരുന്നു. പക്ഷെ യൂട്യൂബ് നമ്മൾ മലയാളികളുടെ ഇടയിലൊന്നും അങ്ങനെ വ്യാപകമായിട്ട് എത്തിയിട്ടില്ല. ആ ഒരു സമയത്ത് ഓൾറെഡി ലക്ഷ്മി ചേച്ചി അതിന്റെ പൾസ് മനസ്സിലാക്കിയിട്ട് ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നു. അതെന്താണ് തോന്നാൻ കാരണം? അത് മറ്റേ അവതാർ സിനിമയില് ഈ വ്ളോഗിങ് കൊണ്ട് കാണിക്കുമല്ലോ. അപ്പൊ അതെന്താന്ന് അറിയാൻ വേണ്ടി ഞാൻ പിന്നാലെ പോയിട്ട് ഇങ്ങനെ യൂട്യൂബേഴ്സ് ഉണ്ട്, ഇംഗ്ലീഷിലും ചെയ്യുന്നുണ്ട്, വ്ളോഗിങ് ചെയ്യുന്നുണ്ട് മനസ്സിലാക്കിയിട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ് ഞാൻ. വെറുതെ രസത്തിന് വേറെ പണിയൊന്നും ഇല്ലാണ്ടിരുന്നപ്പോ അന്ന് തന്നെ സ്കൂളിലൊന്നും പോടാന്നില്ല. അപ്പൊ അങ്ങനെ വേറെ പണിയൊന്നും ഇല്ലാണ്ടിരുന്നപ്പോ തുടങ്ങിയതാണ്. പിന്നെ അത് റീച്ച് കിട്ടി, വൈറലായി, പിന്നെ തെനിച്ച കൂട്ടായി, ആൾക്കാരെ ബഹളായി. പക്ഷെ നിങ്ങളൊരു RJ ആയിരുന്നില്ലേ? RJ റിലേറ്റഡ് ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് എപ്പോഴും തോന്നിട്ടുണ്ടായിരുന്നു. അല്ലല്ല, പണ്ടൊരു ലക്ഷ്മി ഉണ്ടായിരുന്നു അവിടെ ഹിറ്റില്. ആ ലക്ഷ്മി അല്ലേ? ചിലപ്പോ അതായിരിക്കും എനിക്ക് എന്റെ ഒരു തോന്നൽ. നിങ്ങൾ എപ്പോഴും ഈ മീഡിയയിൽ പണ്ടേ ഉണ്ടായിരുന്നു. ഞാൻ കലോത്സവങ്ങളിലൊക്കെ പങ്കെടുത്തിരുന്നു ഒരുപാട്. അങ്ങനെ നാട്ടില് സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുക്കുക, കലാതിലകാവ്, അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ സിനിമ, TV, RJ പരിപാടി അതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നിങ്ങൾ എങ്ങനെ കണ്ടുമുട്ടിയത്? അങ്ങനെയാണെങ്കിൽ ഡാൻസ് ചെയ്യുമായിരുന്നു, ഇപ്പൊ ഇത് ചെയ്യുമായിരുന്നു. ഞാൻ പറഞ്ഞ അൻസാർ മോളിൽ വെച്ചിട്ട് ആങ്കർ ചെയ്യാൻ വന്നു. അവിടെ ആദ്യമായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് ആങ്കർ ചെയ്യാൻ പോയതാണ് ഞാൻ. അപ്പൊ അവിടെ വെച്ച് കണ്ടു. പുള്ളിയുടെ എനർജി കണ്ടപ്പോ ഞാൻ എന്റെ അമ്മ എന്താ പൊളി എനർജി എന്നൊക്കെ വിചാരിച്ചു ഞാൻ. പിന്നെ ഞങ്ങൾക്ക് ഒരു മ്യൂച്വൽ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പുള്ളിയുടെ അടുത്ത് പതുക്കെ ഇമെയിൽ റെഡിയൊക്കെ അന്ന് ഇമെയിൽ യാഹൂ മെസ്സഞ്ചറാ. അപ്പോൾ അങ്ങനെ ചോദിച്ച് മനസ്സിലാക്കി. പിന്നെ നമ്മൾ ചാറ്റ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഫോൺ വിളി കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ പെട്ടെന്ന് പിടിച്ച് അമ്മ വീട്ടിൽ പിടിച്ചു കഴിഞ്ഞപ്പോ അതായത് ഞങ്ങളൊക്കെ വിചാരിക്കുന്ന മുമ്പേ കല്യാണം കഴിഞ്ഞു. നമ്മള് കുറച്ച് സമയം കൂടി എടുക്കാന്ന് വിചാരിച്ചു. സമ്മതിച്ചൊന്നുമില്ല, പെട്ടെന്ന് എന്റെ അമ്മ സമ്മതിച്ചില്ല, ഒരു രക്ഷയില്ലായിരുന്നു. പെട്ടെന്നെല്ലാം നടന്നു, എല്ലാം പെട്ടെന്ന്.
അതുകൊണ്ട് നമുക്കൊന്നും വേറെ ചിന്തിക്കാൻ സമയം ഇപ്പൊ 17 വർഷമായില്ലേ? ആ 17 വർഷം 17 വർഷമായി കല്യാണം കഴിഞ്ഞു. 17 അന്നൊന്നും ശരിക്കും പറഞ്ഞാൽ ഫോണിന് മര്യാദക്ക് ഇല്ലെന്ന് തോന്നുന്നു. വാട്സാപ്പ് ഒന്നും ഇല്ലല്ലോ. മെസ്സഞ്ചറാണ് വാട്സാപ്പ് ഇല്ല. എന്റെ ഓർമ്മയിൽ അന്ന് ഫേസ്ബുക്കും ഓർക്കുട്ടിന്റെ ഓർക്കുട്ട് സമയമാണ് തുടങ്ങിയ സമയം. അതെ. അല്ല, ഞാനും അതന്നെ വിചാരിക്കുന്നത്. അന്നൊന്നും ഇല്ല. അതൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ ഡിജിറ്റൽ പ്രേമം നടത്തിയ യെസ്, ഡിജിറ്റൽ അല്ല, ആങ്കർ പ്രേമം. ഇടങ്ങേർ പ്രേമായില്ലേ? അപ്പൊ ചേട്ടാ, നിങ്ങൾ തിരുവനന്തപുരം, ലക്ഷ്മി തൃശ്ശൂര്. അപ്പൊ എങ്ങനെയാണ് രണ്ട് കൾച്ചർ എങ്ങനെ പോകുന്നു? നല്ലതാ, നല്ല വളരെ തൃശ്ശൂരിലെത്തും. അതുകൊണ്ട് പിന്നെ പ്രശ്നം ഞങ്ങളുടെ കോംപ്രമൈസ് തൃശ്ശൂരിലെത്തും. അതുകൊണ്ട് പിന്നെ അതിന്റെ ടെൻഷൻ. ഈ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഞാൻ എപ്പോഴും പറയും, ഈ തൃശ്ശൂർക്കാർക്ക് ഒരു തോന്നലുണ്ട്. എന്ന് വെച്ചാൽ കേരളത്തിലെ ഏറ്റവും നല്ല ആൾക്കാർ അവരാണ്. സത്യല്ലേ? ആ കണ്ട, ഇതേ ഉള്ളൂ ഞാൻ. ഐ റെസ്റ്റ് മൈ കേസ്. അതിനപ്പുറത്തേക്ക് ഒന്നും പറയല്ല. ഇതാണ് എല്ലാ ഞാൻ പറഞ്ഞ. ഇത് ഒരു തൃശ്ശൂർക്കാരിയുടെ ഒന്നല്ല, ഞാൻ ഇതുവരെ പരിചയപ്പെട്ടിട്ടുള്ള ഏതാണ്ട് എല്ലാവരും സാംസ്കാരിക തലസ്ഥാനം, അവരുടെ അത്രയും നല്ല ഭാഷയില്ല ഇത് എന്നുള്ളതാണ് ഏതാണ്ട് എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. ലക്ഷ്മി കുറച്ചത് അങ്ങോട്ട് നോക്കി, ഇനി ഞാൻ ചോദിക്കട്ടെ. ഞാൻ കണ്ണുപൊത്താം ചോദിച്ചോ. തൃശ്ശൂർ ഒഴിച്ച് ഇനി മറ്റ് 13 ജില്ല ചോദിച്ചോട്ടെ. അതിൽ ഒരു നല്ലൊരു നിങ്ങളുടെ ജില്ലയെ കുറിച്ച് 2 വാക്ക് പറയും. തിരുവനന്തപുരം ശരിക്കും ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോഴും നമ്മളിപ്പോൾ ഞാൻ ഇത്തവണ പോയപ്പോഴും ഞാൻ എപ്പോഴും ഇപ്പോൾ പോകുന്നത് കൊച്ചിയാണ്. അപ്പോൾ കൊച്ചിയിലെ ട്രാഫിക്കും കാര്യങ്ങളും ഒക്കെ വെച്ചുമ്പോൾ ട്രിവാൻഡ്രം ഇപ്പോഴും റോഡുകൾ നല്ലതാണ്. ട്രിവാൻഡ്രം കുറച്ചുകൂടി എനിക്ക് തോന്നിയിട്ടുണ്ട്, ഒരു പക്ഷേ മന്ത്രിമാരെല്ലാം അവിടെ ആയതുകൊണ്ട് കൂടിയൊക്കെ ആവാം, കുറച്ചുകൂടി പ്ലാൻ സിറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക് ട്രിവാൻഡ്രം ബാക്കി എല്ലാത്തിനേക്കാളും. പക്ഷേ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടമുള്ള കേരളത്തിലെ നഗരം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരൊറ്റ പേരേ പറയുള്ളൂ, കോഴിക്കോട്. വാവ്, അത് എന്തുകൊണ്ടാണ്? ഭക്ഷണം, ആൾക്കാർ. കുറച്ച് അതിന്റെ ഒരു കോഴിക്കോടിനെ കുറിച്ച്, ആ ഭക്ഷണത്തെ നിങ്ങളുടെ എക്സ്പീരിയൻസ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ കോഴിക്കോട് ഞാൻ മനസ്സിലാക്കി തുടങ്ങി, അല്ലെങ്കിൽ കോഴിക്കോട് നമ്മളെല്ലാവരും പറഞ്ഞു കേട്ട് ഇവിടെ വന്നപ്പോൾ തൊട്ട് ആൾക്കാർ പറഞ്ഞു കേൾക്കുന്നുണ്ടെങ്കിലും ഞാൻ കോഴിക്കോട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് സെവൻസ് എന്ന് പറഞ്ഞ പടം ചെയ്യുന്ന സമയത്താണ്. എന്തൊരു ഫുഡ് കൾച്ചറാണെന്നുള്ളതാണ്. ഫുഡ് കൾച്ചർ എന്നുള്ളത് ഞാൻ പറഞ്ഞില്ല, അവിടുത്തെ ആൾക്കാരുടെ കൾച്ചർ തന്നെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. പക്ഷേ ഈ നമുക്ക് ഏത് സമയത്ത് ചെന്നാലും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന സ്ഥലമാണ് കോഴിക്കോട്. നമുക്ക് രാവിലെ ഇപ്പോൾ നമ്മൾ നടക്കാൻ പോയി, നമ്മൾ ബീച്ചിൽ പോയി എന്ന് വെച്ചു, ബീച്ചിൽ കിട്ടുന്ന ഭക്ഷണം അത് വേറെയാണ്. നമ്മൾ അതേസമയം അവിടുത്തെ ഓരോ റെസ്റ്റോറൻറ്റിൽ പോയാൽ നമ്മൾ മലബാർ ബിരിയാണി എന്ന് പറയുന്നു. ഓരോ റെസ്റ്റോറൻറ്റിലെ ബിരിയാണിക്കും സിഗ്നേച്ചർ ഉണ്ട്. സാഗറിലെ ബിരിയാണി അല്ല പാരഗണിലെ ബിരിയാണി അല്ല ടോപ്പ് ഫോമിലെ ബിരിയാണി അല്ല ബോംബെയിൽ. അപ്പോൾ ഈ പറയുന്നതിൻ്റെ വെറൈറ്റി ഭയങ്കരമാണ്. അതുപോലെ വൈകുന്നേരത്തെ സ്നാക്സ്, നമുക്ക് ആ സ്നാക്സ് എന്ന് പറയുന്നത് നമുക്ക് കേരളത്തിൽ എനിക്ക് അറിഞ്ഞൂടാ വേറെ ഏതെങ്കിലും സ്ഥലത്ത് ഇത്രയധികം സ്നാക്സ് കിട്ടുമോ. തലശ്ശേരിക്കാരനാണ് നിങ്ങളുടെ ഫ്രണ്ടിലുള്ളത്. ശരി, അതും ഈ പറഞ്ഞ പോലെ ഭക്ഷണത്തിൻ്റെ കേന്ദ്രമാണ്. പിന്നെ ഈ വൈകുന്നേരങ്ങളിലാണെങ്കിലും രാത്രിയുള്ള ഭക്ഷണമൊക്കെ ഞാൻ പറയുന്നത് വെച്ചാൽ അത്രയും ഡിഫറൻസിൽ ഭക്ഷണമുള്ളൊരു സ്ഥലം എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ പറയുന്നത് വെച്ചാൽ ഇതൊന്നും വേണ്ടല്ലോ, നമ്മൾ വെറുതെ ഇപ്പം പറയുന്ന ഒരു മിൽക്ക് സർബത്ത് എന്ന് പറയുന്ന സാധനം പോലും നമ്മൾ കോഴിക്കോട് നിന്നല്ലേ ആദ്യം കഴിക്കണേ. ഞാൻ പറയുന്നത് അങ്ങനത്തെ ഒരു കുറേ കാര്യങ്ങൾ പറയാനുണ്ടാവും കോഴിക്കോടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. ഭക്ഷണം മാത്രമല്ല, ഞാൻ പറഞ്ഞു വെച്ചാൽ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഉള്ള നമ്മുടെ നമുക്ക് അവിടെ കിട്ടിയിട്ടുള്ള കൂട്ടുകാരുടെയും ഒക്കെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ പറഞ്ഞു വെച്ചാൽ നമ്മളെല്ലാവർക്കും പലപ്പോഴും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ റിസർവേഷൻസ് ഉണ്ട്. നമ്മൾ ചില സ്വാതന്ത്ര്യങ്ങൾ എടുക്കില്ല, നമുക്ക് ഇതുണ്ട്. എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവിടെ വെച്ച് ഞാൻ പരിചയപ്പെട്ട ഫ്രണ്ട്സൊക്കെ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതിനെ അവിടെ റൂമിൻ്റെ കീ എടുത്തിട്ടുണ്ട് കേട്ടാ, അവിടെ ഉണ്ടാവും കേട്ടാ, നമ്മളെല്ലാം ഉണ്ടാകത്ത് എന്ന് പറയും. ഞാൻ തിരിച്ചു വരുമ്പോൾ ഒരു കൂട്ടം ആൾക്കാർ നമ്മുടെ റൂമിലുണ്ടാവും. ഈ രീതിയിലൊക്കെ ഉള്ള ആൾക്കാർ ഞാൻ എന്താ പറഞ്ഞത്, അത്രയും ആ ഒരു ഹോംലി അറ്റ്മോസ്ഫിയർ. ഇനി ഈ പറയുന്ന നമ്മൾ ഭക്ഷണത്തിൻ്റെ കാര്യം, നമ്മുടെ റെസ്റ്റോറൻറ്റുകളുടെ കാര്യമാണല്ലോ പറഞ്ഞത്, ഇതൊന്നുമല്ല അവിടുത്തെ വീടുകളിൽ പോയുള്ള ടേസ്റ്റ്. ഇത് വേറെയാണ്. അമ്മയിലെ ഫിഷ് ഫ്രൈ നമ്മൾ വിചാരിക്കും ലോകത്തെ ഏറ്റവും നല്ല ഫിഷ് ഫ്രൈ ഇവിടെ കഴിച്ചു. നേരെ അപ്പുറത്ത് നമ്മുടെ വേറെ ഏതെങ്കിലും സുഹൃത്തിൻ്റെ വീട്ടിൽ പോയിട്ട് അവരുടെ അമ്മ ഉണ്ടാക്കുന്ന ഫിഷ് ഫ്രൈ കഴിച്ചാൽ ആ അമ്മയിലെ ഫിഷ് ഫ്രൈ ഒന്നുമില്ല. അതല്ലേ ഞാൻ പറഞ്ഞ അങ്ങനത്തെ ഒരു കൾച്ചറും അല്ലെ അങ്ങനത്തെ ഒരു ഫുഡ് കൾച്ചറും ഉള്ളൊരു സ്ഥലം പറയല്ല. ഫുഡി ആയതുകൊണ്ടായിരിക്കും എനിക്ക് ആ കോഴിക്കോടിനോട് ഇത്രയും ഹോസ്പിറ്റാലിറ്റി അല്ലേ, അമേസിങ് ഹോസ്പിറ്റാലിറ്റി. അത് പൊതുവേ ഒരു മലബാർ ബെൽറ്റിന്റെ ഒരു ആണ്. ഞാൻ പറഞ്ഞപ്പോ കണ്ണൂർ ചെന്നാലും ഒക്കെ ഉണ്ട്. കണ്ണൂര്, മലപ്പുറം. ഞാൻ പറഞ്ഞ കണ്ണൂര് പറയിപ്പിക്കാൻ നോക്കുകയാണ് സത്യം പറഞ്ഞു. ഞാനൊരു കണ്ണൂരുകാരനാണല്ലോ. കണ്ണൂര് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ കണ്ണൂര് പോകുന്നുണ്ട്. മലപ്പുറത്ത് ഇപ്പം ഞാൻ കോട്ടയ്ക്കൽ ഇപ്പം ഞാൻ പറഞ്ഞു VHL മിൽക്ക് നമ്മളാണല്ലോ ആദ്യം മറ്റേ പറഞ്ഞിട്ട് ഇതായത് പോലും. അപ്പോൾ ഞാൻ പറഞ്ഞ വെച്ചാൽ അങ്ങനെയൊക്കെയുള്ള എല്ലാ സ്ഥലങ്ങളും ഉണ്ടെങ്കിലും എന്തുകൊണ്ടോ
ഇപ്പോഴും ചിഞ്ചുവിൻ്റെ അടുത്ത് ബാക്കി നിൽക്കുന്ന കാര്യം എന്തറിയോ, എന്തെങ്കിലും ഒരു ദിവസം അവിടെ കൊണ്ടുപോയി താമസിപ്പിച്ച് എല്ലായിടത്തും കൊണ്ടുപോയി ഭക്ഷണം വാങ്ങിച്ചു അമ്മാസലത്തെ ഫിഷ് ഫ്രൈ എന്നും പറയും, അതിനെ കൊണ്ടുപോയില്ല. ഇതുവരെ പോയില്ല. എന്നെ ഇതുവരെ കൊണ്ടുപോയില്ല. അടിപൊളിയാണ്. പിന്നെ ബാലേട്ടന്റെ ആ ഒരു ആണോ? ദോശയാണ് പുള്ളിയുടെ മറ്റേ ഇഡ്ലി, രാമേശ്വരം ഇഡ്ലി. രാമേശ്വരം ഇഡ്ഡലി പാലക്കാട് പാലക്കാട് ട്രൈ ചെയ്തു. പാലക്കാടാണ് നമ്മൾ പോയി try പാലക്കാട് കഴിച്ചു. അതേപോലെ നമ്മുടെ ടോപ്പ് ഫോമിലെ ഭക്ഷണത്തിന് ബിരിയാണി. ഈ പാലക്കാട് രാമേശ്വരം ഇഡ്ഡലിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഒറ്റപ്പാലത്ത് ഷൂട്ടിങ്ങാ, നമ്മുടെ കുട്ടമ്പിള്ളയുടെ ശിവരാത്രി. അപ്പൊ ഇഡലിക്ക് എത്ര വരും? ഇഡലിക്ക് മാക്സിമം പോയാൽ ഇത്രയും രൂപയല്ലേ വരുള്ളൂ. 1500 രൂപയുടെ കാറ് കൊടുത്തിട്ട് നമ്മൾ പോയത്. ലക്ഷ്മി ചേച്ചി പ്രഷർ കൊണ്ടാണോ? ഇല്ല, ശരിക്കും പറഞ്ഞാൽ നമ്മൾ കഴിക്കാനുള്ള ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സും കൂടിയിട്ട് നമ്മള് നേരെ പോയി, നമ്മള് കാറെടുത്ത് പോയി നേരെ അവിടെ പോയി ഇഡ്ഡലി, അതും എത്തിയപ്പോ തീരെ ദോശയുടെ അത്ര വലിപ്പമുള്ള ഒരു ഇഡ്ഡലി. അതെ 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 തട്ടായിട്ട് അത് സ്റ്റീം ചെയ്യുന്ന രീതി തന്നെ ഒരു ഭയങ്കര രസമാണ്. ഡിഫറെന്റ് ആണ്. അവരുടെ ഒരു തൂക്ക് നിറച്ചു അവർക്ക് ചമ്മന്തി നല്ല രസമായിരുന്നു. അടിപൊളിയാണ്. അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ദുബായിൽ എവിടെയും കിട്ടിയിട്ടുണ്ടോ? അങ്ങനത്തെ ഇല്ലേ? ഇല്ല, ഞാൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ ലിറ്റിൽ ഇഡ്ഡലി ഒരു കുഞ്ഞു കട കേട്ടോ അവിടെ. അപ്പൊ ഞാനതിന്റെ വീഡിയോ ഇട്ടായിരുന്നു. കരാമയില് പോയിട്ട് അവർ അറിഞ്ഞിട്ട് പോലില്ല നമ്മൾ വന്നത്. അവിടെ നമ്മൾ കഴിച്ചതിന് ശേഷമായിരിക്കും അവർ അറിഞ്ഞിട്ടുണ്ടാവും. ഇരിക്കാനൊക്കെ സ്ഥലം കുറവാണ്, പക്ഷെ നല്ല ഇഡ്ഡലി, നല്ല ചമ്മന്തി ഒക്കെ അടിപൊളി. ഞാൻ ട്രൈ ചെയ്തിട്ടില്ല, ഞാൻ ഇത് കഴിഞ്ഞാണ് പോയി അവിടെ ഈ ഗോലിസോട അതും കിട്ടും അവിടെ. അത് നല്ല രസം, നല്ല രസമുള്ളതാണ്. അതൊരു നോസ്റ്റാൾജി കൊണ്ടുവരുന്ന ഒരു സാധനമാണ്. അങ്ങനെയൊക്കെ നിന്ന് ഒരു ഇഡ്ഡലിയൊക്കെ കഴിച്ച് അവിടെ ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന ചെയറിൽ തന്നെ അപ്പുറത്ത് വേറെ ആരുമാണ് ഇരുന്നത്. നമ്മൾ ഈ ടേബിളിൽ ഇരുന്നപ്പോ ഒരേ ടേബിളിൽ വേറെ ഏതോ ആൾക്കാരാണ് അടുത്ത ടേബിളിൽ ഇരിക്കുന്നത്. അത് മലയാളിയല്ലായിരുന്നു, വേറെ ആരുമായിരുന്നു. അദ്ദേഹത്തിന്റെ നാടിനെ പോലും സപ്പോർട്ട് ചെയ്യാതെ കോഴിക്കോടിനെയാണ് പുള്ളി സപ്പോർട്ട് ചെയ്തത്. എന്ന് വെച്ചാൽ ഹോസ്പിറ്റാലിറ്റി, ഫുഡ്, കാര്യം. അപ്പൊ നിങ്ങൾ പറയുന്നത് തൃശ്ശൂരാണ് നമ്പർ 1. തൃശ്ശൂരിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞൊന്നുമില്ല. ആണല്ലോ, സത്യാണല്ലോ. ഞാനെടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ പറയണം പറയണ്ടേ? ഇതല്ലേ സത്യം, പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. സത്യല്ലേ? ഞാനെന്താ പറയാ, തൃശ്ശൂരുകാരനെ പറ, ഞാനെന്താ പറയേണ്ടത്? ഇവിടെ ഒന്നാമത് നമുക്ക് ഈ സ്ഥലത്ത് വെച്ചിട്ട് അത് പറയുന്നതിന് പ്രശ്നമുണ്ട്. ഈ UAE ഏതാണ്ട് ഏറ്റവും കൂടുതലുള്ള തൃശ്ശൂർക്കാരാന്ന് തോന്നുന്നു. അതെയോ? അതെ. ഇവിടുത്തെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാല് ഒരുപാട് തൃശ്ശൂർക്കാരാണ്. നമ്മുടെ യൂസഫ് അലിഖാന്റെ തൊട്ട് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാല് എല്ലാം ഏതാണ്ട് ജ്വല്ലറീസ് എല്ലാം തൃശ്ശൂരുകാരൻ. അപ്പൊ അതുകൊണ്ട് അപ്പൊ അവരുടെ ടെക്നിക്ക് പഠിക്കണം കാശ് ഉണ്ടാക്കാൻ. ഞങ്ങള് വെറുതെ തിന്നും കുടിച്ച് നടക്കുക, അവര് കച്ചവടം ചെയ്ത് നടക്കുകയാണ്. നമ്മളെ ഭക്ഷണം നല്ല ആസ്വദിച്ച് എന്നൊക്കെ പറഞ്ഞ ഞങ്ങളുടെ ശ്രദ്ധ അതിൽ നിന്ന് മാറ്റി കുറച്ച് കച്ചവടത്തിലേക്ക്. പക്ഷെ അടിപൊളി, നല്ലൊരു വിലയിരുത്തലായിരുന്നു കേട്ടോ. അപ്പൊ മിഥുൻ ചേട്ടാ, നിങ്ങള് നമ്മുടെ ഫ്ലവേഴ്സിന്റെ കോമഡി ഉത്സവം എന്ന ഷോയില് നിങ്ങൾ അറിയപ്പെടുന്ന ഒരു ഹഗ് ചെയ്ത് ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങൾ എപ്പോഴും അറിയപ്പെടുന്നത്. അതെങ്ങനെയാണ്? ആ ഒരു പോസിറ്റീവ് എനർജി തന്നെയാണോ നിങ്ങളെ? അല്ല, അതിന്റെ ബേസിക് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോമഡി ഉത്സവം തുടങ്ങുന്ന സമയത്ത് തന്നെ അതിന്റെ ഡയറക്ടറുണ്ട് മിഥിലാജ് പറഞ്ഞൊരു കാര്യം. നമ്മളിതിൽ സാധാരണ എപ്പോഴും ആങ്കർ എന്ന് പറഞ്ഞാൽ കോട്ടിട്ട് വരുമല്ലോ. അപ്പോൾ ഫസ്റ്റ് തിങ് എൻ്റെ അടുത്ത് പറഞ്ഞത്, നമുക്ക് ഇതിനകത്ത് കോട്ടോ കാര്യങ്ങളോ ഇല്ല കേട്ടോ, നമ്മൾ വീട്ടിൽ നിൽക്കുന്ന വേഷത്തിലായിരിക്കും ഇത് ചെയ്യാന്ന് പറഞ്ഞു. നമ്മൾ വളരെ സാധാരണ വേഷമായിരിക്കും ഇതിൽ ചെയ്യുക. അപ്പം ഞാൻ പറഞ്ഞു അത് കൊള്ളാം, നമുക്കത് അങ്ങനെ തന്നെ ചെയ്യാം, കോട്ടിൽ നിന്ന് ഒഴിവായാൽ തന്നെ എനിക്ക് സമാധാനം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇത് ചെയ്തു. അപ്പോൾ പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതിൻ്റെ ഈ ഷോയിൻ്റെ ഒരു ഇൻറ്റിമസി ആയിരിക്കും ഇതിൻ്റെ ഏറ്റവും വലിയ, അതൊരു പുള്ളിയുടെ ഒരു ഇതാണ്, പുള്ളിയുടെ ഒരു വിഷനും കൂടിയാണ്. അപ്പോൾ ബേസിക്കലി നമ്മൾ അവിടെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ആൾക്കാരെല്ലാം പുതിയ ടാലൻസ്. അതായത് അവർ എത്രയും വർഷമായിട്ട് ചിലപ്പോൾ വേറെ പലതും ചെയ്തിട്ടുണ്ടാവും, പക്ഷേ ഇവിടെ നമ്മൾ ആദ്യമായിട്ട് പ്രസൻറ്റ് ചെയ്യുക. അപ്പം നമ്മളിപ്പോൾ ഇവിടെ 2-3 ലൈറ്റും നമ്മൾ 3 ക്യാമറയും വെച്ചിരിക്കുമ്പോൾ നമ്മൾ കോൺഷ്യസ് ആവും പല കാര്യങ്ങളിലും. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഏതാണ്ട് 12 ക്യാമറ ഉണ്ട് അവിടെ. ലൈറ്റുകൾ എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലോർ നിറച്ചും ലൈറ്റുകളുണ്ട്. നടുക്ക് ഞാനും ഈ ആളും മാത്രമായിരിക്കും നിൽക്കുന്നുണ്ടാവുക. ഒരു ഫസ്റ്റ് പെർഫോമറിനെ സംബന്ധിച്ച് അതൊരു ഭയങ്കര പ്രശ്നമാണ്. നമുക്കറിയായിരിക്കുമല്ലോ, നമ്മളൊരു ഏത് സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് നമ്മളൊരു 10 തവണ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് കയറുന്നതിൻ്റെ തന്നെ കാര്യം എന്ന് വെച്ചാൽ അവിടെ വെച്ചിട്ട് ഫോൾട്ട് ആവല്ലേ എന്നുള്ളതാണല്ലോ. അപ്പോൾ ഇതേപോലെ തന്നെയാണ് ഈ വന്ന് നിൽക്കുന്ന ആളിന്. പുള്ളിക്ക് ആകെ നമ്മൾ കൊടുക്കേണ്ട ഒരു കാര്യമുള്ളൂ, എൻകറേജ്മെൻറ്റ്. ധൈര്യമായിട്ടിരിക്കുന്നു പറഞ്ഞാൽ ഒരു പോസിറ്റീവ് എനർജി കൊടുത്താൽ പുള്ളി ബാക്കി പെർഫോം ചെയ്തോളൂ. ഞാൻ ശരിക്കും കണ്ടിട്ടുണ്ട്, അതായത് നമ്മളൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ ശരിക്കും പാടി പറ്റില്ല എന്ന് തോന്നുന്ന ആൾക്കാർ വരെയും അങ്ങ് പാടി പോകാറുണ്ട്. അതൊക്കെ നമുക്ക് ഞാൻ അവിടെ വെച്ച് പറഞ്ഞ കാര്യങ്ങളാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഒരു ഹാർഷ് റിയാലിറ്റി ഓഫ് ലൈഫ് ഉണ്ടല്ലോ. എല്ലാവരും വന്നേക്കുന്നത് അവരുടെ ഏറ്റവും നല്ല ഡ്രസ്സ് ഇട്ട് അവരുടെ ഇതിലാണ് വന്നേക്കുന്നതെന്ന് പറയുമ്പോൾ അവർക്ക് ഇതിനപ്പുറത്തേക്ക് വേറൊരു കാര്യമില്ല. ഇതാണ് അവരുടെ ലൈഫിൽ ഇത് ചെയ്യുന്നത്. അപ്പോൾ കുറേ പേരെ നമുക്ക് കലാകാരന്മാരാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിനകത്തുള്ള ഏറ്റവും വലിയൊരു. അല്ല, അതിൻ്റെ ഏറ്റവും വലിയ ഇപ്പോഴത്തെ ജനറേഷൻ പോലും നമുക്ക് ഡിപ്രഷൻ,
അങ്ങനെയുള്ളൊരു കോൺഫിഡൻസ് ആരുടെത്തെങ്കിലും കിട്ടാൻ വേണ്ടി അങ്ങോട്ട് നമ്മളോട് ചോദിക്കാതെ തന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഇഷ്ടം പോലെ ജനക്കൂട്ടം തന്നെ നമ്മുടെ പ്രവാസി മലയാളി സമൂഹത്തിൽ തന്നെ ഉണ്ട് ഇവിടെ തന്നെ. അപ്പോൾ ഒരു തുണയ എന്ന് പറയുന്നത് അത് ഒരു മാതൃക തന്നെയാണ്. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് എല്ലാവർക്കും ഈ പറയുന്നത് നമ്മൾ ഭയങ്കരമായിട്ട് പേഴ്സണൽ കോണ്ടാക്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണല്ലോ നമ്മൾ പോണേ. നമ്മളൊരു ടച്ച്, സംസാരം, ഇരുന്ന് ഇത് ചെയ്യുന്നതൊക്കെ നമുക്ക് ഏതാണ്. ഇപ്പം നമ്മൾ തന്നെയാണ് ഇപ്പോൾ നമ്മൾ മറ്റേ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും റീൽ അയച്ചാണല്ലോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനെ തന്നെയല്ലേ സത്യം പറഞ്ഞാൽ. ഓഫീസിലിരിക്കുമ്പോൾ ഒരു 10 റീലും കൂടെ ഞാൻ അങ്ങോട്ട് ഒരു 10 റീല്. അപ്പോൾ ഈ റീൽ കമ്മ്യൂണിക്കേഷൻ ആണല്ലോ ഇപ്പോൾ നമ്മുടെ നടക്കുന്നത് പോലും. ശരിക്കും പറഞ്ഞാൽ അതേ പറഞ്ഞേ, ഇത് മുഴുവൻ കണ്ടില്ലെങ്കിലുള്ള വഴക്കാണ് പിന്നെ അടുത്ത് നടക്കുക. ലൈക്ക് ചെയ്തില്ലല്ലോ. സത്യാണ്. ചിലപ്പോ ഞാൻ നോക്കില്ല, അപ്പൊ ഞാൻ അയച്ച റീല് നീ എന്താ കണ്ടിട്ട് റിപ്ലൈ അയക്കാത്തത്. കാരണം ഇത് മറ്റേ ആ സിറ്റുവേഷന് പറ്റിയ സാധനമായിരിക്കേ, സമയം കഴിഞ്ഞു പിന്നെ അതിന്റെ വാല്യൂ പോയില്ലേ, കഴിഞ്ഞു, വാലിഡിറ്റി കഴിഞ്ഞു. അതൊരു പ്രശ്നമുണ്ട് ഇപ്പത്തെ റീൽസിനെ. അപ്പൊ അതുകൊണ്ട് ഞാനത് ഞങ്ങൾ അങ്ങനത്തെ ഒരു മൂഡിലായിരിക്കും അപ്പൊ അയക്കുന്നതാണ്. എന്താ ലക്ഷ്മി ചേച്ചി ഇങ്ങനെയൊക്കെ നമ്മൾ പുള്ളിക്ക് സ്ട്രെസ് ഒക്കെ ആവുമ്പോ അങ്ങനെ കൊണ്ട് കാണുമ്പോൾ റിലേറ്റ് ചെയ്ത് അയക്കുന്നല്ലേ. അപ്പൊ അങ്ങനത്തെ ഒരു നമ്മുടെ എല്ലാ കമ്മ്യൂണിക്കേഷൻ വളരെ ഡിജിറ്റലായി നിൽക്കുന്ന ഒരു കാലഘട്ടത്തില് ഈ പേഴ്സണൽ ടച്ച്, പേഴ്സണൽ ഫീൽ എന്നൊക്കെ പറയുന്ന സാധനത്തിന് ശരിക്കും നമ്മൾ കുറച്ചുകൂടി വാല്യൂ കൊടുക്കേണ്ട ഒരു സമയമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതാണ് ഇപ്പൊ നേരത്തെ സുബിൻ പറഞ്ഞ ഒരു ഭയങ്കര വലിയ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ വന്നു കഴിയുമ്പോൾ നമുക്ക് എങ്ങനെ പോലും വന്ന ഉടനെ ഒരുപാട് സുഹൃത്തുക്കളൊന്നും ഉണ്ടാവില്ല. നമ്മൾ വന്നേക്കുന്ന ഒരു ജോലിയുണ്ട്. പലപ്പോഴും ഈ പറഞ്ഞ പോലെ തന്നെ വിസയിലൊക്കെ വന്നിട്ട് ജോലി അന്വേഷിക്കുന്ന ആൾക്കാർക്ക് ഒരു 3-4 ഇന്റർവ്യൂ കഴിഞ്ഞിട്ടും കോളൊന്നും വന്നില്ലെങ്കിൽ അറിയാതെ തന്നെ അവർക്ക് തോന്നിപ്പോവും, ഞാൻ ചെയ്യണത് ശരിയല്ലേ, ഞാൻ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ മോശമാണ്, എനിക്കിത് കാരണം പിന്നെ ഇനി ഒന്നും നടക്കില്ല എന്നുള്ളത്. പക്ഷെ അങ്ങനെ ചിന്തിച്ചാൽ തീർന്നല്ലോ നമ്മള്. ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഫസ്റ്റ് ജോലി കയറിയ ആൾക്കാർ ഇപ്പോഴും ആ ജോലി ചെയ്യുന്നില്ല. പഠിച്ച സാധനമല്ല ആരും ഇവിടെ ചെയ്യുന്നില്ല. ഈ നാടിന്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഗൾഫ് ഡ്രീം എന്ന് പറയുന്ന സാധനത്തിന്റെ ഏറ്റവും വലിയൊരു കാര്യം ഞാൻ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് പറയാന്ന് വെച്ചാൽ ഒരു ഷോപ്പിൽ നിൽക്കാൻ വന്ന ആള് പിന്നീട് ലോകം അറിയപ്പെടുന്ന യൂസഫ് അലിയായി മാറിയ കഥ കണ്ട സ്ഥലമല്ലേ നമ്മൾ. ഞാൻ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ നിൽക്കാൻ വന്ന ആൾക്കാര് ആ കൺസ്ട്രക്ഷൻ കമ്പനി സ്വന്തമാക്കി, അല്ലെങ്കിൽ ഇവിടെ കൺസ്ട്രക്ഷൻ കമ്പനി ഇട്ട നഗരമാണിത്. അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാൽ ഇവിടെ ഹാർഡ് വർക്കും കാര്യങ്ങളും ചെയ്യാൻ തയ്യാറായിട്ട് വന്നു കഴിഞ്ഞാൽ ജോലിയുണ്ട്. ജോലി നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും, ടൈം എടുക്കും. പക്ഷെ എന്ന് കരുതി മറ്റേ നമ്മള് തകർന്നു പോയാലോ. പറഞ്ഞ ആ തകർച്ചയുടെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സപ്പോർട്ട് സിസ്റ്റം ഇല്ലായ്കയും കൂടിയാണ്. ഒരു വാക്കായിരിക്കാം, ഒരു ഹഗ് ആയിരിക്കാം, ഒരു പോസിറ്റീവ് മെസ്സേജ്. യെസ്, ഒരു ചിലപ്പോ ഈ റീൽസും ആയിരിക്കാം, ചിലപ്പോ ഈ കാണുന്ന റീൽസും ആയിരിക്കാം, എന്ത് വേണേലും ആവാം. പക്ഷെ ഈ പറഞ്ഞ പോലെയാണ്, ഡോണ്ട് ലൂസ് ഹോപ്പ് എന്നുള്ളത് നമ്മൾ വേറൊരാൾ പറയാൻ തന്നെ വേണം, അല്ലാതെ ഒരിക്കലും അവർക്ക് അത് കിട്ടിയെന്ന് വരില്ല. കറക്റ്റ്. അപ്പം ലക്ഷ്മി ചേച്ചി ഈ കോണ്ടന്റ് ക്രിയേഷൻ കല്യാണത്തിന് മുന്നേ എന്തായിരുന്നു? ഡാൻസ് കളിക്കും, കഥാപ്രസംഗം, അങ്ങനത്തെ കഥകളി, ഓട്ടംതുള്ളൽ, അങ്ങനത്തെ ഒക്കെ പരിപാടികളായിരുന്നു. അങ്ങനെ അംബീഷ്യസ് ആയിട്ട് വേറെ കാര്യങ്ങളൊന്നും, ഡാൻസും കാര്യങ്ങളും പഠിച്ച് എന്തെങ്കിലും ജോലി ചെയ്ത് പോകണം, അങ്ങനെയൊക്കെയായിരുന്നു. കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആവണം, അങ്ങനെയൊക്കെ. അങ്ങനെ. പക്ഷെ ഒന്നിലും വർക്കായിട്ട് ജോബ് ഒന്നും ഇല്ല, അനുവദിക്കാത്തതാണോ? എവിടെയും പോയി ജോലി എന്നെ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല, പാവം ഞാൻ. അതെ, കാരണം എന്ന് വെച്ചാല് കല്യാണം കഴിയണത് വരെയും അവിടെ ഇവിടെ ഒരു ബാങ്കില് ഇതുണ്ടായിരുന്നു, ക്രെഡിറ്റ് കാർഡിന്റെ ഇതുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, അത് ഇപ്പൊ സന്തോഷമല്ലേ, നമുക്കൊരു വരുമാനം കൂടി വരുന്നതല്ലേ. അത് കഴിഞ്ഞതിന്റെ അടുത്ത ദിവസം കൊണ്ട് നിർത്തി. കഴിഞ്ഞതിന് മുമ്പ് ഞാൻ നിർത്തി. എന്താ പറഞ്ഞേ അവര്. എന്നിട്ട് അതും ഈ മറ്റേ അവര് കണ്ടോണ്ടിരിക്കാണ്, അവരിപ്പോ പറയും, ചീത്ത വിളിക്കും. അവരാണെങ്കില് ഈ പറഞ്ഞ പോലെയാണ്, ഈ ടീം ലീഡറായിട്ട് ഒരു സ്ത്രീയാണ്. അപ്പൊ അവർക്ക് അവര് തൃശ്ശൂർക്കാരിയാണ്, അവരും കുറച്ചുകൂടി എടുത്ത് പറയാം മേനോനുമാണ്. അപ്പൊ ഇവർക്ക് ഈ മറ്റേ എല്ലാം കറക്റ്റ്. ഞാൻ പറയണെന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങനെ ഇരുന്നിട്ട് ഇപ്പൊ അടുത്ത ആളായിട്ട് അവരോധിക്കാൻ എന്നുള്ള രീതിയിൽ അങ്ങനെ പ്രൊമോഷൻ. അപ്പൊ ആ രീതിയിലാണ് വിചാരിച്ചു വെച്ചേക്കണത്. അത്രയും നല്ല ജോലി ചെയ്യുന്നുണ്ട്, ഇത് ചെയ്യുന്നുണ്ട്. നേരെ ചെന്നിട്ട് അവരുടെ അടുത്ത് പറഞ്ഞേ, കല്യാണം കഴിഞ്ഞാൽ ജോലിക്ക് പോകണമെന്ന് മിഞ്ചേട്ടനും ഫാമിലിയും പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നടന്ന സംഭവം. ഞാനെന്തറിയോ, എനിക്ക് ലീവ് തരില്ല. 2 മാസം അല്ലെങ്കിൽ 2-3 മാസം എനിക്ക് ലീവ് വേണ്ട. എനിക്ക് ഹണിമൂണൊക്കെ പോണ്ടേ, ലീവൊന്നും തരില്ല. പിന്നെ എനിക്ക് മേക്കപ്പ്, ബ്യൂട്ടി പരിപാടിയൊക്കെ ചെയ്യണം, അതൊക്കെ ചെയ്യാൻ, സ്കിൻ കെയർ ചെയ്യണം. ഇതൊന്നും ചെയ്യാൻ പറ്റില്ല ജോലിക്ക് പോയാല്. അപ്പൊ ഞാൻ അതുകൊണ്ട് പറഞ്ഞു, അവർ സമ്മതിക്കില്ല. അവരെന്നെ നോക്കുന്നത് ലോകത്തെ ഏറ്റവും വലിയ ഷോവിനിസ്റ്റ്. അവരോട് പറഞ്ഞു,
ഇപ്പഴേ അമ്മായിയമ്മ ഭർത്താവും പറഞ്ഞ് കേട്ട് നടക്കാൻ പോവാണോ കുട്ടി, എന്താ ഇത് എന്നൊക്കെ പറയണം. അവരെന്നെ കാണുമ്പോ ഇപ്പോഴും പുച്ഛമാണോ അവർക്ക്? ഈ ഷോവനിസ്റ്റ് ആയിട്ടുള്ള മനുഷ്യനാണോ ഈ മിഥുൻ ഇവിടെ വീഡിയോയിലൊക്കെ വന്നിട്ട് ഇങ്ങനെ പ്രസംഗിക്കുന്ന ആളെ അല്ല, പുള്ളി വീട്ടിൻ്റെ ഫുൾ അഴുക്ക ചെറുക്കൻ എങ്ങനെ ജീവിക്കുന്നു പാവൻ ലക്ഷ്മി. ഷോ എന്റെ തലയിലിട്ട് വീട്ടിലടച്ച കിളി. പക്ഷെ എന്തായാലും അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾ എപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു എപ്പോഴും എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, നിങ്ങൾ വീട്ടിൻ്റെ അകത്ത് എങ്ങനെയുള്ള വ്യക്തിയാണ്, ഇതന്നെയാണോ പുറത്ത് കാണിക്കുന്ന ആ വ്യക്തി തന്നെയാണോ? എനിക്ക് അങ്ങനെയുള്ള ആൾക്കാരെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരു എന്താ പറയുക, എത്തിക്കലായി കാര്യങ്ങൾ ചെയ്യുന്നതും ഒരു ജെന്യൂനായിട്ട് കാര്യങ്ങൾ കാണിക്കുന്നതും ഒരു രസമാണ് കാണാൻ. അത് ശരിക്കും കളിയിൽ തന്നെ ചിലപ്പോൾ മനസ്സിലാവും നമുക്ക് ഏകദേശം ഒരു റോനസും. മിഥുൻ ചേട്ടൻ ഇപ്പം എത്ര പടങ്ങളായി, എണ്ണമുണ്ടോ? പടം എനിക്ക് തോന്നുന്നു ഒരു 10-30 പടം ചെയ്തിട്ടുണ്ട്. 30 ആയി കാണും മിക്കവാറും. പടങ്ങൾ എത്രത്തോളം മിഥുൻ ചേട്ടനെ? വളരെ കുറച്ചല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഒന്ന് ഇവിടുത്തെ ലീവ് എടുത്ത് വേണം പോകാനായിട്ട്. പിന്നെ ഇപ്പം ഞാൻ ചെയ്യുന്നത് കൂടുതൽ ഈ അടുപ്പമുള്ള ആൾക്കാരുടെ സിനിമകളായിരിക്കും. അല്ലാതെ നമുക്ക് വേണ്ടിയിട്ടൊരു ക്യാരക്ടറിനായിട്ട് വിളിച്ച് നമ്മളെ കൊണ്ടുവരാനും മാത്രമായിട്ടുള്ള ഒരു സാധനം ഇപ്പം ഇല്ല. മറ്റേത് നേരത്തെ ഇടയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ വിളിക്കുമായിരുന്നു. ഇപ്പം മറ്റേ നമ്മുടെ ഹിറ്റിലെല്ലാവരും കളിയാക്കി പറയും, നല്ല വ്യത്യാസമുള്ള ഇതാണ്, ഒന്ന് വില്ലനാണ് അല്ലെ ചതിയനാണ്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ എല്ലാവരും മറ്റേ ഇത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഡിഫറെന്റ് ക്യാരക്ടറാണ്, പ്രവാസിയാണ്, നല്ല ജോണർ, ഗൾഫിൽ ജോലിയുള്ള ആള്, ഗൾഫിൽ ജോലിയുള്ള കൂട്ടുകാരൻ, ഗൾഫിൽ പോയിട്ട് തിരിച്ചു വന്ന ആള്. ഈ പറയുന്ന അവസാനം അതാണ് മറ്റേ അശ്വന്ത് കോക്ക് പറഞ്ഞില്ലേ, പ്രവാസി സ്റ്റാർ എന്ന് പറഞ്ഞില്ലേ, അതാണ്. അതുകൊണ്ട് സത്യസന്ധമായി പറഞ്ഞാൽ ഞാൻ ഇവിടെ നടന്ന സിനിമകളിൽ വളരെ കുറച്ചേ അഭിനയിച്ചിട്ടുള്ളൂ. അല്ലല്ലോ ഒരുവിധ സിനിമയിലൊക്കെ ഇവിടെ എത്ര പടമുണ്ട്? ഞാൻ ഇപ്പൊ തമറിന്റെ പടത്തിലായിരുന്നു. അതെ, എന്തുകൊണ്ട് തമർജി നിങ്ങൾ വിളിക്കാനത്? തമറിന്റെ അടുത്ത് പറഞ്ഞൊരു പോയിന്റ് എന്താ പറയാ, തമർ മറ്റേ നമ്മുടെ 101 ചോദ്യങ്ങളല്ലേ, അപ്പം ആ സംഭവം കഴിഞ്ഞിട്ട് തമറിന്റെ ഇന്റർവ്യൂ ചെയ്തപ്പോ തമർ പറഞ്ഞു, അപ്പം ഞാൻ പറഞ്ഞു തമർ ഇത് ഒരു ദുബായ് പടമാണെങ്കിലും ഇത് ബേസിക്കലി എവിടെ വേണേ നടക്കാമല്ലോ, കാരണം അതൊരു വീടും അതിന് ചുറ്റുവട്ടവും ഒക്കെ ആയിട്ടില്ലേ എന്ന് പറഞ്ഞ് ഇത് ചെയ്തു. അപ്പം ദുബായ് പടമായിട്ട് ഇത് കൺസീവ് ചെയ്തതിൻ്റെ റീസൺ നമ്മൾ അപ്പോൾ തമർ പറഞ്ഞു, ഞാനത് ദുബായ് പടമായിട്ട് ഒരിക്കലും ഫീൽ ചെയ്യരുത് എന്ന് എനിക്കുണ്ടായിരുന്നു. നമ്മുടെ ഒരു വർക്ക് മേഖല ഇവിടെ ആയതുകൊണ്ട് ചെയ്തതാണ്. അതുകൊണ്ട് നമ്മൾ ആദ്യം ഒരു തീരുമാനം എടുത്ത് മിഥുൻ ചേട്ടൻ അഭിനയിപ്പിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. ഫസ്റ്റ് തീരുമാനം നമ്മുടെ പ്രൊജക്ടിന്റെ അതായിരുന്നു, നോ മിഥുൻ. ആസിഫ് വന്നപ്പോഴും ആസിഫ് പറഞ്ഞു, എടാ നീ അഭിനയിക്കാത്തൊരു പടത്തിന് ഞാൻ ചെയ്യുന്നുണ്ട് ഗൾഫില്. അല്ല, പക്ഷേ ലുക്ക് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ മിഥുൻ ചേട്ടന് അത് നേടിയെടുത്ത ഒരു ഇത് തന്നെയാണ്, യാതൊരു സംശയമൊന്നുമില്ല. ആ ഒരു പേരായാലും പ്രതാപമായാലും ദർ ഇസ് നോൺ ടു റീപ്ലേസ്. ഞാൻ പറഞ്ഞു റീപ്ലേസ് ചെയ്യുന്ന അങ്ങനെയൊന്നുമില്ല, പക്ഷേ പകരം ബട്ട് അഗൈൻ നിങ്ങൾ ആ എനർജിയും നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു ഫീലും അത് പെട്ടെന്നൊന്നും റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. അത് എല്ലാവർക്കും ആവില്ല, അത് ഫേക്ക് ചെയ്യാൻ പറ്റും ആൾക്കാർ, അത് ഉള്ളിൽ നിന്ന് വരേണ്ടത്. പറയുന്നത് വലിയ കാര്യം, നമുക്ക് അത് എപ്പോഴും അങ്ങനല്ലേ, നമ്മളങ്ങനെ വിചാരിച്ചിട്ടില്ല. അല്ല, എന്നാലും നമ്മൾ കാണുന്ന കാര്യമാണല്ലോ, എവിടെ പോയാലും. ഞാൻ പല ഈവെന്റ്സിലും മിഥുൻ ചേട്ടൻ ഇങ്ങനെ അത്ര തിരക്കിൽ പോകണ്ട, എന്നാലും സുബിനെ എന്നൊരു വിളിയുണ്ട്. ആ വിളി തന്നെ ഒരു എനർജറ്റിക് വിളിയാണ്. അത് ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. അതൊരു റെസ്പെക്ട് തന്നെയാണ്. അത് ആരെ കണ്ട, എന്നെ മാത്രമല്ല, അത് വേറെ ആരെ കണ്ടാലും പുള്ളി അങ്ങനെ തന്നെയാണ്. അപ്പം ഈ ഒരു ലോങ്സ്റ്റ് മാരത്തോൺ നിങ്ങളുടെ റേഡിയോയിൽ ചെയ്തിരുന്നു, 84 hours and 15 minutes വിത്ത് RJ സിന്ധു. അതെങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്? അതൊരു ഭയങ്കര വലിയ എക്സ്പീരിയൻസ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗിന്നസ് റെക്കോർഡ് ഇടുക എന്ന് പറയുന്നതൊന്നും ഞാൻ ചിന്തിച്ചിട്ടൊന്നുമില്ല. ശരിക്കും സിന്ധുവിന് വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെ സിന്ധു എന്നെ പുഷ് ചെയ്ത് ചെയ്യിച്ചതാണ്. സത്യം പറഞ്ഞു വീട്ടിൽ പോയിട്ട് ട്രയലൊക്കെ നടത്തി. എല്ലാവരും ഉണ്ട്, ഇവരൊന്നും ഇല്ലേ നടക്കില്ലല്ലോ. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇത്രയും നേരം ഉണർന്നിരിക്കാൻ പറ്റുമോ എന്നുള്ളതല്ലേ ആദ്യം അറിയണ്ടേ. എനിക്കിതിൻ്റെ ഒരു ഫസ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളത് മനസ്സിലായത് US പോയപ്പോഴാണ്. കാരണം അവിടെ നമ്മുടെ ഇവിടുത്തെ രാത്രി പകലും അവിടുത്തെ ഇതുവാണല്ലോ. അപ്പോൾ ഉറങ്ങിയിട്ടില്ലെന്നേ, വളരെ ചുരുക്കം ഉറങ്ങിയിട്ടുള്ളൂ. കാരണം നമ്മുടെ ആ ടൈം ഡിഫറൻസ് ഉള്ളത് കൊണ്ട് ഇത് അപ്പൊ മനസ്സിലായി, ഒരു 3-4 ദിവസം ഉറങ്ങാതിരുന്നാലും വലിയ ടെൻഷൻ വരില്ല എന്നുള്ളത് മനസ്സിലായി. അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും കൂടി ഇപ്പൊ ഈ അവരുടെ വീട്ടിലൊക്കെ പോയി അവിടെ വെച്ചിട്ട് ഈ ഉറങ്ങാതെയൊക്കെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഈ സാധനം ചെയ്യണേ. ഇന്ന് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ എന്തായാലും ഇന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ അന്ന് അതൊരു ഒരുപാട് ഹെൽത്ത് റിസ്ക് ഉള്ള ഒരു സംഭവമാണത്, നമ്മളിങ്ങനെ ഉറങ്ങാണ്ടിരിക്കാന്ന് പറയുമ്പോഴേ. അതെ, ഗിന്നസ് വേൾഡ് റെക്കോർഡ് അതാണ് പറഞ്ഞത്. അതൊരു ഭയങ്കര സംഭവമാണ്. അതൊരു ഇപ്പൊ അതെ ഞാൻ പറഞ്ഞു, ഇപ്പൊ അത് ചിന്തിക്കുമ്പോ എങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചാൽ എനിക്കിപ്പോഴും അറിഞ്ഞൂടാ. അതാണ് ഇപ്പൊ ട്രൈ ചെയ്താൽ എന്താവുന്ന ഒരു പിടുത്തമില്ല. ഇപ്പൊ അടുത്ത നിങ്ങളുടെ ഫ്യൂച്ചർ പ്രൊജക്ട്സ് എന്തെങ്കിലും മൂവീസിൽ വരുന്നുണ്ടോ?
ഇല്ല, ഞാൻ ഇപ്പോൾ 2 പടം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ഇപ്പം നമ്മുടെ ഈ അൽത്താഫ് നായകനായിട്ടുള്ളൊരു പടമുണ്ട്, സതീഷ് എന്ന് പറഞ്ഞിട്ടുള്ള. അതുപോലെ തന്നെ വേറൊരു പടം, അതിന് പേരിട്ടിട്ടില്ല, അതും കൺമിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പടം. ഒരെണ്ണം പകുതി ചെയ്ത് വെച്ചേക്കാണ്, ഇനി ബാക്കി അതിന് സ്കെഡ്യൂൾ വരാനിരിക്കുന്നേ ഉള്ളൂ. അപ്പം അങ്ങനെ 2 പടം കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്, അത് 2 ഇറങ്ങാൻ കിടക്കുന്നു. മിഥുൻ ചേട്ടൻ ഇപ്പം ഒരു റേഡിയോയിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ കോൾസ് വരാം, പലവരെയും പല രീതിയിലും നിങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ടാവും. അങ്ങനെ ഏതെങ്കിലും ഒരു മെമ്മറബിൾ ഒരു കോളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വിഷമം തോന്നിയ ഏതെങ്കിലും ഒരു കോൾ ഉണ്ടായിരുന്നു? നിങ്ങൾ ഇഷ്ടം പോലെ, ഞാൻ പറഞ്ഞ 21 വർഷമായി ഇപ്പോൾ റേഡിയോയിൽ. അപ്പോൾ ഇതിനിടയിൽ ഒരു 1000 കാര്യങ്ങളുണ്ടായിട്ടുണ്ടല്ലോ. ഇപ്പം നമ്മൾ ആംനസ്റ്റി, ഇപ്പോൾ 2ാമത്തെ ആംനസ്റ്റി ഇപ്പം കഴിയും. നമ്മൾ വന്നതിന് ശേഷമുള്ള 2 എനിക്ക് തോന്നുന്നു 3ാമത്തെ, പക്ഷേ 2 ആംനസ്റ്റി നമ്മൾ വളരെ പ്രോമിനൻ്റ് എടുക്കുന്നു. ഇവിടെ വന്ന് അതായത് നമ്മൾ സംസാരിക്കുമ്പോൾ ആംനസ്റ്റിയെ പറ്റി നമ്മൾ ബോധവൽക്കരിച്ച് അവരുടെ നാട്ടിൽ പോകാൻ പറഞ്ഞാൽ പോകാൻ പറ്റില്ലെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അവർ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഗൾഫിൽ നിൽക്കുന്നിടത്തോളം കാലമേ ഉള്ളൂ എൻ്റെ കുടുംബത്തിന് അവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുക, അല്ലെങ്കിൽ കടക്കാർ കയറും, തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു വിലയുണ്ടാവില്ല എന്നുള്ളതാണ്. നമ്മൾ ചില സമയത്തൊക്കെ ഇപ്പം ഞാൻ പറഞ്ഞ വെച്ചാൽ ഇപ്പോഴത്തെ ഗൾഫല്ലല്ലോ, നമ്മൾ കുറച്ച് നാൾ മുമ്പൊക്കെ ഉള്ളൊരു സംഭവത്തിൽ നമുക്ക് ശരിക്കും ഇപ്പം നമുക്ക് ഇപ്പോൾ ലേബർ ക്യാമ്പുകളിലൊന്നും പോയാൽ നമുക്കറിയാം ഇപ്പം പെർഫെക്റ്റായിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. കുറേ നാൾ മുമ്പ് അങ്ങനെ ഇപ്പോൾ സജയിലൊന്നും നമുക്ക് അങ്ങനത്തെ ഒരു ഇത് തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ലേബർ ക്യാമ്പുകളിൽ നമ്മൾ ഇഫ്താർ കൊടുക്കുമ്പോൾ നമ്മൾ അവിടെയാണ് കൊടുത്തിരുന്നത്. ഇന്നിപ്പോൾ അത്ര വലിയൊരു പ്രശ്നമൊന്നുമില്ല, കാരണം എല്ലാ പള്ളികളും ആ രീതിയിൽ ചെയ്യുന്നത് കൊണ്ടും ഒക്കെ ഗവൺമെൻറ് ആ രീതിയിൽ ഇറങ്ങി ചെയ്യുന്നുണ്ട്. അപ്പം ഇത് അവെയർ ആവില്ലല്ലോ, പലപ്പോഴും ഇത് മറച്ചു വെച്ചിട്ടില്ലേ നമ്മൾ അറിയാം. പക്ഷേ ആ സമയത്തൊക്കെ നമുക്ക് കയറി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒന്നുമില്ലാണ്ട് തിരിച്ചു പോകുന്ന ആൾക്കാർക്ക് കാശും കയ്യിൽ കുറച്ച് പ്രോഡക്ട്സും കൊടുത്ത് വിടാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങളുണ്ട്. എന്തിന് അമ്മമാരെ ഇവിടെ കൊണ്ടുവരാൻ നമ്മൾ ഫോർ യു മോം എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. ആ പരിപാടിയിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു ഇത് പറയുകയാണെങ്കിൽ നമുക്കറിയാം, നമുക്കിപ്പോൾ ഇവിടെ ചിലപ്പോൾ കേസും കാര്യങ്ങളൊക്കെ ആയിട്ടും തിരിച്ച് നാട്ടിൽ പോകാൻ പറ്റാതെ ഇവിടെ തന്നെ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. അവർ 7-8 വർഷമായിട്ട് വീട്ടുകാരെ ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ അവരുടെ വീട്ടുകാർ ഇവിടെ കൊണ്ടുവരാൻ കഴിയുക. അപ്പോൾ ഇതിനകത്തൊക്കെ നമ്മളിപ്പോൾ ആലോചിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയുമ്പം പോലും നമുക്ക് ചിലപ്പോൾ പ്രശ്നങ്ങൾ വരാം. പക്ഷേ എന്നിട്ട് പോലും നമുക്ക് അവരെയൊക്കെ കൊണ്ടുവരാൻ കഴിയുന്നതൊക്കെ വലിയ ഭാഗ്യമാണ്. ഇതേപോലുള്ള ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ തിരുമുൽ കാഴ്ച എന്ന് പറഞ്ഞൊരു ഷോ ഉണ്ട്. ഇവിടെ നിന്ന് ഉള്ള സമ്മാനങ്ങൾ ഓണത്തിന് അവിടെ കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ ഒരാൾ വന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കുള്ള വിസയ്ക്ക് വേണ്ടിയിട്ട് എനിക്ക് 2 വള ഊരി തന്നാണ് എൻ്റെ ചേച്ചി എന്നെ കയറ്റി ഇങ്ങോട്ട് വിട്ടത്. ആ വള ഇതുവരെ എനിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല, അത് കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. നമ്മൾ ഈ 2 വളയും കൊണ്ടാണ് അവിടെ പോകുന്നത്. അപ്പോൾ ഈ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു 1000 കഥകൾ പറയാനുണ്ടാവും നമുക്ക് ഇതിനിടയിൽ കണ്ടതും കേട്ടതും സംസാരിച്ചതുമായിട്ട്. പണ്ട് വന്ന സമയത്ത് ആൾക്കാർക്ക് എയർപോർട്ടിൽ പോകാനായിട്ട് ടാക്സി കിട്ടിയില്ലെങ്കിൽ വരെയും വിളിച്ച് മെസ്സേജ് അയച്ചിട്ട് പറയും ഇവിടെ നമ്മൾ വെയിറ്റ് ചെയ്യണത് വരെ വന്നിട്ടില്ല. അപ്പോൾ ആൾക്കാരൊക്കെ പോയി ചെന്ന് പിക്ക് ചെയ്തുകൊണ്ടൊക്കെ പോകും. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് വെച്ചാൽ അത് റേഡിയോ ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്. ഞാൻ കഴിഞ്ഞ ഇതിനൊക്കെ പോയപ്പം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ കേരളത്തിലുള്ളതുപോലെ അല്ല മാധ്യമപ്രവർത്തനം ഇവിടെ മാധ്യമപ്രവർത്തനം കുറച്ചുകൂടി ഒരു പൊതുപ്രവർത്തനമാണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ കോൺസുലേറ്റിലൊരു ഡൗട്ടുണ്ട്, അല്ലെങ്കിൽ ഇവിടുത്തെ ഇപ്പം നമ്മുടെ എംബസിയിലൊരു ഡൗട്ട്, അല്ലെങ്കിൽ പോട്ടെ നമുക്ക് ഇവിടുത്തെ ഒരു നിയമത്തിലൊരു സംശയമുണ്ട്, നിങ്ങൾ ആരുടെ പോയി ചോദിക്കുക? മിക്കവാറും ഇവിടുത്തെ മാധ്യമങ്ങളോടായിരിക്കും നിങ്ങൾ ചോദിക്കുക. ആ ഫസ്ലൂലൊക്കെ വരുന്ന ഏറ്റവും കൂടുതൽ കോളുകളെന്ന് പറയുന്നത് ചിലപ്പം എയർപോർട്ടിൽ നിന്ന് കയറുന്നതിന് മുമ്പ് ഇന്ന സാധനം കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നത് പോലും ചിലപ്പോൾ ഫസ്ലൂനോടായിരിക്കും. ഞാൻ പറഞ്ഞാൽ അങ്ങനെ ഒരു സ്ഥലമാണിത്. കാരണം നമുക്ക് ആക്സസ് ഇല്ലല്ലോ. ഇവിടെ വരുന്ന ഒരു സാധാരണക്കാരന് ഏത് നിയമം അറിയാവുന്നത്? അപ്പോൾ ഇത് നിയമമാണോ ഇത് സത്യമാണോ എന്ന് അറിയുന്നത് എവിടെ നിന്നാണ്? ഇതേ ഉള്ളൂ. ഈ ആക്സസ് എന്ന് പറയുന്നത് ഇവിടെ തന്നെയാണ്, ഈ മാധ്യമക്കാർ തന്നെയാണ്. അതേപോലെ തന്നെ മിഥുൻ ചേട്ടൻ ഇപ്പോൾ ലക്ഷ്മി ചേച്ചി ഇപ്പം എത്ര നാളായി ഇവിടെ UAE? അപ്പൊ നമുക്ക് അറിയേണ്ടത് UAE കുറിച്ച് 2 വാക്കാണ്. UAE അടിപൊളിയല്ലേ, എൻ്റെ സെക്കൻഡ് ഹോം. ഇപ്പൊ ഫസ്റ്റ് ഹോം അല്ലേ, അത്രേ ഉള്ളൂ, തീർന്ന്. പിന്നെ എനിക്ക് UAE ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് നാട്ടിൽ പോയാലും 10 ദിവസമൊക്കെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് തിരിച്ച് ദുബായ് വരണം തന്നെയാണ് ആഗ്രഹം. ചേട്ടാ നിങ്ങളെ എക്സ്പീരിയൻസ് വെച്ചിട്ട് UAE കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ എന്ത് പറയും? പറഞ്ഞാൽ തീരില്ല. കാരണം എന്ന് വെച്ചാൽ ഒന്ന് നമ്മളെല്ലാവരും ഇവിടെ വന്നേക്കുന്നത് നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്താനാണ്, അല്ലേ? വി വാണ്ടഡ് എ ബെറ്റർ ലൈഫ് സ്റ്റൈൽ, ബെറ്റർ ലിവിങ് എന്നുള്ളതാണ്. അതിന് പലപ്പോഴും പല കാര്യങ്ങൾ വേണ്ട എന്ന് വെച്ചിട്ടാണ്, നാട്ടിലത്തെ വേണ്ടാന്ന് വെച്ചിട്ടാണ് നമ്മളിവിടെ വന്നത്. ഈ രാജ്യം നമുക്ക് തരണ സംഭവങ്ങൾ ഒരു രക്ഷയില്ലാത്തതാണ്. ഞാൻ പിന്നെ എവിടെയോ ചെന്നപ്പം എഴുതി വെച്ചിരുന്നൊരു അഡ്വർടൈസ്മെൻറ്റ് ലൈനാണ്, അതായത് വൺസ് യു ആർ ഇൻ ദുബായ് നത്തിങ് ഈസ് ഇനഫ്. അത് സത്യമാണ്.
നമ്മളിപ്പോ നമ്മൾ യാത്രയൊക്കെ ചെയ്തിട്ട് ഫയർ വർക്ക്സ് ഒക്കെ നമ്മള് ഇപ്പൊ ന്യൂ ഇയർ നമുക്ക് എവിടെ പോയാലും നമുക്ക് ഇഷ്ടാവില്ല. ദുബായ് ന്യൂ ഇയർ നമ്മൾ ആഘോഷിച്ചെങ്കിൽ നമുക്ക് എവിടെ പോയാലും നമുക്ക് ഈ ഒരു ഫീല് കിട്ടില്ല. സത്യമല്ലേ? അല്ലെ ഞാൻ പറഞ്ഞ നമ്മൾ ഓരോ സ്ഥലത്തും പോയിട്ട് തിരിച്ചിവിടെ എത്തുമ്പോ എന്തൊരു സന്തോഷം, എന്തൊരു സന്തോഷം. അല്ല, അത് പിന്നെ നമുക്ക് നമ്മുടെ സ്വന്തം വീട്ടിൽ കയറി കഴിഞ്ഞാൽ സന്തോഷം തന്നെയാണ്. പക്ഷേ നമ്മള് ഇപ്പൊ ഞാൻ പറഞ്ഞു നമ്മള് ഇപ്പം വെതർ നമ്മളെ വെച്ച് നോക്കുമ്പോൾ വെതർ ബെറ്റർ ആയിട്ടുള്ള എത്രയോ സ്ഥലങ്ങളുണ്ട്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത്രയും ചൂടാണേലും തണുപ്പാണേലും നമുക്കിവിടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുമ്പോൾ ഒരു സന്തോഷം. ഒരിടത്തും ഈ പറയുന്ന രീതിയിലുള്ളൊരു എനിക്ക് തോന്നുന്നില്ല ഇൻഫ്രാസ്ട്രക്ചർ എക്സ്പാറ്റ്സിന് ഉൾപ്പെടെ കൊടുക്കുന്നത് വളരെ ചുരുക്കം സ്ഥലമേ ഉണ്ടാവുള്ളൂ. അത് മാത്രമല്ല നമ്മുടെ ഈ സെലിബ്രിറ്റീസ് ആയാലും മലയാളി മൂവി ഇൻഡസ്ട്രീന്റെ സകല ആൾക്കാരും ഞാൻ തോന്നുന്നു ഒരു 4-5 തവണ ദുബായിൽ വന്നു പോകും ഇല്ലേ? അതിനേക്കാളും കൂടുതൽ എനിക്ക് അല്ല ഞാൻ പറഞ്ഞ GCCയില് ഇപ്പൊ നമ്മൾ പറയില്ലേ പ്രോക്സിമിറ്റി, അതായത് 3.5 മണിക്കൂറല്ലേ ഉള്ളൂ നമുക്ക് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാനെന്നുള്ളത്. പക്ഷെ 3.5 മണിക്കൂറേ ഉള്ളൂ ഒമാനും, 3.5 മണിക്കൂറേ ഉള്ളൂ ഇവിടെയും നമ്മുടെ ബഹ്റൈനും ഖത്തറും എല്ലാ ഡിസ്റ്റൻസും ഉള്ളൂ. പക്ഷെ എന്തുകൊണ്ട് ദുബായ് എന്ന് ചോദിച്ചാൽ ഇതാണ് നമ്മുടെ കംഫർട്ട് സോൺ. നമുക്കിവിടെ വന്നാൽ എനിക്ക് തോന്നുന്നു ഏതാണ്ട് നാട്ടിൽ നിന്നുള്ള എല്ലാവർക്കും ഇവിടെ വഴികൾ അറിയാം, ഇവിടെ ഭക്ഷണം കിട്ടുന്ന സ്ഥലം അറിയാം. കേരളത്തില് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ട്രാവൽ ചെയ്ത് കഴിക്കണ ഭക്ഷണം മുഴുവൻ കരാമേ കിട്ടും. അതൊരു ഭയങ്കര പോയിന്റ് അല്ലേ? പോയിന്റാണ്, അത് നല്ല അടിപൊളി പോയിന്റാണ്. നമ്മൾ എവിടെയും പോകണ്ട, കറാമ ചെന്നാ എല്ലാ ഭക്ഷണം വണ്ടി എവിടെയെങ്കിലും കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെയുള്ള സാധനം ഉണ്ട് അവിടെ. കറക്റ്റ് പോയിന്റാണ്. അതിനേക്കാളും വലിയൊരു ഫുഡ് ഡെസ്റ്റിനേഷൻ വേറെ ഇല്ല. ഞാൻ ഇന്ന് ഫ്ലൈറ്റിൽ വരുമ്പോൾ എൻ്റെ കൂടെ ഒരു ഓസ്ട്രേലിയയിൽ സെറ്റിലായി അവിടെ സിറ്റിസൺഷിപ്പ് ഒക്കെ കിട്ടിയ ഒരു മലയാളിയായിരുന്നു, ആറന്മുളക്കാരനാണ്. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് ചോദിച്ചു, അപ്പോൾ പുള്ളി പറഞ്ഞു 18-ാം തീയതി വരെ ഞാനിവിടെ ഉണ്ട്, എവിടെയൊക്കെയാണ് ഞാൻ പോകുന്നത്, എൻ്റെ 2ാമത്തെ ട്രിപ്പാണ്, അപ്പോൾ ബുർജ് ഖലീഫയൊക്കെ ഇതാണോ വേർത്താണോ എന്ന് ഞാൻ ഇങ്ങനെ കുറേ സ്ഥലങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് നിങ്ങൾ പോകും, ഗ്ലോബൽ വില്ലേജ് പോകും ഇതാണെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു ഓക്കെ നിങ്ങളുടെ അടുത്ത് ചോദിക്കട്ടെ എവിടെയാണ് ഭക്ഷണം കിട്ടുക? ഞാൻ പറഞ്ഞു പേപ്പർ പേന എടുത്തു. എന്ന് വെച്ചാൽ അത്രയും അയാൾ പറയായിരുന്നു ഞാൻ ഓസ്ട്രേലിയയിൽ ഇനിയിപ്പോ അവിടുത്തെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോയാൽ പോലും എനിക്ക് സങ്കടം തോന്നാറുണ്ട് ഇവിടെ നിന്ന് കഴിച്ചിട്ട് പോകുമ്പോൾ. ബാക്കി എല്ലായിടത്തും പ്രഹസനമല്ലേ? ഫ്രൈഡ് റൈസ് ഒക്കെ പറഞ്ഞിട്ട് ജീരകം കിട്ടുന്നില്ല കഴിച്ചിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു സത്യം. പക്ഷെ ഇവിടുത്തെ ഏറ്റവും ഫേവറേറ്റ് ഭക്ഷണം നിങ്ങൾ ഏതാണ്? ഇവിടെ എനിക്കിവിടെ ബിരിയാണി ഊണ്, നാടൻ ഊണ്. എനിക്ക് പിന്നെ ഷവർമ ഇഷ്ടമാണ്. അത് അന്തർ കഫറ്റേറിയൽ കിട്ടുന്ന ഷവർമ, അന്തർ. അത് നല്ല ഷവർമ. ഏത് അന്തറാണ് അത്? ഞങ്ങളുടെ റംറാമിന്റെ അടുത്തുള്ള 2nd ഡിസംബർ സ്ട്രീറ്റിന് അവിടെയാണ്. പക്ഷേ ചിഞ്ചു പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു സ്ഥലമുണ്ട്. അതായത് അവിടുത്തെ അതിനൊരു പറയണോ? അത് പറയാൻ പറ്റേ കൂടുതലിട്ടിട്ട് തഹീനി കൂടുതലിട്ടിട്ട് നല്ല സ്പൈസി ആയിട്ട് ഓറഞ്ച് സോസ് ഒക്കെ ഇട്ടിട്ടുള്ള ഒരു ഷവർമയാണ്. നല്ല സ്പൈസി ആയിട്ട് എടുക്കും. അത് നല്ല ഗാർലിക് പേസ്റ്റ് കൂടുതലിട്ടിട്ടുള്ളതാണ്. ഭയങ്കര ടേസ്റ്റാണ്. അത് മുളകും കൂട്ടി കഴിച്ചാൽ അടിപൊളിയാണ്. അത് പോയി ട്രൈ ചെയ്യണം. നിങ്ങള് എനിക്ക് ഇന്ന് ഇരുന്നിട്ട് തന്നെ ഇവിടുന്ന് 2 ലൊക്കേഷൻസ് 3 സാധനങ്ങളില്ലേ, ഒന്ന് ഇന്നത്തെ കഞ്ഞിയും പയറും, അതിനും കടയുണ്ടല്ലോ കഞ്ഞിക്കട, പിന്നെ ഇഡ്ഡലി. അല്ല വീട്ടിൽ നിന്ന് കഴിക്കുന്ന ഇന്ന് വീട്ടിൽ നിന്നല്ലേ. ഇപ്പൊ ഞാൻ എന്റെ ഉമ്മയുടെ തലശ്ശേരി ബിരിയാണിന്റെ അത്ര ഒരു തലശ്ശേരി ബിരിയാണി ആവില്ല. വീട്ടില് കല്ലുമക്കായ ഉണ്ടാക്കുമോ? പക്ഷെ ഷാർജയിൽ ഒരു അടിപൊളി കല്ലുമക്കായ സ്പോട്ട് ഉണ്ട്, അടിപൊളിയാണ്. നിങ്ങൾ അരി നിറച്ചല്ലേ വേണ്ടേ? അതൊക്കെ വീട്ടില് മാത്രം. അത് വേറെ ഇല്ല. ഇപ്പൊ അടുത്ത് നമുക്ക് തലശ്ശേരി ശ്രീനാരായണിൽ ഉണ്ടായിരുന്നു, പക്ഷെ അതിപ്പോ പ്രതീക്ഷയിലാ പോയത്. കാരണം എനിക്ക് ഇപ്പോഴും ഓർമ്മ നമ്മുടെ അവിടത്തെ ഒരു സുഹൃത്തുണ്ടായി, സുബിൻ എന്ന് പറഞ്ഞിട്ടൊരു സുബിൻ. അപ്പൊ സുബിൻ എന്ന് പറഞ്ഞ സുഹൃത്ത് അവിടെ കോഴിക്കോടുള്ള പുള്ളിയുടെ വീട്ടിൽ നിന്ന് കഴിക്കണത്. ഇതെന്റെ വീട്ടില് ഞാൻ ക്ഷണിക്കും. നല്ല കല്ലുമ്മക്കായ റോസ്റ്റ്, കല്ലുമ്മക്കായ ഫ്രൈ, കക്കം വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഉമ്മാനെ എന്റെ ഉമ്മ തലശ്ശേരി വരുത്തി. അപ്പൊ വരുത്തിക്കുമ്പോ നിങ്ങൾക്ക് എക്സ്ട്രാ വരുത്തിക്കാൻ മനസ്സിലായി. എന്റെ ഉമ്മ എപ്പോഴും ഉമ്മ നല്ല കല്ലുമ്മക്കായ ചോറും ഉണ്ടാക്കും. ബിരിയാണി അല്ല, ചോറുണ്ടാക്കും. ഞങ്ങള് മട്ട അരി വെച്ചിട്ട് തന്നെ ചോറുണ്ടാക്കും. നമ്മുടെ തേങ്ങ ചോറുണ്ടാക്കി അതേപോലെ
കലുങ്കായ് ചോറ് ഉണ്ടാക്കും. അതിന്റെ റെസിപ്പി ഒക്കെ ഞാൻ ഷെയർ ചെയ്തു. അയ്യോ ഞാൻ ടേസ്റ്റ് അറിയില്ല. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് നല്ലൊരു റൈസ് ഉണ്ട്, ഭയങ്കര സ്വാദാണ്. അങ്ങനെയാണോ ഫുഡ് ചെയ്തത്? ഞാൻ ഉമ്മ കാരണം തന്നെയാണ്. നമ്മള് തലശ്ശേരി കാരണം, ലൈക്ക് തലശ്ശേരി നമുക്ക് വിഭവങ്ങൾ എന്ന് വെച്ചാൽ പറഞ്ഞാൽ തീരും, അത്രയും വിഭവങ്ങളാണ്. അതിപ്പോ നോമ്പ് നമ്മുടെ സീസൺ വരെയാണ്, നോമ്പിന്റെ സീസൺ വരെയാണ്. ആ സീസണിലാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അത് ഉമ്മ കാരണം തന്നെയാണ് ഞാൻ ഒരു ഫുഡ് ചെയ്തത്. അതങ്ങനെ തന്നെയാണ്. ഇനി നമുക്ക് ഫുഡിൽ നിന്ന് മാറി നമുക്ക് ഭക്ഷണം എന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും പറഞ്ഞാൽ തീരാത്തൊരു സബ്ജക്റ്റ് ആണ്, കഴിച്ചാൽ തീരാത്തൊരു ഒരു ഭയങ്കര വലിയ ഗുണമാണ്. അതെ, ഇത് നമ്മൾ പറയുമ്പോൾ ഞാൻ പറഞ്ഞത് വെച്ചാൽ നമ്മള് ജപ്പാനിൽ പോയി സൂഷി കഴിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ടേസ്റ്റ് വേറെ തന്നെയാണ്. പക്ഷേ അതിന്റെ ഏറ്റവും ഓതന്റിക് ക്ലോസ് ടേസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. ഇവിടെ ഉണ്ട്, ഒരു സംശയമില്ല. പക്ഷെ നിങ്ങൾ എല്ലാവരും പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാവരുടെയും ഈ സാധാ സ്ഥലങ്ങളിൽ പോയി കഴിച്ചിട്ടാണ് വിലയിരുത്തുന്നത്. എക്സാക്ട്ലി, അതാണ് പ്രശ്നം. ഇതിന്റെ ഓതന്റിക് സ്ഥലങ്ങളിൽ തന്നെ പോകണം, അല്ലെങ്കിൽ അതിന്റെ ഒരു ഫീൽ കിട്ടൂല. എക്സാക്ട്ലി. കാരണം നമ്മള് ഇപ്പൊ ഞാൻ പറഞ്ഞത് നമുക്കിപ്പോ ഇവിടുത്തെ കുറച്ച് ഞാൻ പറഞ്ഞ ഏർബനൈസ്ഡ് ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ, അത് കുറച്ചുകൂടി ഒരു ഫാസ്റ്റ് ഫുഡ് കൾച്ചറിന്റെ ഭാഗമായിട്ടൊക്കെ വരണതാണ്. അല്ലാതെ ഓതന്റിക് ആയിട്ടുള്ള നമ്മുടെ മറ്റേ ഹണികോംബ് ഹൈഫൈ, അവിടെ സ്വീറ്റ് പൊട്ടറ്റോ ബട്ടർ ഗാർലിക് ഒരു സാധനം കിട്ടും. ത്രീ ഫിൽസ് ഐ ഹേർഡ് ആസ് ബെസ്റ്റ് സുഷി. റീഫ്, അതായത് അവരുടെ റീഫ് കുഷിയാക്കിയുടെ ആ ഇതിനകത്ത് മഷ്റൂം റൈസ്, ട്രഫിൾ റൈസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. അതൊന്ന് കഴിച്ചു നോക്കണം. ക്ലേ പോട്ട് മഷ്റൂം റൈസ്, ഒരു രക്ഷയില്ല സാധനം. അങ്ങനെയുള്ള എക്സ്പ്ലോർ ചെയ്യുന്ന ഫുഡാണ് എനിക്കും ഇഷ്ടം. ഇഫ് ഐ ഹാവ് ഇറ്റ് ഒത്തന്റിക്കലി, അല്ലെങ്കിൽ കഴിക്കാതെ പട്ടിണി നടക്കും. സത്യം അല്ലേ? മറ്റേത് വെറുതെ അതെ, ഇതാണ് സൂഷി. ശരിക്കും ഞാൻ പറഞ്ഞത് ഞാൻ അത്ര പെർട്ടിക്കുലർ അല്ല ഇവിടെ, പക്ഷെ ഭയങ്കര പെർട്ടിക്കുലർ ആണ്. ചെഞ്ചുവിന് നല്ല ഭക്ഷണം ഇല്ലെങ്കിൽ കഴിക്കണ്ടമ്മ. ഇപ്പൊ ഞാൻ പറയാം, നമ്മളിപ്പോ അബുദാബിയിൽ നിന്ന് തിരിച്ചു വരുന്ന വഴി ഞാൻ പറയാം നമുക്ക് ഒരു കാര്യം ചെയ്യാം, പമ്പി കയറി ഒരു സാൻഡ്വിച്ച് അടിക്കാം എന്ന് പറഞ്ഞാൽ വേണ്ട, നമുക്ക് അങ്ങനെയാണെങ്കിൽ അവിടെ പോകുമ്പോൾ സൽക്കാരം ഇറങ്ങിയിട്ട് ഇത് കഴിക്കാം എന്നേ പറയുള്ളൂ. അല്ലാതെ ഈ മറ്റേ കോംപ്രമൈസ് പരിപാടി ഇല്ല പുള്ളിക്കാരി. എനിക്ക് വീട്ടിലുണ്ടാക്കുമ്പോൾ ഇപ്പൊ സാമ്പാറിൽ മല്ലിയിലല്ലെങ്കിൽ ഞാൻ സാമ്പാർ ഉണ്ടാക്കില്ല. സാമ്പാർ ഉണ്ടാക്കുമ്പോൾ അതിന്റെ രീതിയിൽ ഉണ്ടാക്കണം, എല്ലാം അതുപോലെ വേണം. അല്ലാണ്ട് എനിക്ക് സാമ്പാറിൽ ശർക്കര ഇടുമല്ലോ. ഞങ്ങള് മാത്രല്ല എല്ലാവരും ഇടും ശർക്കര. എന്റെ അവിടെ ശർക്കര സാമ്പാറിന്റെ ഇഷ്ടമേ അങ്ങനെയുള്ള മധുരിക്കുന്ന സാമ്പാർ കൊടകില് കർണാടക സൈഡിലാണ്, ഉടുപ്പി അല്ലേ? തൃശ്ശൂര് ഈ ശരിക്കും രണ്ട് തരത്തിൽ സാമ്പാർ ഉണ്ടാക്കും തൃശ്ശൂര്. ഒന്ന് വറുത്തരച്ച സാമ്പാർ, എന്റെ അമ്മക്ക് വറുത്തരച്ച സാമ്പാർ ഉണ്ടാക്കാം. എനിക്ക് പക്ഷെ ഇത്തിരി മധുരമുള്ള ഈ ടൈപ്പ് സാമ്പാർ ഇഷ്ടം, ഹോട്ടലിലൊക്കെ കിട്ടുന്ന ടൈപ്പ്. നിങ്ങൾ എന്തായാലും ഇവിടുത്തെ സാമ്പാർ നിങ്ങൾക്ക് ഇഷ്ടം. വീനസമ്പയിലെ സാമ്പാർ എങ്ങനെയാണ്? അവിടുത്തെ സാമ്പാർ സാമ്പാർ നല്ലതാ, അല്ല എനിക്ക് ഇഷ്ടമാണ് സാമ്പാർ. അല്ലെങ്കിൽ ഞാൻ കൊടുക്കില്ലേ? പക്ഷേ ഈ പറഞ്ഞ പോലെ ഇപ്പോഴും നമ്മൾ അതിന്റെ തർക്കം മാറ്റാൻ പറ്റില്ല. തൃശ്ശൂരുള്ള സാമ്പാറിൽ മാത്രമേ ശർക്കര ഇടുള്ളൂ. അതെ, അത് മാറ്റാൻ പറ്റില്ല. മധുരിക്കോ അത് മതി, വളരെ കുറച്ച്. എനിക്കും ഇഷ്ടമാണ് കേട്ടോ കുറച്ച് മധുരിക്കുന്നത്, ഒരു രസമാണ് അല്ലേ? അപ്പൊ നമ്മള് വീണ്ടും ഫുഡ് നമ്മൾ വിട്ടു പോകുന്നില്ല, തിരിച്ചു മറിച്ച് ഞങ്ങള് രണ്ടുപേരും ഫുഡ് ഭ്രാന്തന്മാരാണ്. അതുകൊണ്ട് തിരിച്ചു മറിച്ച് അങ്ങനെ തന്നെ വരികയാണ്. അപ്പോ മൃദുചേട്ടാ, ഇതൊക്കെ നടക്കുന്ന ഇടയിലാണ് നിങ്ങൾക്കൊരു അതെ, അത് വല്ലാതെ നിങ്ങൾക്ക് എഫക്റ്റ് ചെയ്തിരുന്നു. അതെങ്ങനെയാണ് ശരിക്കും നിങ്ങൾ? അല്ല, അതിന്റെ റീസൺ തണുപ്പാണ് അതിന്റെ മെയിൻ കാരണം എന്നാണ് പറയുന്നത്. പലരും പറയാറുണ്ട് ഒരു ഇയർ ഇൻഫെക്ഷൻ ഒക്കെ വന്നു കഴിഞ്ഞാലാണ്. അതെന്താ കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആ സമയത്ത് അടുപ്പിച്ച് യാത്ര ഉണ്ടായിരുന്നു. ഞാൻ ട്രിവാൻഡ്രത്ത് ഒരു ഷോ ചെയ്തു, അത് കഴിഞ്ഞ് നേരെ അവിടെ നിന്ന് സൗദിയിൽ വന്നു, അല്ല ഷാർജയിൽ വന്നു. അവിടെ നിന്ന് അത് കഴിഞ്ഞിട്ട് എനിക്ക് സൗദിയിൽ ഷോ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് ഇവിടെ ദുബായിൽ വന്നിട്ട് തിരിച്ച് നാട്ടിൽ പോവാണ്. നാട്ടിൽ പോകേണ്ടത് എനിക്ക് ഊട്ടിയിലാണ് പോകേണ്ടത്. അപ്പോൾ അന്ന് ഫലൂഡ നേഷൻ്റെ ഓപ്പണിങ്ങാണ്. അപ്പോൾ അന്ന് അവിടെ നിന്ന് ഈ എത്രയോ ടൈപ്പ് ഫലൂഡ ഉണ്ടല്ലോ അവിടെ, എല്ലാം നമുക്ക് ടേസ്റ്റ് ചെയ്ത് പോകാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ അപ്പോൾ അങ്ങനെ പലതരം ഫലൂഡ കഴിച്ചിട്ടാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത്. പോയിട്ട് നേരെ ചെന്ന് ഇത് കഴിഞ്ഞ് ഇറങ്ങുന്നത് നേരെ ഊട്ടിയിലാണ്. ഊട്ടിയിൽ വെട്ടം ഷൂട്ട് ചെയ്തത് ഊട്ടിയിലാണ്. വെട്ടം ഷൂട്ട് ചെയ്തത് ആ ഹോട്ടലിൽ തന്നെ നമ്മൾ താമസിച്ച മൊണാർക്ക് എന്ന് പറഞ്ഞ ഹോട്ടലിലായിരുന്നു താമസം. അന്ന് അവിടെയായിരുന്നു ഇവൻറ്റ്. അപ്പോൾ പെട്ടെന്ന് മറ്റേ നൊസ്റ്റാൾജി അടിച്ചിട്ട് ഇത് ചെയ്ത് അവിടുത്തെ ആ സ്ഥലത്തൊക്കെ ഞാൻ അത്രയും മറ്റേ ഊട്ടിക്ക് വേണ്ടിയിട്ടുള്ള മറ്റേ ഒന്നും കൊണ്ടുവരില്ല, തണുപ്പുണ്ട്, എന്നാലും ഭയങ്കര വലിയ തണുപ്പില്ല, നമുക്ക് മാനേജബിൾ ആയിട്ടുള്ള. അന്ന് അവിടെ നിന്ന് മറ്റേ തണുത്ത വെള്ളത്തിലൊക്കെ കുളിച്ച് ഒക്കെ ഇറങ്ങിയിട്ട് അന്ന് എനിക്ക് കോയമ്പത്തൂർ നിന്നാണ് ഫ്ലൈറ്റ് കൊച്ചിയിലോട്ട്. പക്ഷെ ആ ഫ്ലൈറ്റ് മിസ്സായി. അപ്പോൾ വണ്ടി ഇരുന്നാണ് അങ്ങ് അറ്റം വരെ പോയത്. അപ്പോൾ ഈ വണ്ടി ഇരുന്ന് അങ്ങ് അറ്റം വരെ പോകുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ
ചെവിയിൽ കാറ്റടിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു, ഈ AC-യുടെ കാറ്റടിച്ചിട്ടാണെന്ന് തോന്നുന്നു. അതാണ് പ്രശ്നമായെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ശരിക്കും ഈ ക്രേനിയൽ നെർവ് ഇങ്ങനെ ചുരുങ്ങുന്നതാണ് ഈ ബെൽസ് പാൽസി എന്ന് പറയുന്ന സംഭവം. അത് ഇപ്പം നിങ്ങൾ ഇപ്പം നമ്മൾ ഈ വീഡിയോ കണ്ട് ചിലപ്പോൾ ഇത് തന്നെ ഈ സെയിം ഇഷ്യൂ അനുഭവിക്കുന്ന ആൾക്കാരുണ്ടാകും ഒരുപാട് പേര്. എനിക്ക് സത്യം പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞ വെച്ചാൽ ചിലപ്പോൾ ഈ പറയുന്ന പോലെ ഈ അസുഖം നമുക്ക് വന്നതുകൊണ്ടും നമുക്കിത് പബ്ലിസൈസ് ചെയ്തതുകൊണ്ട്, അതല്ലെങ്കിൽ ഇതിനെ പറ്റിയിട്ട് നാട്ടുകാർ അറിഞ്ഞത് കൊണ്ടുമുള്ള ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ, ഇത് വന്നു കഴിഞ്ഞാൽ എങ്ങനെയും എൻ്റെ നമ്പർ തപ്പിപ്പിടിച്ച് മിക്കവാറും പല ആൾക്കാരും വിളിക്കാറുണ്ട്. നമുക്ക് ഗൈഡൻസ് കൊടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞ എനിക്ക് ഇതിനെ പറ്റിയിട്ട് വലിയ ആധികാരികമായിട്ട് അറിയില്ല, പക്ഷെ ഞാൻ എൻ്റെ അനുഭവം എനിക്കറിയാലോ, അല്ലെങ്കിൽ എനിക്ക് ആരാണ് ചികിത്സിച്ചത്, എനിക്ക് എന്തായിരുന്നു അതിൻ്റെ ഒരു റിക്കവറി ടൈം. ഇപ്പം ഞാൻ ഇതിൻ്റെ ഒരു കറക്റ്റായിട്ട് ഇപ്പം എൻ്റെ ഫിസിയോതെറാപ്പി ഏറ്റവും കൂടുതൽ ചെയ്തത് ആരാണെന്ന് വെച്ചാൽ ഇവളാണ്. അതായത് ലക്ഷ്മി ഇലക്ട്രോഡ് തെറാപ്പി പഠിച്ചു, അതുകൊണ്ടാണ് എനിക്കൊരു പക്ഷെ പെട്ടെന്ന് റിക്കവറി വന്നതും കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ വളരെ കൃത്യമായിട്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇലക്ട്രോഡ് തെറാപ്പി ഇവിടെ നിന്ന് ഫുള്ളായിട്ട് ഇങ്ങനെ ചെയ്യും. എനിക്ക് ഞാൻ പറഞ്ഞില്ല, അവിടെ ഒരു നമുക്ക് ഈ പറയുന്ന പോലെ ദിലീപേട്ട ഒരു ഡോക്ടറെ അയച്ചു തന്നു, സംഗീത ഡോക്ടർ എന്ന് പറഞ്ഞിട്ട്. ആ ഡോക്ടർ വന്നിട്ട് നോക്കി, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ വെച്ചാൽ എനിക്കിത് ഒരുപാട് ആൾക്കാർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. 1.5 വർഷമായിട്ടൊക്കെ മാറാത്ത ആൾക്കാരുണ്ട്. അത് വേറെ ഒന്നുമില്ല, അത് ശ്രദ്ധിക്കാത്തതുകൊണ്ട്. അത് കണ്ടിന്യൂസ് ആയിട്ട് ഇതിന് ഒരു ഇത് വേണം. നമ്മളിപ്പോൾ സ്റ്റെറോയിഡ് ആണെങ്കിൽ സ്റ്റെറോയിഡ്, അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഇലക്ട്രോഡ് തെറാപ്പി, അല്ലെങ്കിൽ ഈ പറയുന്ന ന്യൂറോ മസ്കുലർ തെറാപ്പിയൊക്കെ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇതൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ ജോലിയുള്ള ആൾക്കാരുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീവ് കഴിയുമല്ലോ. നമ്മൾ എത്ര മെഡിക്കൽ ലീവ് എന്ന് പറഞ്ഞാൽ അവസാനം ജോലി പോകുന്നുള്ള സാഹചര്യം വന്നു കഴിഞ്ഞാൽ പിന്നെ കയറി വരും, പിന്നെ ഉള്ളതുപോലെ പോകാമെന്ന് വിചാരിക്കും. കാരണം ഇതൊരു ലൈഫ് ത്രെറ്റനിങ് സംഭവം അല്ലാത്തത് കൊണ്ട് ഇതുള്ളത് വെച്ചങ്ങ് പോകാമെന്ന് വിചാരിക്കും. അങ്ങനെയൊക്കെയുള്ള കുറേ ആൾക്കാർക്ക് നമുക്ക് സഹായിക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്നല്ല, ലോകത്തിൻ്റെ പല ഭാഗത്തും. ചേട്ടാ ഇതല്ലാതെ ഇപ്പം നിങ്ങൾ ഭയങ്കര വർക്കഹോളിക് ആയിട്ടാണ് എനിക്ക് തോന്നിയത് സത്യം പറഞ്ഞാൽ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ എല്ലാവിടെയും മിഥുൻ ചേട്ടനും എത്തുന്നുണ്ട്. അത് 2 രീതിയിലാണ്. നിങ്ങൾ പാഷനേറ്റ് ആണ്, അറ്റ് ദ സെയിം ടൈം വർക്കഹോളിക് ആവാതെ നിങ്ങൾക്ക് ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ നിങ്ങൾ ഇത് റെസ്റ്റ് ചെയ്യേണ്ട ഒരു സമയമുണ്ട്? റെസ്റ്റ് എടുക്കാറുണ്ട്, ഈ പറയുന്ന പോലല്ല. ഇപ്പം മിക്കവാറും ഈ ഞാൻ എപ്പോഴും ചിഞ്ചുൻ്റെ അടുത്തും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ മീഡിയയുടെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഇതൊരു വിൻഡോ ആണ്. ഈ വിൻഡോയിൽ ഇപ്പം ഞാൻ പറഞ്ഞു വെച്ചാൽ ഇപ്പം ആങ്കറിങ്ങിന് ഇപ്പം നമ്മളെയാണ് ഏറ്റവും കൂടുതൽ വിളിക്കുന്നതെന്നുള്ളത്, അതൊരു വിൻഡോ ആണ്. ഇറ്റ്സ് ആസ് ഗുഡ് ആസ് യുവർ, നമ്മൾ മറ്റേ കഴിഞ്ഞ ഫ്രൈഡേ ഇറങ്ങിയ സിനിമ എന്ന് പറയുന്ന പോലെയാണ്. ഇപ്പം അതിനൊരു വാല്യൂ ഉണ്ട്. ആ വാല്യൂ ഉള്ള സമയത്ത് ഇതുണ്ടാവുള്ളൂ. ഇത് കഴിഞ്ഞാൽ അടുത്ത ആൾ വരും. അടുത്ത ആൾ വരുന്നത് വരെ ആയിരിക്കും നമ്മുടെ ഒരു യാത്രയും. അത് കഴിയുമ്പോൾ നമ്മൾ മാറി അടുത്ത ആളിന് വഴിയൊരുക്കുക തന്നെ വേണം. അതങ്ങനെ തന്നെയാണ്. ആ ഉള്ള സമയം നമ്മൾ മാക്സിമം എൻജോയ് ചെയ്തോളൂ എന്നുള്ളതാണ്. അതിന് യാത്ര ചെയ്യാൻ പറ്റും, അതിന് നമുക്ക് ഈ പറയുന്ന പോലെ പലയിടത്ത് പോയി ഷോ ചെയ്യാൻ പറ്റും, പല രാജ്യക്കാരെ കാണാൻ പറ്റുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് കൂടെ കിട്ടും. അപ്പോൾ ഇത് നമ്മൾ എൻജോയ് ചെയ്ത് പോവുക എന്നുള്ളതാണ് ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ കാര്യം. ഇത് റെസ്റ്റ് എടുക്കാറുണ്ടെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞ് നമ്മളൊരു യാത്രയെങ്കിലും പോകും. ആരാണ് യാത്ര ഡിസൈഡ് ചെയ്തത്? ഡിസൈഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി ആയിരിക്കും ആഗ്രഹം പറയുക എവിടെയാണ് പോകേണ്ടതെന്നുള്ളത്. മിക്കവാറും അല്ലാതെ നമ്മളിപ്പോൾ തീരുമാനിച്ചിട്ടും കാര്യമൊന്നുമില്ല, കാരണം അവിടെ തന്നെ പോകേണ്ടി വരും. കാരണം നിങ്ങൾ ക്യാഷ് അല്ലെങ്കിൽ കാർഡ് മാത്രം കൊടുത്താൽ മതി, ബാക്കിയെല്ലാം ഇവിടെ. ഇല്ല, ഫുൾ പ്ലാനിങ് ഒക്കെ മുൻചേട്ടൻ തന്നെയാ. ഇന്ന ഫസ്റ്റ് ഐറ്റിനറി ഫുൾ കാലത്ത് ഇന്ന സ്ഥലത്ത് ഇവിടെ ഈ റെസ്റ്റോറൻറ്റിൽ പോവാം, മറ്റേത് കാണാൻ പോവാം. എന്നിട്ട് എല്ലാവരും പോലെ ഒരു ടവറിൽ കൊണ്ട് കയറ്റി ഞങ്ങളെ. ഒരു 100-400 സ്റ്റെപ്സും ഉണ്ടാവും ഈ ടവറിൽ കൊണ്ട് കയറ്റി ചെയ്യും. എന്നിട്ട് പറയും കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ഞാൻ പറയും എയർപ്ലെയിനിൽ നിന്ന് കാണുന്നത് അതേപോലെ തന്നെ, എന്താ വ്യത്യാസം എന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ എല്ലാ ടവറിൽ കൊണ്ട് കയറ്റും എല്ലാവരും. എനിക്ക് തനിക്ക് മടുത്തൊരു കാര്യമാണ്. കാണണ്ടേ അവിടുത്തെ ഒരു ഫേമസ് ടവർ ആയിരിക്കും. ഒറ്റയ്ക്ക് പോയി കൂടെ? ഞങ്ങളെ കെട്ടി വിളിച്ചോ, ഞങ്ങൾക്ക് നടന്നാണ് നിങ്ങൾ ചാവാറുടെ നിങ്ങൾക്ക് ഇവിടെ അവസരം വയ്യാണ്ടായിട്ടാണ് തിരിച്ചത്. രക്ഷയില്ല ചേട്ടാ, ഇതാണ് പ്രശ്നം. ഞാൻ പറഞ്ഞത് ഇതാണ്. നമ്മള് മറ്റേ പണ്ട് നമ്മള് ഹണിമൂണിനെ ഇത് ചെയ്തിട്ട് ഹണിമൂണിന് നമ്മൾ പാരീസിലാണ് പോയത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ പാരീസ് ടൂറുമാണ്. അപ്പോൾ എനിക്ക് മറ്റേ ഹിസ്റ്ററി മുഴുവൻ ഒന്ന് കാണണം എന്നൊക്കെ ഉള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ ഇത് ചെയ്തിട്ട് പറഞ്ഞപ്പോൾ നമുക്ക് എല്ലാം കണ്ടേനും. ഇപ്പം ഞാൻ പറഞ്ഞു നെപ്പോളിയൻസ് ടൂബ് കണ്ട് മറ്റേതെല്ലാം കണ്ടു. അപ്പോൾ ബാസ്റ്റിൽ കണ്ടിട്ടില്ല, ബാസ്റ്റിൽ ഒന്ന് കാണണം ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു എന്നാൽ പിന്നെ ഇനി അതായിട്ട് കുറയ്ക്കേണ്ട, പോവാം, അങ്ങോട്ട് പോവാം, അത് കണ്ടിട്ട് പോവാം. ഇന്ന് വൈകുന്നേരം ഫ്ലൈറ്റാണ്, അപ്പോൾ എത്രയും വേഗം പോവാന്ന് പറഞ്ഞിട്ട് നേരെ നമ്മൾ 2 ട്രെയിനൊക്കെ എടുത്ത് ഈ ബാസ്റ്റിന്റെ സ്ഥലത്ത് പോയി. അത് ഈ വൃത്തിയിട്ട മനുഷ്യൻ എന്നോട് സമ്മറാന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ സമ്മർ ഡ്രസ് ഇട്ടിട്ടാണ് പോയത്. തണുപ്പ് സ്ഥലത്തേക്ക് ഒക്ടോബറിൽ. ഞാൻ
പുള്ളി അവിടെ ജീവിക്കുന്ന ആളല്ലോ, പെട്ടെന്ന് അറിയില്ലല്ലോ. നമുക്ക് മനസ്സിലാക്കണ്ടേ? നോക്കിക്കൂടെ? എനിക്കാണെങ്കിൽ ഇത് നോക്കിയിട്ട് മനസ്സിലായില്ല. അപ്പൊ ഞാൻ വെച്ചാ ബാസ്റ്റിക് കഥ പറഞ്ഞിട്ട് പോവാം. ബാസ്റ്റിക് കഥ ഇപ്പൊ കേറിയിട്ട് അപ്പൊ അവിടെ ചെന്ന് നോക്കുമ്പോ ബാസ്റ്റിൽ നടന്ന മറ്റേ സ്ഥലം നോക്കുമ്പോൾ അവിടെ ഒരു പച്ച കളർ തൂണുണ്ട്, ഒരു വലിയ തൂണ്, ഒരു സ്തൂപം ഉണ്ട്. ഞാനിങ്ങനെ കൊണ്ടൊരു ഇതാണല്ലേ മറ്റേ ഇത് മറ്റേ സ്റ്റോമിങ് ഓഫ് ബാസ്റ്റിൽ ഇതൊക്കെ എവിടെയാണ് നടന്നതെന്നുള്ള പറഞ്ഞു. നമ്മളിങ്ങനെ ഈ പച്ചത്തൂണ് കാണാനാണോ നമ്മൾ ട്രെയിനും എടുത്ത് ഇവിടെ വന്നത്? ഞാൻ പറഞ്ഞു മറ്റേ എന്റെ ചരിത്രം. പക്ഷെ തൻവി ഇതുപോലെ തന്നെ അച്ഛന്റെ പോലെ തന്നെ ഹിസ്റ്ററി കാണാനും പഠിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടം മ്യൂസിയംസ് കാണാനും അതിനൊക്കെ. എനിക്ക് അടുത്തൊക്കെ പോയി ഷോപ്പ് ചെയ്ത് ഫുഡ് അടിച്ച്. നിങ്ങളുടെ ഭാഗ്യം, എന്റെ വീട്ടിൽ നേരെ തിരിച്ചാണ്. എന്റെ മകനാണ് അവളെ പോലെ തന്നെയാ. അപ്പൊ ഇനി 2 ഭാര്യമാരാണ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത്. അതല്ലേ പറഞ്ഞത്. നമ്മള് ആംസ്റ്റർഡാം പോകുമ്പോൾ തൻവി ഇപ്പോഴും 2ാമത് പോകുമ്പോഴേ ആൻ ഫ്രാങ്കിന്റെ ഇവിടെ പോകണം എന്ന് പറയും. ചിഞ്ചു പറയുമ്പോ എനിക്ക് ആ പടിയെ കയറാൻ നിങ്ങൾ കണ്ടിട്ട് വന്നു. രസം തന്നെയാണ് ഇങ്ങനെ ട്രാവൽ ഒക്കെ പോകുന്നത്. ഒരു രസമല്ലേ ഫാമിലി ആയിട്ട്? ഒരു ഫാമിലി മാൻ ആവാന്ന് പറയുന്നത് തന്നെ ഈ കാലത്തൊക്കെ എന്താണ് നിങ്ങളുടെ കാഴ്ചപ്പാട് ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ? നമ്മുടെ ഒരു പഴയ കാലഘട്ട കാഴ്ചപ്പാട് മാറേണ്ട ഒരു സാഹചര്യത്തിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഫാമിലി എന്ന് പറയുന്നതിനകത്ത് ഇപ്പോൾ ഉള്ളതിൽ നമുക്ക് എല്ലാവർക്കും ആ ഒരു സ്പേസും കാര്യങ്ങളും ഉണ്ടാവണം എന്നുള്ളതാണ്. ഇപ്പോൾ പലപ്പോഴും എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ മറ്റേ ഒരു തീരുമാനമെടുത്ത് അങ്ങോട്ട് മുന്നോട്ട് പോകാനൊന്നും പറ്റില്ലല്ലോ. നമ്മൾ എല്ലാവർക്കും കൂടി പറ്റുന്ന രീതിയിലുള്ളൊരു സാധനം എടുത്തേ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ അച്ഛൻ തീരുമാനിക്കും, അതിനനുസരിച്ച് പോകുന്നു. ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ യാത്രയുടെ കാര്യം, ഇപ്പം നമ്മൾ പ്ലാനിങ് ചെയ്യും ഇതൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞാൽ ചിഞ്ചു പറഞ്ഞാൽ എനിക്ക് ഒരു സ്ഥലത്ത് പോയാൽ മതി ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെയാണ് തീരുമാനിക്കുക. ഈ പറയുന്ന പോലെ ഇപ്പം തൻവി പറയും ഇല്ല എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞാൽ അവർക്കും കൂടി പറ്റണ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്തേ നമ്മൾ പോകാറുള്ളൂ. അപ്പം അതുണ്ട്, അതെപ്പോഴും നമുക്ക് ഇത് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പം ഈ പ്രൊമോഷണൽ ആയിട്ടുള്ള കുറേ സാധനങ്ങൾ വരുമ്പോഴാണ് ഇപ്പം നമ്മുടെ കയ്യിലല്ല മറ്റേ പ്രൊമോഷന് വേണ്ടിയിട്ട് പോകുന്ന സാധനങ്ങൾ. അല്ല, ബിക്കോസ് നമ്മളിപ്പോൾ ഇതിപ്പം നമ്മുടെ 14ാമത്തെ എപ്പിസോഡാണ് തോന്നല്. ഇത് നമ്മുടെ 14th എപ്പിസോഡാണ്. അപ്പോൾ പല കപ്പിൾ എപ്പിസോഡ്സിലും ഞാൻ മാരേജിനെ റെസ്പെക്റ്റ് ചെയ്യുന്നതും ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ്. എല്ലാവരും വേറൊരു രീതിയിലാണ് മാരേജിനെ കാണുന്നതും പറയുന്നതും. അത് കഴിക്കല്ലേ, ഇല്ലാതെയായിപ്പോവും, നിന്റെ ജീവിതം കൊളാവും. അതിനെക്കുറിച്ച് എന്താണ്? അല്ല, ആദ്യത്തെ കുറച്ചൊരു 7 years ഇതുണ്ടല്ലോ. ആദ്യത്തെ കുറച്ച് സീരിയസ് നമ്മൾ പറയല്ലോ 7 years ഇച്ചെന്ന് പറയും. അത് ഉണ്ട്. നമുക്ക് കുറച്ച് തല്ലുകൂട്ടവും പ്രശ്നങ്ങളൊക്കെ പോവും. അത് കഴിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെട്ടു. പിന്നെ നമ്മൾ അടിപൊളിയാണ്, ലൈഫ് സെറ്റാണ്. അത് നമ്മൾ പരസ്പരം മനസ്സിലാക്കി എല്ലാം നമ്മൾ ആ നെഗറ്റീവ്സും പോസിറ്റീവ്സും എല്ലാം ഒരുപോലെ അക്സെപ്റ്റ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എളുപ്പമായി കാര്യങ്ങൾ. അത് പക്ഷേ ആ ഒരു മെച്യൂരിറ്റിയിൽ എത്തണം. ആ ഒരു 7 years ഗ്യാപ്പ് ഈച്ചുണ്ട്. അത് കഴിയണവരെ കറക്റ്റായിട്ട് പോകും. ചിഞ്ചു പറഞ്ഞത് എന്ന് വെച്ചാൽ ഈ ശരിക്കും പറഞ്ഞാൽ അതാണ് ഈ ഒരു സംഭവം ഭയങ്കര വലിയ പോയിന്റ്. ഈ പലപ്പോഴും ഈ പറയാറില്ലേ, അതായത് ഇപ്പം മാരേജ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ പറയില്ലേ കല്യാണം കഴിക്കാൻ പോണ ആൾക്കാരുടെ അടുത്ത് നമുക്ക് കൊടുക്കാൻ ഒരു ഒറ്റ ഉപദേശമേ ഉള്ളൂ, ഡോണ്ട്. അതെ, എല്ലാവരുടെയും അത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം എല്ലാവരും അങ്ങനെയാണ് പറയാം. പക്ഷെ ഞാൻ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഈ കമ്പാനിയൻഷിപ്പിൻ്റെ ഒരു സംഭവത്തിലോട്ട് ഇത് മാറിക്കഴിയണ സമയത്ത് നമുക്കിതൊരു ഭയങ്കര വലിയൊരു ഇതായിട്ട് മാറും. അത് നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ടൊരാൾ ഞാൻ ബെൽസ് പാൽസി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് നമുക്ക് നമ്മുടെ വൈഫ് അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് ആ ഒരു പാർട്ട്ണർ എന്നുള്ള രീതിയിൽ നിൽക്കുന്നത് നമുക്കൊരു അസുഖം വരുമ്പോഴാണ്. നമുക്ക് ആ അസുഖം വരുന്ന സമയത്ത് നമ്മുടെ കൂടെ നിൽക്കാൻ മിക്കവാറും അവരെ ഉണ്ടാവും. അതെ, നമ്മൾ പറഞ്ഞു കഞ്ഞിയും പയറും മറ്റേ സാധാരണ. എന്നിട്ട് എന്റെ പറയാം മറ്റേ നാട്ടിൽ നിന്ന് പരിയും കൊണ്ട് വന്നോളും. അത് എപ്പോഴും നാട്ടിൽ പോയിട്ട് എന്തെങ്കിലും അസുഖം കൊണ്ടുവരും, എന്നിട്ട് എനിക്കും തനിക്കും തരും എപ്പോഴും. അത് സത്യമാണ്. ഇത് ഏതാണ് നിങ്ങൾ വിവാഹ ജീവിതത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കഴിച്ചാലും മാറൂല ഈ നാട്ടിൽ കൊണ്ടുവരേണ്ട പനി. ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ അത് പറഞ്ഞപ്പോൾ ബിജിഎം നല്ല സ്മൂത്ത് ആയിരുന്നു. ഇത് പറഞ്ഞപ്പോൾ ബിജിഎം ഫുൾ ബിജിഎം മൊത്തം മാറി. പക്ഷെ അങ്ങനെ തന്നെയാണ് ഈ ജീവിതം. അതെ, ഞാനെല്ലാം തുറന്ന് പറയുന്ന ഒരാള് ഒന്നും മുൻചേട്ടൻ പിന്നെ എന്റെ അമ്മയാണ്. അത് എനിക്ക് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ പറയാം. അല്ലാണ്ട് എന്നെ സംബന്ധിച്ചോളം കേട്ടോ, മുൻചേട്ടനാണെന്ന് എനിക്കറിയില്ല. എനിക്ക് വേറെ 2-3 പേരുണ്ട്, എനിക്കറിയായിരുന്നു. അല്ല, വിധുചേട്ടന്റെ ഈ ഒരു
ഞാൻ നിങ്ങൾ ഈ മീഡിയ ലോകത്തോട്ട് വന്ന സമയത്തൊന്നും അധികം പേരൻസ് എക്സെപ്റ്റ്, നിങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു അച്ഛനും അമ്മയും ഇതൊന്നും എക്സെപ്റ്റ് ചെയ്യാത്ത സാധനങ്ങളാണ് ആ സമയത്ത്. അപ്പോൾ അവരുടെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു നിങ്ങളുടെ? എന്ന് വെച്ചാൽ അച്ഛൻ, എനിക്കൊരു 18 വയസ്സുള്ളപ്പോൾ അച്ഛൻ മരിച്ചു. അപ്പോൾ അത് കഴിയുമ്പോൾ എന്താണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ സിനിമ എന്നൊക്കെ പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ ഒരാളും നമ്മളെ സപ്പോർട്ട് ചെയ്യില്ല. പ്രധാനമായും നമ്മൾ മറ്റേ വീട് നോക്കേണ്ട ആളെന്നൊക്കെ ഉള്ള ഇത് മാത്രമല്ല, അച്ഛൻ സർവീസ് ഇരുന്നാൽ മരിച്ചേ, അപ്പോൾ അതിൻ്റെ ഒരു ജോലി എടുക്കേണ്ട സാഹചര്യമുണ്ട് എന്നൊക്കെ പറയുന്ന ഒരുപാട് ബാധ്യതകൾ നമ്മുടെ തലയിൽ വരും. അപ്പോൾ ആ സമയത്ത് എല്ലാവരും നമ്മൾ പഠിക്കാൻ പോട്ടെ, നമ്മളിവിടെ വിടാം, മറ്റേ ഇതിന് വിടാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ലൈനിലായിരിക്കും തീരുമാനങ്ങളൊക്കെ എടുക്കുക. അപ്പോൾ ആ തീരുമാനത്തിൽ നമുക്ക് പോയിട്ടിരിക്കണം, 18 ഉള്ളൂ. പക്ഷേ ഞാൻ 18 തൊട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ആങ്കറിങ് ആണെങ്കിലും ടെലിവിഷൻ ഷോ ആണെങ്കിലും ഞാൻ സ്വന്തമായിട്ട് സീരിയലുകൾ വരെ ചെയ്തിട്ട് ഞാൻ സമ്പാദിക്കുന്നുണ്ടായിരുന്നു ശരിക്കും. അപ്പം അതുകൊണ്ട് എനിക്ക് വലുതായിട്ട് ഉത്തരം പറയേണ്ടി വന്നിട്ടില്ല. ഇവർ തുടക്കത്തിൽ എല്ലാവരും കൺട്രോൾ ചെയ്തെങ്കിലും ഇപ്പം ഞാൻ പറഞ്ഞാൽ, ഇപ്പം ഈ റേഡിയോ പരിപാടിയിലോട്ടൊക്കെ വരുന്നതിൻ്റെ കാരണവും വീട്ടിലെ കൺട്രോൾ തന്നെയാണ്. കാരണം എനിക്ക് സിനിമ ചെയ്ത് നിൽക്കണം എന്നായിരുന്നു നാട്ടിൽ. പക്ഷേ ഈ ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പം പറഞ്ഞാൽ, ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി വന്നിട്ട് നീ ഇങ്ങനെ കളയുന്നത്, അതെന്തായാലും നീ പോയി ചെയ്യണം എന്ന് പറഞ്ഞത് അത് കാരണമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൺഫൈഡ് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് ഏറ്റവും വലിയ ആൾ നമ്മുടെ വൈഫ് തന്നെ ആയിരിക്കും കേട്ടോ. അതിൽ യാതൊരു സംശയമില്ല. നമുക്ക് എല്ലായ്പ്പോഴും അത് അങ്ങനെ തന്നെ ആയിരിക്കും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുക. ഈ ചിഞ്ചു പറഞ്ഞ പോലെ ഈ തുടക്കത്തിലെ ഈ പ്രശ്നം വന്നു എന്ന് കണ്ട് നമ്മളങ്ങ് വിട്ട് കളഞ്ഞാൽ പിന്നെ അതിപ്പോൾ പോവും, നമുക്കങ്ങനെ ഇത് വരുമൊന്നുമില്ല. ഇത് നോർമലല്ലേ. നമ്മൾ 2 ഹൗസ് ഹോൾഡിൽ നിന്ന്, ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, തിരുവനന്തപുരത്ത് നിന്നും തൃശ്ശൂരിൽ നിന്നും വരുന്ന 2 ആൾക്കാർ ഒന്നിച്ച് കൂടി ഒരുമിച്ച് ജീവിതം തുടങ്ങുമ്പോൾ കുടുംബങ്ങൾക്ക് പോലും ചിലപ്പോൾ കറക്റ്റായിട്ട് അതിൻ്റെ ഒരു സിങ്ക് കിട്ടിയെന്ന് വരില്ല. ആ സിങ്ക് നമ്മൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സമയമെടുക്കും. അത് നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുന്ന ഒരു സമയം നമുക്ക് അതിൻ്റെ ഒരു ഇതെന്താണ്. പിന്നെ ചിലയിടത്തൊക്കെ വളരെ ടോക്സിക് ആയിട്ട് ചിലപ്പം ഈ അബ്യൂസും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. അല്ലാത്തടത്ത് നമുക്കറിയാം ഇത് തന്നെയാണ്, 2 ഇൻഡിവിജ്വൽസാണ്. ആ ഇൻഡിവിജ്വൽസിന് ഒന്നിച്ച് പോകാനായിട്ടൊരു സമയം എടുക്കും. അങ്ങനെ തന്നെയാണ്. ഗ്രേറ്റ്. ലക്ഷ്മി ചേച്ചിൻ്റെ ഫാമിലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയാണ് ഉള്ളത്. ഫാമിലിയായിട്ട് നല്ല, ഞാൻ എൻ്റെ അമ്മയായിട്ട് ഭയങ്കര ക്ലോസ് ആണ്. എൻ്റെ സിംഗിൾ മോം അല്ലേ അമ്മ? അതുകൊണ്ട് പിള്ളറാണ് അമ്മ. നാട്ടിൽ തന്നെയാണ്. ഇവിടെ വരാറുണ്ടോ? ഇല്ല, ഇവിടെ ആയിരുന്നു, പിന്നെ നാട്ടിൽ പോയി. മാൾഡീവ്സിലും ശ്രീലങ്കയിലും ഒക്കെ ആയിട്ട് അങ്ങനെ വർക്ക് ചെയ്യായിരുന്നു. ഒരു വീട് നിറഞ്ഞ ചെടിയായിട്ട് അമ്മ ജീവിക്കുന്നുണ്ട്. ചെടിപ്രാന്ത. ചെടി എന്നൊക്കെ പറഞ്ഞ കാട്, ഒരു കാട്, പിന്നെ ഒരു പട്ടിക്കുട്ടി ഉണ്ട്, പിന്നെ കുറെ മീനുണ്ട്, കോയി ഫിഷ് ഉണ്ട്, പിന്നെ കുറെ ഫിഞ്ചസ് ഉണ്ട്, ഇങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരാളാണ് അമ്മ. അടിപൊളി. നല്ല രസകരമായിട്ട് പോകുന്ന ഇതിന് നമ്മുടെ കോണ്ടന്റ് ഹെഡിന് ഒരു ചോദ്യം അവൻ അയച്ചു തന്നിട്ടുണ്ട്, നിങ്ങളോട് ചോദിക്കുന്നുള്ള. അവൻ ഭയങ്കര ഒരു മൂവി ഫ്രീക്കാണ്. അപ്പം അവൻ അയച്ചൊരു ചോദ്യമാണ്, നമ്മൾ മൂവിയിൽ നിങ്ങൾ ഡബ്ബിങ് തിരിച്ച് ആയിരുന്നു ഡബ് ചെയ്തത്. ഒന്ന് ജിഷ്ണു രാഘവൻ്റെ നിങ്ങൾ ഡബ് ചെയ്തു, അതേപോലെ ജിസ് ജോയ് നിങ്ങളെ ഇതിനു വേണ്ടി ഡബ് ചെയ്തു. അത് നടക്കാൻ കാരണം എന്താണ്? അതിൻ്റെ ബാക്കിലുള്ള കഥ എന്താ സംഭവം എന്ന് വെച്ചാൽ, കമൽ സാർ എന്നെ ആദ്യം പരിചയപ്പെടുന്നത് ഞാൻ ഗ്രാമഫോൺ നമ്മളിന് ശേഷം ഇറങ്ങിയ പടമാണെങ്കിലും ഗ്രാമഫോൺ അതിന് മുമ്പേ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കുന്ന പടമായിരുന്നു. അപ്പോൾ ഗ്രാമഫോണിൽ 2 ക്യാരക്ടേഴ്സ് ഡബ് ചെയ്തിട്ടുണ്ട്. ഒന്ന് പീയൂഷ് സോണി എന്ന് പറയുന്ന റാപ്പ് സിംഗറിന് വേണ്ടി ഡബ് ചെയ്തിട്ടുണ്ട്. ഒരു പോപ്പ് സിംഗറുണ്ട് പീയൂഷ് സോണി എന്ന് പറഞ്ഞിട്ട്. 2 അതിനകത്തൊരു ഇസ്രായേലി ക്യാരക്ടർ ഉണ്ടായിരുന്നു. ആ 2 ക്യാരക്ടേഴ്സിന് ഞാനാണ് ഡബ് ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ ആ സമയത്ത് ഡബ്ബിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നെ ചിത്രാഞ്ജലിയിലും നവോദയയിലും ഒക്കെ അന്ന് ഡബ്ബിങ്ങിന് വിളിക്കുന്നത് വെച്ചാൽ ഇംഗ്ലീഷ് ഡബ്ബിംഗ് ഉണ്ടെങ്കിൽ എന്നെ വിളിക്കും. അപ്പം ഞാനുണ്ട്, നമ്മുടെ ക്രിസ്സൊക്കെ ഉണ്ട്, നമ്മളൊക്കെയാണ് ഇത് ചെയ്യുക. അപ്പം അങ്ങനെ ചുമ്മാ നമുക്ക് മറ്റേ ഫേക്ക് ആക്സെൻ്റേ ഉള്ളൂ, ഒറിജിനൽ ആക്സെൻ്റ് ഇല്ല, എന്നാലും മറ്റേ ആക്സെൻ്റ് ഇട്ട് സംസാരിക്കാനൊക്കെ ആയിട്ട് വിളിച്ചിട്ട് കൊണ്ടുപോയി അവിടെ നിന്ന് ഇത് ചെയ്തപ്പം കമൽ സാറ് ഫസ്റ്റ് തന്നെ മറ്റേ ഇസ്രായേലി ക്യാരക്ടർ ഡബ് ചെയ്യാനാണ് വിളിച്ച് കേട്ട് കഴിഞ്ഞപ്പോൾ സാറിൻ്റെ അടുത്ത് ഇതിന് അതും കൂടി ഒന്ന് ചെയ്തു നോക്കുമെന്ന് ചോദിച്ചിട്ട് അങ്ങനെ പീയൂഷ് സോണിയും ഞാനാണ് ഡബ് ചെയ്തത്. അപ്പോൾ 2 ടോണിൽ ഞാൻ ഡബ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇത് കഴിഞ്ഞപ്പം കമൽ സാർ അങ്ങനെയാണ് എനിക്ക് നമ്മളിലോട്ട് ചാൻസ് തരുന്നത്. അപ്പോൾ ഞാൻ ഡബ്ബിങ് കഴിഞ്ഞ് സാർ ഭയങ്കര ഇമ്പ്രസ്ഡ് ആയിരുന്നുണ്ട്. അപ്പോൾ ഞാൻ സാറിൻ്റെ അടുത്ത് പോയി പറഞ്ഞു, സാർ എനിക്ക് അഭിനയമാണ് താല്പര്യം, സാർ എന്തെങ്കിലും വേഷം ഉണ്ടെങ്കിൽ പറയണം. അത് ശരി, ഇതിന് അഭിനയിക്കില്ലേ? ഞാൻ പറഞ്ഞാൽ അതെ. എൻ്റെ അടുത്ത പടമുണ്ട്, നമ്മൾ ഇതാണ് ഒരു കോളേജ് പടമാണ്, അതിനകത്ത് 1-2 ക്യാരക്ടേഴ്സ് ഉണ്ട്, ഞാനൊന്ന് നോക്കിയിട്ട് പറയാം എന്ന് പറഞ്ഞു. എന്നിട്ട് സലീമിക്ക്, അതായത് അസോസിയേറ്റ് ഡയറക്ടറിൻ്റെ നമ്പർ തന്നിട്ട് പറഞ്ഞു, ഒന്ന് സലീമിക്കിൻ്റെ അടുത്ത് സലീമിനോട് വിളിച്ച് സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇത് ചെയ്തു. ഇപ്പം പടം മറ്റേ അനൗൺസ്മെൻറ്റ് തുടങ്ങുമ്പോൾ തൊട്ട് വിളി തുടങ്ങി. അപ്പോൾ നമ്മളത് ഓൾറെഡി റെഡിയായി. ഞാൻ ചെല്ലുമ്പോഴാണ് ശരിക്കും ഭാവനയുടെയൊക്കെ ഇത് നടക്കണം, ഓഡിഷനൊക്കെ നടക്കണത്. അപ്പോൾ അങ്ങനെ ഈ നമ്മൾ പടം കഴിഞ്ഞപ്പോൾ ജിഷ്ണുവിന് സിദ്ധാർത്ഥിന് ഡബ് ചെയ്തത് ശരത്താണ്. ഇപ്പോൾ ഒരു പുതിയ നടന്മാരാണല്ലോ, 2 പേരെയും ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാനല്ലോ, ശരത്താണ്. അങ്ങനെ വേറെ 1-2 ആൾക്കാരെ വെച്ച് ജിഷ്ണുവിന് ഡബ് ചെയ്തിട്ട് സാറിന് അങ്ങോട്ട് സാറ്റിസ്ഫൈഡ് ആയില്ല.
പിന്നെ ഒരു ദിവസം ഇപ്പം ഞാൻ എൻ്റെ ഡബ്ബിങ് അടുത്ത ദിവസം ഞാൻ അന്ന് വൈകുന്നേരം റിയാൻ സ്റ്റുഡിയോ ആണ്, അന്ന് വൈകുന്നേരം ഞാൻ ഡബ് ചെയ്യണം. അപ്പോൾ ഞാൻ ഡബ് ചെയ്യാനായിട്ട് എല്ലാം ഇതായിട്ട് രാവിലെ തൊട്ട് നമ്മളൊരു ഗ്യാങ് ആണല്ലോ, എല്ലാം കുട്ടികളാണ്, എല്ലാം മറ്റേ ഇതാണല്ലോ. അപ്പം ആ സമയത്ത് കമൽ സാറിനെ വിളിച്ചിട്ട് സലീമക്ക് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ കമൽ സാറിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് എന്താണെന്ന് എന്നുള്ള രീതിയിൽ ചെല്ലുമ്പം പറഞ്ഞു ഇങ്ങനെ മിഥുനെ എനിക്ക് ജിഷ്ണുവിൻ്റെ ക്യാരക്ടറിന് മിഥുൻ്റെ സൗണ്ട് വേണം, ഇവിടുത്തെ ഏറ്റവും നല്ല ഡബ്ബിങ് ആർട്ടിസ്റ്റിനെ വെച്ച് ഞാൻ മിഥുന് ഡബ് ചെയ്യും, പക്ഷേ എനിക്കിത് വേണം എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വിഷമമായി. കാരണം എന്ന് വെച്ചാൽ നമ്മൾ നല്ല ക്യാരക്ടർ ചെയ്ത് വെച്ചേക്കില്ല നമ്മളിൽ, അപ്പോൾ അതിലെൻ്റെ സൗണ്ട് വരുന്നില്ല എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമല്ല. അപ്പം ഞാൻ പറഞ്ഞു സാർ അത് ഇതെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അല്ല അത് വേറെ ഒന്നും ആലോചിക്കണ്ട, ഇത് ഞാൻ നന്നായിട്ടേ വരുള്ളൂ, ആസ് ഡയറക്ടേഴ്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുകയാണ്, അത് നന്നായിട്ടേ വരുള്ളൂ, ഒരു ടെൻഷനും വേണ്ട എന്ന് പറഞ്ഞിട്ട് സാർ പറഞ്ഞു. എനിക്ക് സാറിൻ്റെ അടുത്ത് ഞാൻ എതിർത്തൊന്നും പറയില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു പിന്നെ എന്താ ചെയ്യാമെന്ന് പറഞ്ഞു. ഇത് പക്ഷെ ജിസ്മോനല്ലേ ഡബ് ചെയ്തേക്കണം, അല്ലു അർജുൻ്റെ സൗണ്ടിലുള്ള ആളല്ലേ അവർക്ക് ഡബ് ചെയ്തത്. അത് ഭയങ്കര സംഭവം. ജിസ് അസലായിട്ട് ഡബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജിഷ്ണുവിന് എനിക്കും ഡബ് ചെയ്യാൻ പറ്റിയ ഒരു ഫുൾ ലെങ്ത് ക്യാരക്ടർ ഡബ് ചെയ്യായിരുന്നു. അപ്പോൾ അതുവരെ ഞാൻ ചെയ്തിരുന്നതെല്ലാം ചെറിയ ക്യാരക്ടേഴ്സും ഒരു 3-4 സീൻ വരുന്ന ക്യാരക്ടേഴ്സും ഒക്കെയാണ് ചെയ്തിരുന്നത്. ജിഷ്ണുവിൻ്റെ ഡബിങ്ങിന് ശേഷം ഏതാണ്ട് മലയാളത്തിൽ കുറേ പേർക്ക് ഞാൻ ഡബ് ചെയ്തിരുന്നത്. ഗ്രേറ്റ്. നമുക്ക് ലാസ്റ്റ് ബട്ട് നോട്ട് ദി ലീസ്റ്റ് എനിക്ക് അറിയേണ്ടത് മിഥുൻ ചേട്ടാ, ഇഷ്ടം പോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറേ പ്രവാസ ജീവിതം ആസ്വദിക്കാനും അതേപോലെ തന്നെ ജോലി ചെയ്യാനും ഇഷ്ടംപോലെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം തന്നെയാണ് നമ്മുടെ UAE. ഏത് രീതിയിലുള്ള ആൾക്കാരാവാം, നിങ്ങൾ ആവാൻ ശ്രമിക്കുന്ന ഒരു ഡ്രീം ചെയ്ത് ഇങ്ങോട്ടേക്ക് റേഡിയോ RJ-യിലേക്കും VJ-യിലേക്കും അല്ലെങ്കിൽ പല ഓഡീഷനിങ്ങിലും അങ്ങനെ വരുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ ജസ്റ്റ് ജോലി മാത്രം കണ്ടുപിടിക്കാൻ വരുന്ന എല്ലാ പ്രവാസി മലയാളികളോടും അല്ലെങ്കിൽ മലയാളികളോടും നിങ്ങൾക്ക് ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് എങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റും? ഇഷ്ടമുള്ള കാര്യം വേറെ ടെൻഷനൊന്നും ഇല്ലാണ്ട് ചെയ്യുക, നല്ല ഉറക്കം, നല്ല കാര്യങ്ങളൊക്കെ കാണാനും ചെയ്യാനും ഒക്കെ പറ്റുന്നതുമാണ് ഏറ്റവും വലിയ ഹാപ്പിനെസ്. അല്ലാതെ വേറെ ഒന്നുമില്ല. നല്ല ഭക്ഷണവും നല്ല ഉറക്കവും കിട്ടുന്നുണ്ടല്ലോ, വേറെ ഒന്നും വേണ്ടതേ. ഇത് കറക്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്യാനുള്ള സോഴ്സ് നമ്മൾ കണ്ടെത്തിയാൽ മതി. ആലോചിച്ച് നോക്കിയേ, നന്നായിട്ട് ഉറങ്ങാനും നല്ല ഭക്ഷണവും കഴിച്ചതിന് തീർന്നില്ലേ, വേറെ ഒന്നും വേണ്ട. അല്ല, ഓരോരുത്തർ സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചിട്ടാണ് ഉറങ്ങുന്നത്, അല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റില്ല. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നല്ല ഉറക്കം കിട്ടണമെങ്കിൽ നമുക്ക് മനസ്സമാനം വേണം, അല്ലാതെ നമുക്ക് നല്ല ഉറക്കം കിട്ടില്ല. അത് നല്ല ഭക്ഷണം കഴിക്കണമെങ്കിലും ഈ പറഞ്ഞതുപോലെ തന്നെയാണ്. നമുക്ക് നല്ലൊരു ആംബിയൻസ്, നമുക്ക് നല്ല ജീവിതം വേണം, നല്ല ഇത് വേണം. ഈ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ ഫുൾ ഹാപ്പിനെസ്. ഞാൻ തോന്നുന്നു എല്ലാവരും ചിന്തിക്കുന്നത് UAE വന്നാൽ എന്തോ സ്വർണ്ണം എവിടെന്നെങ്കിലും വീണ് കയ്യിൽ വരും എന്നുള്ള. അല്ലേ, അത് നമ്മുടെ അടുത്ത് മറ്റേ സാധനങ്ങൾ നാട്ടിൽ നിന്ന് ചോദിക്കുമ്പോൾ അറിയാം, ഇവിടെ ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത് എന്നുള്ള ഒരു ധാരണ ഉണ്ട്. അല്ല, പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ UAE-യുടെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വില്ലയിൽ ഇരുന്ന് നമ്മളെല്ലാവരും ഭക്ഷണം നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ ഇങ്ങനെ ഇരുന്നിട്ട് പറഞ്ഞു, നിനക്കറിയോ കഴിഞ്ഞ 1 വർഷമായിട്ട് ഞാൻ വൈഫിനെ ജോലിയുള്ളൂ, എനിക്ക് ജോലിയില്ല, ഞാൻ വെറുതെ ജോലിയില്ലാണ്ട് നിൽക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഉടൻ മറ്റവൻ നമ്മുടെ ഈ വില്ലേജിലുള്ള ആൾ പറഞ്ഞു, നിനക്ക് മടിയായതുകൊണ്ടാണ്. നമ്മളെല്ലാവരും പെട്ടെന്ന് ഇയാളിത് പറഞ്ഞപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒന്ന് ഇതായിപ്പോയി. കാരണം അവന് ജോലി പോയതാണ്, ആ ജോലി ഇല്ലാത്തതാണ് സിറ്റുവേഷൻ എന്നുള്ളതറിയാം. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ഇവിടെ കച്ചവടം നടത്തിയിരുന്നത്, കച്ചവടം പൊട്ടി പോയി ഞാൻ കരിയും വരെ ഓടിക്കാൻ പോയിട്ടുണ്ട്, ഊബർ ഓടിക്കാൻ പോയിട്ടുണ്ട്, വാലേ പാർക്കിങ്ങിന് പോയിട്ടുണ്ട്, ലൈസൻസ് ഉള്ളതല്ലേ, പോയാൽ എന്താ കുഴപ്പം, ഇവിടെ ആരാ ചോദിക്കണേ? കറക്റ്റായിട്ട് മാന്യമായിട്ടുള്ള തൊഴിൽ ചെയ്ത് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന സ്ഥലമല്ലേ ഇത് പോയി. അപ്പം പിന്നെ അതിൽ നിനക്ക് മറ്റേ വൈറ്റ് കോളറായി ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ പ്രശ്നമാണ്, അല്ലെങ്കിൽ ഇവിടെ ഇഷ്ടംപോലെ ജോലിയുണ്ട് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ പറയണ ആള് ഭയങ്കര ഫിലോസഫി ഒന്നുമല്ല പറഞ്ഞത്, അവൻ്റെ ലൈഫാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ ആലോചിച്ചപ്പോൾ അതല്ലേ സത്യം. ഈ ദുബായുടെ ഏറ്റവും വലിയ ഗുണം എന്താ, നമുക്ക് രാവിലെ ഒരു ജോലി ചെയ്തിട്ട് വേണേൽ വൈകുന്നേരം വേറെ ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണത്. ഇവിടെ ഇഷ്ടം പോലെ ഓപ്ഷൻ ഇല്ലേ നമുക്ക് ചെയ്യാനായിട്ട്. പിന്നെ അവസരം കിട്ടിയില്ലെന്ന് ആരും പറയരുതെന്നേ. അവസരം കിട്ടിയില്ല എന്ന് പറയുന്നത് ഭയങ്കര പ്രയാസമാണ് നമുക്ക്, പ്രത്യേകിച്ച് ഇപ്പോൾ മീഡിയയുടെ കാലഘട്ടത്തിലൊക്കെ ഞാൻ പറയുകയാണെങ്കിൽ അവസരം കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ ഒരാളും യൂട്യൂബ് എന്ന് പറയുന്ന സാധനം എന്താണെന്ന് പോലും അറിയാത്ത കാലഘട്ടത്തിൽ യൂട്യൂബ് ചെയ്തിരുന്ന ആളാണ് ലക്ഷ്മി. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവസരം ഉണ്ടാക്കിയെടുത്തതാണ്. ഇപ്പം നേരത്തെ സുബിൻ പറഞ്ഞ പോലെ എവിടെയെങ്കിലും ചെല്ലുമ്പോഴേ ഞാൻ നിങ്ങളുടെ വൈഫിൻ്റെ ഫാനാണ് കേട്ടോ എന്ന് പറയും ആൾക്കാർ. അതിൻ്റെ കാരണം എന്താ, സ്വന്തം സ്പേസ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് ടാലൻറ്റിലൊക്കെ നമുക്ക് ഒരുപാട് വ്യത്യാസം വരും. അപ്പോൾ എല്ലാം കയറി സക്സസ് ആവണം എന്ന് നിർബന്ധം. പക്ഷെ നമ്മൾ ശ്രമിച്ചില്ല, നമുക്ക് അവസരം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, ഇറ്റ്സ് യുവർ ഓൺ ഫോൾട്ട്. കറക്റ്റ്. ഇതെല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. നമുക്ക് ഈ പറഞ്ഞ പോലെയാണ്, ഇവിടെ ഒരു വിസയിൽ നിൽക്കുമ്പോൾ നമുക്ക് ജോലി കിട്ടാനൊക്കെ ആയിട്ട് നമ്മൾ അന്വേഷിച്ച് പോകേണ്ടത് ഒരു അത്യാവശ്യമാണ്. പക്ഷെ അല്ല, നമുക്കൊരു വിസ ഉൾപ്പെടെ ഉള്ള സമയത്ത്
UAE ഹെവനാണ്. നമുക്ക് എങ്ങനെ വേണേ ജോലി ചെയ്ത് ഇവിടെ ജീവിക്കാം. അതാ ഞാൻ എസ്പെഷ്യലി ഡ്രൈവിംഗ് ലൈസൻസ് കൂടെ ഉണ്ടെങ്കിൽ ലൈസൻസ് കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് വേണേ ചെയ്യാന്നേ ഞാൻ പറഞ്ഞ. പിന്നെ ഈ പറയുന്നത് പോലെ നമ്മുടെ ഉള്ളിലുള്ള കുറച്ച് ഈഗോസ് ഒക്കെ ചിലപ്പോൾ നമ്മൾ മാറ്റി വെക്കേണ്ടി വരും. അത്രേ ഉള്ളൂ. ചില തടസ്സം അത് തന്നെയാണ്, ഈഗോ അല്ലേ? പിന്നെ ചെറിയ 3 അക്ഷരം വേടാണ്. പക്ഷെ അത് ഭയങ്കര പണിയാണ്. അതുള്ളപ്പോൾ നമുക്കിതെല്ലാം പ്രയാസമായിരിക്കും എല്ലാ കാര്യത്തിലും കേട്ടോ, ഫാമിലി ലൈഫിലും എല്ലാത്തിലും ഒക്കെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ. താങ്ക് യു സോ മച്ച് ഫോർ ദോസ് വണ്ടർഫുൾ വേർഡ്സ്. അടിപൊളിയായിരുന്നു, എൻജോയ് ചെയ്തു നമ്മൾ. നിങ്ങൾ താങ്ക് യു ഫോർ ഹാവിങ് us here. അപ്പൊ നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് നമ്മൾ ശരിക്കും പറഞ്ഞല്ലേ എൻജോയ് ചെയ്തു, അടിപൊളിയാണ്. നമ്മുടെ മറ്റേ ഷെയർ ചെയ്യണ റീൽസിലുള്ളതാണ്. താങ്ക് യു സോ മച്ച്. പക്ഷെ കഴിഞ്ഞിട്ടില്ല, നമ്മുടെ 2ാം റൗണ്ടിലേക്ക് പോവാം. അതാണ് സ്വീപ്പ് റൗണ്ട്. സ്വീപ്പ് എന്ന് പറയുന്നത് അത് ഭാഷ പറയാം. അതെ അതെ, നമ്മുടെ മലബാർ സ്വീപ്പാക്കാണ്. അല്ലല്ല, എന്ന് പറയുന്നത് അത് തലശ്ശേരിയാ, സ്ലാങ് ആണ്. മനസ്സിലായില്ലേ? മലബാർ സ്ലാങ് ആണ്. സ്വീപ്പാക്കാം എന്ന് വെച്ചാൽ തല സത്യം സ്വീപ്പിന്റെ അർത്ഥം നമ്മൾ ഇതുവരെ ആലോചിച്ചില്ല. സ്വീപ്പാക്കാൻ മൊയന്തെന്ന് കേട്ടിട്ടുണ്ടോ? ശരിക്കും റിഫ്ലക്സിൽ വെക്ക്. അതെയാ, ഇപ്പൊ നമ്മളിപ്പോ കണ്ണ് നമ്മളിവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മളെന്താ ചെയ്യാ? ഡിലേ വന്നു. ഞാനതാ പറഞ്ഞേ, സീരിയസ് ആയിട്ട് പറയാണ്. നമ്മള് കണ്ണി കുത്താൻ പോയി. കണ്ടോ? റിയാക്ഷൻ പോയി കഴിഞ്ഞാൽ സാധാരണ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കണ്ണം കടയും ഇതല്ലേ, ഈ റിയാക്ഷൻ വരില്ലേ? ഇല്ല, ഒന്നുകൂടി ഇവക്ക് ഒരു 2 സെക്കൻഡ് കഴിഞ്ഞിട്ടേ വരുള്ളൂ. കണ്ട, ഞാൻ വെറുതെ പറയില്ല. എന്നിട്ട് ഞാൻ ഇടിച്ചെന്ന് പറയും. ഇതൊന്നുമല്ല, ഈ ദുഷ്ടന്മാർ മുൻചേട്ടനും മോളും കൂടിയിട്ട് നമ്മൾ നടക്കാൻ പോയി. വീട്ടിലെ നടക്കാൻ പോയ സമയത്ത് ഒരാളൊരു മരം കൊണ്ട് ഇങ്ങനെ ഓടുന്നുണ്ട്. അപ്പൊ ഞാൻ വെച്ചാൽ ഭ്രാന്തി ഇയാളെ ഓടണെന്ന് വിചാരിച്ചേ. കുറച്ച് ഇപ്പൊ എന്തോ വന്നിങ്ങനെ കുത്തുന്നുണ്ട്. ഈ വഴി ഓടി, തന്നെ ആ വഴി ഓടി. ഞാൻ എന്താന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി എനിക്ക് റിഫ്ലക്സ് എത്താറ് ഞാൻ ഇങ്ങനെ നിക്ക, എന്താ സംഭവം എന്ന് ലോകം തുടങ്ങിയ കാലം തൊട്ട് കടലിൽ കൂടെ ഓടണമല്ലേ പഠിച്ചിട്ടുള്ളത്. അതിന് എനിക്ക് മനസ്സിലാവിടെ കടലിൽ കൂടാണോ. ഞാൻ എന്തെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചോണ്ടിരിക്കുകയായിരുന്നു. മനസ്സിലായില്ല കടലിൽ കുത്തിയെന്ന്. ഞാൻ ഒരിക്കൽ നമ്മുടെ റൗണ്ട് പില്ലോ എടുത്തിട്ട് ഇങ്ങനെ തൻവിയെ കാണിക്കാനടി ആന്ന് പറഞ്ഞിങ്ങനെ കാണിച്ചതാ. വന്ന് മൂത്തടിച്ച് ഇങ്ങനെ വീർത്തു. എന്റെ സാധാരണഗതി നമ്മളിങ്ങനെ കൊണ്ടുപോയി നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ അങ്ങ് മാറുമല്ലേ? ഇല്ല, മാറില്ല. ഭയങ്കര ധൈര്യമാണ്. അതാണ് സത്യം. സുബിൻ പറഞ്ഞതാണ് പോയിന്റ്. ഭയങ്കര ധൈര്യമാണ്. ഇത് ധൈര്യമാണോ എനിക്കറിയില്ല, പക്ഷെ സത്യം പറഞ്ഞല്ലേ വെറുതെ ഇടി കൊള്ളുന്നേ. നാവ് കള്ളം പറയില്ല. കണ്ട സീരിയസ് ആയിട്ട്. കാരണം നമ്മള് മറ്റേ ആക്ഷനാണ് അതൊക്കെ പറഞ്ഞ് കാണിക്കൂലേ. നമ്മളിപ്പോ അഭിനയമല്ലേ വീട്ടില് കാണിക്കും. മിഥുൻ ചേട്ടൻ ഒരൊറ്റ അടി. സീരിയസ് ആയിട്ട് നമ്മള് വീട്ടിൽ ചുമ്മാ തമാശക്ക് ഫൈറ്റ് ഒക്കെ ചെയ്യുമല്ലോ, കംപ്ലീറ്റ് മറ്റേ ആക്ഷൻ ഒക്കെ കാണിച്ചിട്ട്. പക്ഷേ ഒരു നമ്മളിപ്പോ വൈറലായ റീൽസ് കൈ ഒടിഞ്ഞിട്ടുണ്ട് ഒരിക്കൽ. കൈ ഒടിഞ്ഞിട്ടുണ്ട് ശരിക്കും പറഞ്ഞ. അല്ല, പക്ഷേ വൈറലായ റീൽസ് ഒക്കെ നിങ്ങൾ കറക്റ്റ് ആണ്. എന്താണെന്നറിയോ, നിങ്ങളിപ്പോ വൈറലായിക്കൊണ്ടിരിക്കുന്ന റീൽസ് എന്ന് വെച്ചാൽ കുറെ ആക്ഷൻസ് ഹസ്ബൻഡ് ഇങ്ങനെ വൈഫിന്റെ മേളിൽ ഇങ്ങനെ ആക്കും, വൈഫ് അനങ്ങാതിരിക്കും. വൈഫ് ഒറ്റ ആക്ഷൻ ആക്കിയ ഹസ്ബൻഡ് ഇങ്ങനെ. അപ്പൊ അതാണ് ട്രിക്ക് മിക്കവാറും. അത് കണ്ടിട്ടായിരിക്കും. അപ്പൊ നമ്മുടെ സ്വീപ്പ് റൗണ്ടിലേക്ക് നമുക്ക് തുടങ്ങാം. അപ്പൊ നമ്മുടെ ആദ്യത്തെ ചോദ്യമാണ്, ആരാണ് ആദ്യം അപ്പോളജൈസ് ചെയ്യുക? അങ്ങനെ പറയാൻ പാടില്ല. ചേട്ടൻ ഇങ്ങനെ കാണിച്ചത് പേടിക്കണ്ട. അങ്ങനെയാണോ കാണിച്ചത്? എന്നാ കുഴപ്പമില്ല. ഏറ്റവും ബെസ്റ്റ് പ്ലേസ് നിങ്ങൾ ട്രാവൽ ചെയ്ത്? സ്വിറ്റ്സർലൻഡ്. നിങ്ങൾ ലക്ഷ്മി ചേച്ചിയുടെ ഏറ്റവും കംഫർട്ട് ഫുഡ് എന്താണ്? കംഫർട്ട് ഫുഡ് ചോറും കറിയാ. അതായത് ശരിക്കും പറഞ്ഞാല് ഇത് അല്ലെങ്കിൽ ബിരിയാണി. പുള്ളിയുടെ ഏതെങ്കിലും ഒരു ഹാബിറ്റ് എൻജോയ് ചെയ്യുന്നത് നിങ്ങൾ? 2-3 മണിക്കൂറിന്റെ ഉള്ള ആണ് സർ. ആകെ സ്വസ്ഥത കിട്ടുന്ന ഒരേ ഒരു സ്ഥലമാണ് വീട്ടില്. അല്ല, എപ്പോഴും അതെ. എന്ത് കാര്യത്തിന് വിളിച്ചാലും എന്റെ ഉള്ളിലായിരിക്കും. അങ്ങനെ വൈറലായ വേറൊരു റീലുണ്ട്, ഞാൻ ഐഡിയ പറഞ്ഞുതരാം. അല്ല, ഞങ്ങൾ റീൽ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിൽ കിടന്ന് ഉറങ്ങിയല്ലോ ഇവള്.
ഞാൻ അതല്ല വേറെ റീലുണ്ട് എന്ന് വെച്ചാൽ പുള്ളി കേറുന്നതിന് മുമ്പ് ഐഫോൺ ലോക്ക് ചെയ്താൽ മതി, കുറെ പ്രാവശ്യം തെറ്റി കോഡ് അടിച്ചടിച്ചടിച്ചടിച്ച് ലോക്ക് ചെയ്താൽ മതി. ഞാൻ വൈഫൈ ഒക്കെ ഓഫ് ചെയ്ത അവസാനം. അതെങ്ങനെ വൈഫൈ സെല്ലുകാരുണ്ടല്ലോ? അല്ല അത് ആ ബാത്റൂമിൽ കിട്ടില്ല. ആ നമ്മുടെ ബാത്റൂമിൽ ഇതില്ല, കിട്ടില്ല. ഓ എല്ലാം കൂടെ പ്രശ്നം. അപ്പൊ ആരാണ് ഒരു പുതിയ ക്യൂസീൻ ട്രൈ ചെയ്യാൻ കൂടുതൽ അഡ്വഞ്ചറസ്, ഏറ്റവും റൊമാൻറ്റിക് ആയിട്ട് പുള്ളി ചെയ്തൊരു കാര്യം? ഏറ്റവും റൊമാൻറ്റിക് ആയിട്ട് ചേട്ടൻ ചെയ്ത കാര്യം അല്ലല്ല, ചേട്ടൻ ഇന്നാളെ ഇപ്രാവശ്യത്തെ എൻ്റെ ബർത്ത്ഡേക്ക് ഒരു ബ്ലാങ്കറ്റ് നിറച്ച് എൻ്റെ പേരും മുൻചേട്ടൻ്റെ പേരും ടൈപ്പ് ചെയ്തിട്ടുള്ള ഒരു ബ്ലാങ്കറ്റ് എനിക്ക് ഗിഫ്റ്റ് ചെയ്തു. അത് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട്, ഇതിന് മുമ്പ് ഇഷ്ടംപോലെ ഇതാണ് ലേറ്റസ്റ്റ്. നിസാര കേസ്, ഇതിനൊക്കെ വലിയ വലിയ കാര്യങ്ങൾ, വലിയ വലിയ കാര്യങ്ങൾ ചെയ്തിട്ട് ബ്ലാങ്കറ്റ് ആണെന്ന് പറഞ്ഞു. കഷ്ടമുണ്ട്, എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നതാണ്. അപ്പൊ കുഴപ്പമില്ല, എനിക്ക് ഇതിനു വേണ്ടി പുതിയ വേറെ ചെയ്ത് കൊടുക്കേണ്ടി വരും. ഞാൻ കുറെ കാര്യങ്ങൾ ചെയ്തിട്ട് അവസാനം ബ്ലാങ്കറ്റ് ആണ് അവസാനം കൈയടി വാങ്ങിച്ചത്. എന്തൊക്കെ സാധനങ്ങൾ ഗിഫ്റ്റ് വാങ്ങിച്ചതാണോ? ഗിഫ്റ്റ് വാങ്ങിച്ചത് കൂട്ടാൻ പറ്റില്ല, തോട്ടാണ് കൗണ്ട് ചെയ്യേണ്ടത് അല്ലേ? ആ അത് എന്റെ ഭാര്യയും പറയാറുണ്ട്, എനിക്ക് ഗിഫ്റ്റ് വേണ്ട, എനിക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് തന്നോ. വലിയ സാധനങ്ങൾ ഒഴിവാക്കാലോ. അല്ല എന്റെ ഷെനയില് സീറ്റ് അതൊന്നും തരാതിരിക്കണ്ട, അതൊക്കെ തന്നോളൂ, അതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ യാത്ര ചെയ്യുമ്പോ കുറെ ലിസ്റ്റ് കിട്ടുമല്ലോ. ഇഷ്ടം പോലെ ലിസ്റ്റോ. എന്റെ അമ്മ ഞാൻ അങ്ങനെ ലിസ്റ്റ് ഒന്നും കൊടുക്കുന്ന ആളല്ല. സത്യം ഞാൻ ലിസ്റ്റ് തരാറുണ്ട്. ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോ ഈ അമ്മയുടെയും മോളുടെ ഏറ്റവും ഒരുമിച്ച് യാത്ര ആ എയർപോർട്ടിൽ നിന്ന് തുടങ്ങും ഷോപ്പിംഗ്. ഇവർക്കാണെങ്കിൽ ഒരു ചെറിയ കടയോടും താല്പര്യമില്ലാത്ത ആൾക്കാരുമാണ്. അതാ ഞാൻ പറഞ്ഞത്, ഇപ്പൊ പണക്കാരല്ലാതെ ഒരു പിച്ചക്കാരനായി. പണക്കാരനല്ലേ പിച്ചക്കാരനായി പോയിരുന്നത്. അപ്പോ എന്തെങ്കിലും ഒരു തമാശകരമായ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾ തമ്മിൽ എപ്പോഴും നടന്നിട്ടുണ്ട്? ഇന്ന് ഉച്ചക്ക് എന്താണ് നടന്നത്? പക്ഷെ അത് പറയാൻ പറ്റില്ല, ഭയങ്കര കുടുംബവഴക്കും പറയാൻ പറ്റില്ല. വേറെ ഏതെങ്കിലും തമാശ ഉണ്ടോ പറയാൻ? വേറെ തമാശ ഭയങ്കര കോമഡി അല്ലേ, പറയൂ. അങ്ങനൊന്നും വന്നിട്ടില്ല. ഓക്കെ, നെക്സ്റ്റിലേക്ക് പോവാം, നോ പ്രോബ്ലം. അപ്പൊ ഇത്രയും ഫണ്ണും ലൈവിലായി വെക്കാൻ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഞാൻ ദിവസം രാവിലെ ഒരു കഷായം കുടിക്കും, കഷായം ഗ്ലാസ് കൊടുക്കും. ഇതൊക്കെ നാച്ചുറലായിട്ട് വരണം, അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു വേർഡിൽ ഇദ്ദേഹത്തെ ഡിസ്ക്രൈബ് ചെയ്യും. ഒരു വേർഡിലോ? വളരെ ബുദ്ധിമുട്ടാണ്, വളരെ ബുദ്ധിമുട്ടായിരിക്കും. വളരെ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ആരാണ് ഒരു സീരീസ് മൊത്തം രാത്രി ഇരുന്ന് കാണാൻ? ഞാനും കാണാറുണ്ട്. ഞാൻ കേഡ്രാമ കൊറിയനാണ് ഞാൻ. പക്ഷേ മറ്റേ ഈ പറഞ്ഞ പോലെ ഒരു സീരീസ് തീർത്തിട്ട് കിടക്കണം എന്നുള്ളത് എനിക്കായിരുന്നു. ഇദ്ദേഹത്തെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ എന്താണ്? ഏറ്റവും നല്ല ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും ഈ പറയുന്ന പോലെയാണ്, ഒരു ഇഷ്യൂ വരുമ്പോൾ കൂടെ നിൽക്കണതാണ്. നമുക്കൊരു പ്രോബ്ലമാണ്, നമുക്കൊരു ടെൻഷനുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്നതാണ് നമ്മുടെ പാർട്ട്ണർ. അതൊരു ഭയങ്കര വലിയ ക്വാളിറ്റിയാണ്. പലപ്പോഴും ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഞാൻ ആ സമയത്ത്. അപ്പൊ നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് കിടക്കാം. അതാണ് നമ്മുടെ ഗെയിം റൗണ്ട് അല്ലേ? യെസ്, അതിലേക്ക് കിടക്കാം. അതിനാണ് വന്നത്. നമ്മുടെ ഏറ്റവും എന്റർടൈൻ സെക്ഷൻ ആണ് സൊറവറയുടെ ഗെയിംസിന്റെ സെക്ഷനിലേക്ക് എത്തിയിരിക്കുന്നു. ഇത് തല തോൾ മുട്ടാണ്. ആരാണ് ആദ്യം കപ്പ് പറയുമ്പോൾ എടുക്കുന്നത് അവര് ജയിക്കും. ഹെഡ്, ഷോൾഡർ, നീസ്, ഹെഡ്, ഷോൾഡർ, നീസ്, ഹെഡ്, ഷോൾഡർ, നീസ്, ഷോൾഡർ, നീസ്, ഷോൾഡർ, നീസ്, ഷോൾഡർ, ഹെഡ്, കപ്പ്. അപ്പൊ ഫസ്റ്റ് പേടിക്കണൊക്കെ തിരിച്ചു വരും. അതൊക്കെ തിരിച്ചു വരും. അപ്പൊ നമ്മൾ വീണ്ടും 1-0. ഹെഡ്, നീസ്, ഹെഡ്, നീസ്, ഹെഡ്, ഷോൾഡർ, ഹെഡ്, കപ്പ്. അയ്യോ, ഇത് റിഫ്ലക്സ് ഇവിടെ സ്ലോ ആന്ന് പറഞ്ഞിട്ട് റിഫ്ലക്സ് ഇവിടെയാണ് ഭയങ്കര സ്ലോ. അപ്പൊ നമുക്ക് ഒന്നും കൂടിയേ, നമുക്ക് ഡയറക്റ്റ് നീസ്, ഹെഡ്, ഷോൾഡർ, നീസ്, ഹെഡ്, ഷോൾഡർ, നീസ്, ഹെഡ്, ഷോൾഡർ, ഹെഡ്, ഷോൾഡർ, ഹെഡ്, ഷോൾഡർ,
പ്ലീസ്. അയ്യേ എല്ലാത്തിലും പൊട്ടി. ഞാൻ ജയിച്ചു. നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് കിടക്കാം. അടുത്ത കളി റൗണ്ട് ഇതാ നമുക്ക് തുടങ്ങാം. 1 2 3 ഒരു നവദിക്കൂ സ്റ്റാർട്ട്. കൈയോട് തട്ടിട്ട്. ഇല്ല അത് കാറ്റ് തന്നെയാണ്. യെസ് ചേട്ടാ നടക്കണില്ല. അയ്യോ പടയല്ലാത്തോണ്ട് അതിനുള്ള കുറ്റം പറയും. അയ്യോ ഞാൻ ജയിച്ചു. മിഡിൽ ഈസ്റ്റിലെ ലാർജസ്റ്റ് ഡെസേർട്ട് ഏതാണ്? അതിന്റെ പേര്. യെസ് കറക്റ്റ്. ഓ കറക്റ്റ് ആപ്റ്റ് ആയിട്ട് പറഞ്ഞു. ഇപ്പൊ എന്ത് ചെയ്യും? ഉയരം ബുർജ് ഖലീഫയുടെ എത്രയാണ്? 800 മീറ്ററിന് മുകളിൽ. 800 മീറ്റർ മുകളിലാണ്. എന്നാൽ എക്സാക്ട് അല്ല. ആരെങ്കിലും ഒന്ന് അടിക്ക്. 830 അടുപ്പിച്ച് 823 ആയിരിക്കും. എന്നാലും കറക്റ്റ് ആണ് ഓൾമോസ്റ്റ്. എനിക്ക് അറിഞ്ഞൂടാ. കൊടുത്തേക്ക്. നേരത്തെ 2 കളിയിൽ ജയിച്ചല്ല. ഞാൻ തോറ്റു വന്നിരിക്കും. 828. അല്ല പഠിച്ചു വെച്ചോ, അടുത്ത ജിക്ക് വന്നാലോ ചിലപ്പം. അത് നിങ്ങൾ ഇതാണ്ട് ജനറൽ നോളജിന് പറഞ്ഞിട്ട് യുവി മാത്രം ചോദിച്ചോണ്ടാണ് എനിക്ക് കിട്ടാത്തത്. ശരി, നമ്മുടെ യു എയിൽ ടെലിഫോൺ കോഡുകൾ ഉണ്ടല്ലോ. 02, 04, 05, 06, 07, 08, 09 എവിടത്തെയാണ്? എവിടെ? ഓയ് കറക്റ്റ്. ഞാനാണ് അടിച്ചത്. കള്ളം പറയുന്നത് പറഞ്ഞില്ല. അയ്യേ എല്ലാം ജയിച്ചാ മോശമല്ലേ. വാട്ട് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ടർക്കി? ഇസ്താംബുൾ. അതെല്ലാം അല്ല. ഒരു കോഡുണ്ട് യു എയുടെ ടെലിഫോൺ കോഡ് 0971. ഒരു കോഡുണ്ട്. പക്ഷെ ആ കോഡ് അല്ലല്ല 097. ഞാൻ പറയുന്നത് നമ്മുടെ അതിൽ ഒരു കോഡ് 3 സിറ്റിയില് സെയിം കോഡാണ്. കറക്റ്റ്. ഓക്കെ ഗുഡ്. ഞാൻ അടിച്ച് പൊട്ടിക്കുന്നത്. ബാസ്കിൻ റോബിൻസിനെ കുറിച്ച് അറിയാം? ബാസ്കിൻ റോബിൻസിന്റെ 31 എന്താണ്? ഭയങ്കര നല്ല റിഫ്ലെക്സ്. 31 ഫ്ലേവേഴ്സ് അല്ല. എന്താ അവര് ശരിക്കും അത് 31 ഫ്ലേവേഴ്സ് അല്ല. പക്ഷേ കറക്റ്റ് ആണ്. 31 ഫ്ലേവേഴ്സ് അല്ല. മാർക്ക് നിങ്ങൾ എടുത്തോ, കുഴപ്പമില്ല. ശരിക്കും 31 ഫ്ലേവേഴ്സ് എന്നല്ല. അവര് ശരിക്കും അവരുടെ സ്ട്രീറ്റ് നെയിം വെച്ചിട്ടാണ് അവർ ആദ്യം തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ടാണ് 31 ഫ്ലേവർ ആക്കിയത്. പിന്നെ അത് 31-ാം തീയതി എന്ന് പറയുന്ന ദിവസം അവർക്ക് 31 days 31 ഫ്ലേവേഴ്സ് എന്ന രീതിയിൽ അവർ എല്ലാ ദിവസവും ഒരു ഫ്ലേവർ. എന്നിട്ട് എല്ലാ 31 ഉള്ള മാസമാണെങ്കിൽ 31st പോയാൽ 31% ഓഫ് ഉണ്ടായിരുന്നു. ഇപ്പൊ അവര് എല്ലാ മന്തും ഒരു ഫ്ലേവർ ആയി. ഓരോ ഫ്ലേവർ ഓഫ് ദ മന്ത്. ഇത് ഭയങ്കര സ്മാർട്ട് ചോദ്യമാണ്. ദുബായ് മക്തൂം എയർപോർട്ടിന്റെ അയാട്ട എയർപോർട്ട് കോഡ് എന്താണ്? അത് DXB അല്ലല്ലേ ഇപ്പൊ? എനിക്ക് അറിഞ്ഞൂടാ. എയർപോർട്ടിന്റെ MKT ആണോ? അല്ല അതെല്ലാവിടെ എഴുതിയിട്ടുണ്ട്. ഇപ്പോഴും ബോർഡിന്റെ മുകളിലൊക്കെ ഉണ്ട്. ഇപ്പോഴും ഉണ്ട്. നമ്മുടെ അബുദാബി പോകുമ്പോ അബുദാബി പോകുമ്പോ അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ദുബായ് വേൾഡ് സെന്റർ. യെസ്. ആദ്യത്തെ എയർപോർട്ട് അറേബ്യൻ ഗൾഫിൽ എവിടെയാണ്? ഇറാൻ. ഞാൻ പറയട്ടെ, ഷാർജ. ഷാർജ മഹത്ത റീജിയനിലാണ്.
അല്ല, അറേബ്യൻ ഗൾഫ് എന്നൊക്കെ പറയുമ്പോ പേർഷ്യ ആണെന്ന് ഉദ്ദേശിച്ചിട്ട് പറഞ്ഞതായിരിക്കും ഞാൻ പറഞ്ഞത്. അപ്പോ ഏത് പടത്തിലാണ് സലീം കുമാർ മേൽക്കോ എന്ന് പറയുന്നത്? ഇത് കല്യാണരാമൻ. ഓ, രണ്ടുപേരും ആദ്യത്തെ ബസർ പറഞ്ഞത് ഞാൻ അടിച്ച് റീവെന്റ് കാണണം. ഏത് ആക്ടറാണ് ഈ പറഞ്ഞ ഡയലോഗ്? ഒരു ഫേമസ് ഡയലോഗാണ്. അതെന്താ ഞാൻ പോയാൽ ഞാൻ പോയാല് അത് ഗംഗ മണിച്ചിത്ര. അയ്യോ, ശോഭന. നിനക്കാരാടാ സുന്ദരൻ എന്ന് പേരിട്ട്? ദിലീപല്ല, ശരിക്കും പറഞ്ഞാൽ കൊച്ചിൻ ഹനീഫയാണ് ചോദിച്ചേക്കുന്നത്. അത് മറ്റേത് നമ്മുടെ പറക്കും തെളിക. മൈ ഗോഡ്, ഇപ്പൊ എന്ത് ചെയ്യും? ഞാൻ എളിഞ്ഞിരിക്കും. പുരുഷു എന്നെ അനുഗ്രഹിക്കും. ജഗതി. ഞാനൊരു ബസ് അടിച്ചത്, പക്ഷെ ഞാൻ പറയാൻ പോവായിരുന്നു. ഞാൻ പറഞ്ഞിട്ട് കഴിഞ്ഞിട്ട് പറയാൻ പാടില്ലായിരുന്നു. നേരത്തെ അങ്ങനെ നിയമം ഉണ്ടായിരുന്നില്ല. അവനോട് ഞാൻ 1000 പ്രാവശ്യം ചോദിച്ചതാ ചോറിനിട്ട് ഞാൻ പറഞ്ഞു കല്യാണം ഇന്നസെന്റ്. വളരെ ഈസി. അടുത്ത കളിയാണ് ഒരു ലാസ്റ്റ് ആൻഡ് ഫൈനൽ റൗണ്ട്. നമ്മുടെ കേൾക്കുന്നില്ല. ആക്ഷൻ കളിക്കാൻ പാടോ? ഓണചിത്രം, ഓണച്ചന്ത, ചന്ത, തന്ത, സത്ത, സത്യൻ, സദ്യ, ഓണസദ്യ. അങ്ങോട്ടേക്ക് തന്തയ്ക്ക് സൈലന്റ്. മേശപ്പൂ, മേമ്പൊടി, മേളം, മേളം, മേളപ്പൊടി, മേളപ്പൂ, പഴംപൊരി. അവ ഇഞ്ചോടിഞ്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. മുണ്ട്, മുണ്ട് ഷർട്ടും. കിട്ടിപ്പോയി. യെസ്. മുണ്ട്, മുള്ള്, മാമുണ്ണി, പുട്ട്, കടല. ആണോ? ടെലിപ്പതി. വള്ളം, വള്ളംകളി. ഫാസ്റ്റ് പോയി. പറക്കും തളിക. ഇത് വല്ലതും ഫാസ്റ്റ് പോയി. ഉപ്പേരി, കുമ്പളങ്ങി നൈറ്റ്സ്. ഇത് ഫ്ലോ മനസ്സിലായി പോകും. അയ്യേ, ചെണ്ട, മേളം. അയ്യോ, ഇത് കേൾക്കുന്നുണ്ട്. ചെറുതായിട്ട്. തിരുവാതിര കളി. ഈ കളി ഞങ്ങൾ നിർത്തി. എല്ലാം കഴിഞ്ഞിരിക്കുന്നു. ഭയങ്കര സിമ്പിൾ ആയിട്ട്. സോ had a wonderful episode. നമ്മൾ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് നമ്മൾ ഗസ്റ്റിനോട് ആകെ പറയാനുള്ള ഒരു കാര്യം, ഗിഫ്റ്റ് ഹാമ്പർ ഒന്നും ഇല്ല. അത് കൊടുത്തുവിടും. നിങ്ങൾ യാത്ര ചെയ്യല്ലേ, അപ്പൊ ഞാൻ കൊടുത്തുവിടാം. നിങ്ങളുടെ സോളോമറയുടെ എക്സ്പീരിയൻസ്? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ കാണുന്നതാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഷെയർ റീൽസിൽ ഉള്ളതാണ്. ഞാൻ സ്നിപ്പെറ്റ്സ് കണ്ടിട്ടുള്ളൂ, പക്ഷേ വന്ന എക്സ്പീരിയൻസ് ആണ്. നമ്മളെപ്പോഴും അതാ പറഞ്ഞ സ്നിപ്പെറ്റ്സ് ആണ് ഈ റീലിൽ വരുന്നത്. ഷെയർ ചെയ്യുന്നത്. അപ്പൊ ഭയങ്കര രസമാണ് വന്നിരിക്കാനും. ഭയങ്കര ഫണ്ണായിട്ട് കൊണ്ടുപോകുന്നു. സുബിന്റെ ഈ പറഞ്ഞ സുബിന്റെ അവതരണത്തിന്, സുബിന്റെ ശബ്ദം പ്രത്യേകിച്ചും ഭയങ്കര താങ്ക് യു ചേട്ടാ. ഒരു ആങ്കർ, ഒരു ഹോസ്റ്റ്, നമുക്ക് ആ ഒരു ഇത് വരുന്നത് വലിയൊരു
അംഗീകാരം തന്നെയാണ്, സംശയം. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ ഇനി റീൽസ് ഇന്ന് രാത്രി പോയി നമുക്ക് വേറെ കാണണം നിങ്ങളുടെ റീൽസ്. താങ്ക് യു സോ മച്ച്. ബൈ 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 ഗൈസ്. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.